ഹലോ വെൽക്കം ടു +1 elancetuition. നാളെയാണ് നമ്മുടെ മോഡൽ എക്സാം. അപ്പോൾ ഇതാ 6:30 ആയപ്പോൾ ഷാർപ്പ് 6:30 ആയപ്പോൾ മിസ് എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ 5 മിനിറ്റ് ലേറ്റ് ആകുന്നു, 10 മിനിറ്റ് ലേറ്റ് ആകുന്നു, അതിനൊന്നും ഒരു എക്സ്ക്യൂസിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ. നാളെ നമ്മുടെ എക്സാം ആണ്, അതുകൊണ്ട് ഷാർപ്പ് 6:30 ആയപ്പോൾ മിസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേഗം തന്നെ വരിക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം എന്താണ്, നാളെയാണ് നമ്മുടെ മോഡൽ എക്സാം. നമുക്കിനി സമയം വേസ്റ്റ് ചെയ്യാനില്ല. വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. കാരണം നമുക്ക് നല്ല സെറ്റ് ആക്കണം അല്ലേ. ഫുൾ മാർക്സ് ഇംഗ്ലീഷിന് അത് മിസ് തന്ന വാക്കാണ്, നമുക്ക് വാങ്ങുകയും ചെയ്യണം. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക. ഒരുപാട് വേഗം വരിക. നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ടു സ്ലീപ്പിൽ ഉള്ള അവസ്ഥയല്ല, ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ പോയതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അവസ്ഥയല്ല, അത് നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കണം അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ആരൊക്കെ വന്നിട്ടുണ്ട് വേഗം മെസ്സേജ് ചെയ്തേ. ആദ്യം മാർക്ക് അറ്റൻഡൻസ് ആസ് യൂഷ്വൽ, അതിനുശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. കാരണം എല്ലാ നോട്ട്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാ നോട്ട്സും അതിൽ അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ ഫ്രീ റിസോഴ്സസ് കിട്ടുമ്പോൾ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ കൃതിക് ഹലോ കൃതിക്, ഹൗ ആർ യു? എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണോ കൃതിക്? നാളത്തെ എക്സാം നമ്മൾ പൊളിക്കില്ലേ? എല്ലാം പ്രിപ്പയർ ചെയ്തോ, പഠിച്ചോ? ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? കൃതികിന് എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളത്? മോനെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക കേട്ടോ. വേഗമാവട്ടെ. നമുക്കൊരു 1 മിനിറ്റ് കൂടെ എല്ലാവർക്കും ബാക്കി ഫ്രണ്ട്സിനും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇതാക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണോ, അതെല്ലാം പഠിച്ച് സെറ്റായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന രാത്രിയാണോ? എന്താണെങ്കിലും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് മീ കൃതിക്. ഐ നോ കൃതിക് അല്ലേ. ഞാൻ ഹലോ മാം പറഞ്ഞപ്പോഴേ വെൽക്കം കൃതിക് എന്ന് പറഞ്ഞത്. കൃതിക്, നമ്മുടെ ലിങ്ക് കിട്ടിയല്ലോ അല്ലേ? പിൻ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. നോട്ട്സ് എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നല്ല കൃതിക് പറഞ്ഞു പിന്നല്ല എന്ന്. പിന്നെ അപ്പോൾ അതിനപ്പുറം എനിക്കും പറയാനില്ല. പിന്നല്ല, സെറ്റാണ്. യെസ്. ബാക്കി എല്ലാവരും എവിടെ? വേഗം എത്തിക്കോളൂ. സോ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് കൃതികിന് എങ്ങനെയാണ് ഇന്ന് പഠിക്കാൻ വേണ്ടത്? ഐ വിൽ ഷെയർ ടു ഓൾ. വെരി ഗുഡ്, താങ്ക് യു ഡിയർ. യെസ്, എങ്ങനെയാണ് ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൃതിക്? ഒന്ന് പറഞ്ഞേ. ബാക്കി ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഹൗ ആർ യു പ്ലാനിങ് ടു സ്റ്റഡി ടുഡേ? ലൈക്ക് ഇംഗ്ലീഷ് ചാപ്റ്റർ വൈസ് ആണോ, ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ ഫോക്കസ് കൊടുത്തിട്ടാണോ, ഗ്രാമറിലാണോ, അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലാണോ? ഹൗ ഡു യു പ്ലാൻ? വേഗം പറഞ്ഞേ, ഒന്ന് മെസ്സേജ് ചെയ്തേ. അപ്പോഴത്തേക്ക് ബാക്കി നമ്മുടെ ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്തോളൂ. പോരട്ടെ. ഞാൻ എപ്പോഴേ ഗ്രൂപ്പിൽ കയറി. കൃത്യവിൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം പെട്ടെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചാപ്റ്റർ വൈസ് വേണം. ഓക്കെ, ചാപ്റ്റർ വൈസ് വേണം അല്ലേ? സെറ്റാണ്, ഡോണ്ട് വറി. ചാപ്റ്റർ വൈസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമ്മറി പോലെ എല്ലാം ഒന്ന് പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഉറപ്പായിട്ടും വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് വേണം. ഓക്കെ, കൃതികിന് ചാപ്റ്റർ വൈസ് വേണം. നിവേദിന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. പിന്നെ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഫ്രണ്ട്. ഓക്കെ, വേഗം വന്നോളൂ. നമുക്കിപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല, ഫുൾ സെറ്റാക്കിയിട്ട് അങ്ങ് പോവാം നമുക്ക്. യെസ്, നിവേദിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ആയിക്കോട്ടെ, അതും അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെറുതെ ഡിസ്കസ് ചെയ്ത് പോകേണ്ടവർക്ക് അങ്ങനെയുമുണ്ട്. കാരണം ഇന്ന് മാരത്തോൺ ആണല്ലോ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. യെസ്, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു തംസ് അപ്പ് കാണിച്ച എല്ലാവരും, വന്നിട്ടുള്ള എല്ലാവരും ഒരു തംസ് അപ്പ് കാണിച്ചാൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓട്ടം തുടങ്ങാം നമുക്ക്, മാരത്തോൺ. സോ ആർ യു ഗൈസ് റെഡി? ഓക്കെ ആണോ? സെറ്റാണോ? ഇംഗ്ലീഷ് നാളെ പെട്ടിയിലാക്കാൻ ഇപ്പോൾ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണോ? നിവേദ് ഓക്കെ, തംസ് അപ്പ് വിത്ത് ഫയർ. എബിൻ, ചാപ്റ്റർ സമ്മറി ഉണ്ടോ? ഉണ്ടല്ലോ, ഇല്ലാതിരിക്കുമോ? ചാപ്റ്റർ സമ്മറി ഉറപ്പായിട്ടും ഉണ്ട്. എബിൻ ഉണ്ട്. എബിൻ റെഡിയാണോ? കൃതിക് പോയോ? കൃതിക് റെഡിയാണോ? ഒരു തംസ് അപ്പ് കാണിച്ചാൽ നമുക്ക് പോവാം. യെസ്, കൃതിക് കാണിച്ചു. എബിൻ ചാപ്റ്റർ വൈസ് സമ്മറി ഉണ്ട്. ചാപ്റ്റർ വൈസ് സമ്മറി വന്നു കഴിഞ്ഞു. യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈ ബൈ ലയം ഓ ഫ്ലാഹറ്റി. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണേ.
ബാക്കി വരുന്നവർ ജോയിൻ ചെയ്യുക, ഇതിലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല കൊമേഴ്സിലുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും വേണ്ട എല്ലാ ബാക്ക് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ജോയിൻ കമ്മ്യൂണിറ്റിയിൽ കൂടെ കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിച്ച് നല്ല സെറ്റായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലൈം ഓഫ് ലഹട്ടി. ആൻഡ് വാട്ട് ഈസ് ദിസ് ചാപ്റ്റർ? ഒരു യങ് സീഗളിൻ്റെ സ്റ്റോറിയാണ് അല്ലേ. മെയിൻ സമ്മറി നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, young seagull on a remote island, nervous and fearful about flying for the first time, takes off and discovers the joy of flying, experiences freedom and excitement, tricks of mother seagull to make him fly, falls into the water, summons courage to fly again, overcomes the setback. So the main character in this story is a young seagull. അല്ലേ, ആദ്യമായിട്ട് ഒരു കുഞ്ഞ് സീഗിളാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പേരൻസിൻ്റെ കൂടെ, ഫാദർ സീഗളിൻ്റെയും മദർ സീഗളിൻ്റെ കൂടെയൊക്കെ വളരെ എൻജോയ് ചെയ്ത് ആ ഒരു കംഫർട്ട് സോണിലെ, കുഞ്ഞായിരിക്കുമ്പോൾ പേരൻസിൻ്റെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് കംഫർട്ട് സോൺ ആയിട്ടുള്ളത്. ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ് നമ്മുടെ യങ് സീഗൾ. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ബേർഡാണ്, പറക്കണം, ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷേ ഈ കംഫർട്ട് സോൺ വിട്ട് അവന് വരാൻ ഭയങ്കര പേടി. ആ ഒരു കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് മെയിൻ റീസൺ ആണ്. അപ്പം അതുമാത്രമല്ല, സുഖിച്ച് ജീവിക്കുക, ഫുഡിന് ഫുഡ്, കെയറിന് കെയർ, സ്നേഹത്തിന് സ്നേഹം, അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ യങ് സീകൾ വിചാരിച്ചാൽ പിന്നെ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളത്. പക്ഷെ നമ്മുടെ മദർ സീകൾ വിടോ? ഇല്ല അല്ലേ. മദർ സീകൾ വിചാരിച്ചു ഇവനെ പറത്തേണ്ട സമയമായി കഴിഞ്ഞു. സോ ഹി പ്ലേ സം കൈൻഡ് ഓഫ് ട്രിക്സ്. എന്താണ്, പേരൻസും ബ്രദറും ഉൾപ്പെടെ എന്താണ് വേറെ ഒരു റിമോട്ട് റോക്കിൽ ചെന്ന് നിൽക്കും. ആ സമയം നമ്മുടെ യങ് സീഗൾ ഒറ്റയ്ക്കായി പോകും. ആൻഡ് ഹി ഹാസ് നോ അതർ വേ. എന്താണ്, ഫുഡില്ല, പേരൻസ് ഇല്ല, ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ രീതിയിൽ പോകുമ്പോഴത്തേക്ക് യങ് സീഗൾ ഭയങ്കര സങ്കടത്തിലായിപ്പോയി. പക്ഷേ he was nervous and fearful about flying for the first time. ആദ്യമായിട്ടൊന്ന് പറന്ന് കിട്ടുക എന്നുള്ളത് അത്രയും നെർവസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവൻ എന്നിട്ടും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫുഡ് കിട്ടേണ്ട സമയമായപ്പോൾ എന്താണ് മദർ സീഗൾ ചെയ്തത്? ഒരു കുഞ്ഞു ഫിഷിനെ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറന്ന് ഇങ്ങനെ കാണിച്ചു. ഇഫ് യു വാണ്ട് കം ആൻഡ് ഫ്ലൈ ആൻഡ് ഫെച്ച് ഇറ്റ് എന്ന് പറയും അല്ലേ. വേണമെങ്കിൽ പറന്ന് വന്ന് എടുക്കുമെന്ന് പറയും. അവൻ ജസ്റ്റ് പറന്ന് വരാനായിട്ട് നോക്കും, അമ്മ പിന്നെയും പൊക്കും, പിന്നെയും പറക്കും, പിന്നെയും പൊക്കും, ആ ഒരു രീതിയിൽ. സോ that was the trick played by mother seagull to make him fly. പക്ഷേ ആദ്യം കയറിയിട്ട് പറന്നു പോയി എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ സൂപ്പർ മൂവീസിലൊന്നും കാണുന്ന പോലെയല്ല. പല ഭാഗത്ത് തെറ്റുപറ്റും, വീണ് പോകും. പക്ഷെ ഫൈനലി അദ്ദേഹം നമ്മുടെ യങ് സീഗൾ പറന്നു അല്ലേ. സോ ഹി ഓവർകംസ് ഓൾ കൈൻഡ്സ് ഓഫ് സെറ്റ് ബാക്ക്. അങ്ങനെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു യങ് സീഗളിൻ്റെ കഥയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ അബൌട്ട് ദ സ്റ്റോറി. ഓക്കെ, യെസ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഐ വിൽ ഫ്ലൈ ആണ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്ക് ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ്റെ അങ്ങേ അറ്റാണല്ലേ യൂണിറ്റ് 1 തരുന്നത്. യങ് സീഗളിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുള്ള ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു കുഞ്ഞു വാവയുടെ സ്റ്റോറിയിൽ നിന്നിട്ട് നമ്മുടെ നേരെ വന്നത് ഇതിലോട്ടാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ്. സോ വാട്ട് ഈസ് ദ സമ്മറി ഓഫ് ദ സ്പീച്ച്? എന്താണ് ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേഷൻ? എന്തിൻ്റെ ഇനോഗ്രേഷനാണ് APJ അബ്ദുൽ കലാം പോകുന്നത്? വേഗം പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജും കൂടെ ചെയ്യണം. മിസ് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മെസ്സേജും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമുക്ക് മാക്സിമം ഇത് ആക്റ്റീവ് ആക്കാം. നിങ്ങളുടെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് പോകാം. അല്ലെങ്കിൽ ഇതൊരു വൺ മാൻ ഷോ ആയിട്ട് പോയില്ലേ. സോ മേക്ക് യൂസ് ഓഫ് ദിസ് കമൻറ്റ് സെക്ഷൻ ടു. സമ്മറി ഓഫ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ ബൈ APJ അബ്ദുൽ കലാം ആണ്, സ്പീച്ചാണ്. APJ Abdul Kalam went to a village to inaugurate a program called Shastrayan, which means the propagation of science. Shastrayan എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പം അവിടെ വെച്ച് അദ്ദേഹം ഡെലിവർ ചെയ്യുന്ന സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ദ ടോപ്പിക് ഓഫ് ദ സ്പീച്ച് വാസ് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എത്രത്തോളം ഒരു രാജ്യത്തെ ഡെവലപ്ഡ് ആക്കും, അല്ലെങ്കിൽ അതിനെ ഒരു പരിധി വരെ അതിനെ എന്താണ് ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത്. ഹേ ഗായ്സ്, എല്ലാവരും ഒന്ന് വേഗം വന്ന് ലൈക്ക് അടിക്കുക. പിന്നല്ല, കൃതിക് ഫുൾ പവറിലാണല്ലേ. ഇതാ നോക്ക, ലൈക്ക് അടിച്ചിട്ട് മിണ്ടാതിരുന്നാൽ മാത്രം പോലെ നമ്മുടെ ആൻസർ. ഇപ്പം ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. ഇത് ആരാണ്, എന്തിനെക്കുറിച്ചാണ്, വാട്ട് ഈസ് ദ സമ്മറി, അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് മതി. മാക്സിമം ആക്റ്റീവ് ആക്കാം. നമുക്ക് നല്ല കളിച്ച് നല്ല റിലാക്സ് ആയിട്ട് പഠിക്കാം. ഓക്കെ,
യെസ്, നോ ഫോർമാലിറ്റി. വലിയ ഫോർമലായിട്ട് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യൊന്നും വേണ്ട. എക്സാം ആണെന്ന് കരുതിയിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. യെസ്, APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചാണ്. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം വില്ലേജിൽ ഇനോഗ്രേഷന് പോയപ്പം അവിടെ വെച്ച് ഡെലിവർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ചാപ്റ്റർ. ആൻഡ് ദ ടോപ്പിക് ഓഫ് ദ സ്പീച്ച് ഇസ് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. സയൻസും ടെക്നോളജിയും ഒരു രാജ്യത്തെ ഡെവലപ്ഡ് ആക്കാനായിട്ട്, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു സ്പീച്ച്. After the speech, a nervous boy asked him, "Sir, I want to become a marine engineer. I want to travel on a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I able to do all these, sir?" അപ്പോൾ സ്പീച്ച് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇൻറ്ററാക്റ്റീവ് സെഷൻ കാണും. അപ്പോൾ വളരെ പേടിച്ചൊരു കുട്ടി എന്നിട്ട് ചോദിക്കും, സർ എനിക്ക് ഒരു ഷിപ്പ് കാണണം എന്നുണ്ട്, അതിലൊന്ന് യാത്ര ചെയ്യണം എന്നുണ്ട്. ആദ്യം പറഞ്ഞു ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ, എനിക്ക് ശാസ്ത്രയാൻ. ഓക്കെ, അതേപോലുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ആൻസറും പോരട്ടെ. എബിൻ, നിവേദ് ആക്റ്റീവ് ആവട്ടോ. യെസ്, ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ എന്ന് പറയും. പിന്നെ പറഞ്ഞു എനിക്ക് ഷിപ്പിലൊന്ന് യാത്ര ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ആ ഷിപ്പിൻ്റെ ഒരു ക്യാപ്റ്റൻ ആകണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ആ ഒരു ഷിപ്പ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. എന്നെക്കൊണ്ട് ഇതിന് എങ്ങനെയെങ്കിലും പറ്റുമോ സർ? ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ, ഫോർ എ ബോയ് ലൈക്ക് മീ ടു ഡ്രീം അബൌട്ട് ഓൾ ദീസ് തിങ്സ് എന്ന് ചോദിക്കും. അപ്പം recites a beautiful Asian poem named I Will Fly. I Will Fly എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പോയമാണ് അദ്ദേഹം റിസൈറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ്, ആ പോയമാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. എന്താണ് ആ പോയം? I am born with potential, I am born with goodness and trust, I am born with ideas and dreams, I am born with greatness, I am born with confidence, I am born with wings, so I am not meant for crawling. I have wings, I will fly and fly. അല്ലേ? എത്ര ബ്യൂട്ടിഫുൾ ലൈൻസ് ആണ് ഈ ഒരു പോയത്തിൽ അദ്ദേഹം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ലൈൻസ് കേട്ടോ. എല്ലാ പൊട്ടൻഷ്യലോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ഭൂമിയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? വിശ്വസിക്കുക, അതിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാ ഗുഡ്നെസ്സും ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി യു ഹാവ് വിങ്സ്, നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകുകളുണ്ട്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിങ്. പറക്കാൻ ചിറകുകളുള്ളപ്പോൾ ഞാൻ എന്തിനിങ്ങനെ എഴഞ്ഞ് ഈ ഭൂമിയിൽ കൂടെ ജീവിക്കണം? സോ ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ. ഇഫ് ഐ ഹാവ് വിങ്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ഫ്ലൈ. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. പറന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയാണ് അദ്ദേഹം റിസൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഇന്നർ മീനിങ് ഓഫ് ദിസ് പോയം? ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? It is the comparison of others that makes you down. നിങ്ങൾ എന്ന് പറയുന്നത് യുണീക്കാണ്. ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേപോലെ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം എന്താണ്? യുണീക്കാണ്. വേറെ ഒരാളെ പോലെ എന്നുള്ള ഒരു കമ്പാരിസണിലാണ് പലരും ഡൗൺ ആയി പോകുന്നത്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്പാരിസൺ നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കും. എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഇസ് യു. നിങ്ങളാണെന്നുള്ള ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് ജീവിക്കുക. ആൻഡ് ഹി ഓൾസോ ഗിവ്സ് us a great message that never stop fighting until you arrive at your destined place. That is a unique you. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സ്ഥലത്ത് എത്തുന്നവരെ നെവർ ഗീവ് അപ്പ്. നാളെ ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുന്നത് വരെ നെവർ ഗീവ് അപ്പ്, നെവർ എൻഡ് ദിസ് യൂട്യൂബ് ചാനൽ കേട്ടോ. അത് സെറ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ തിരിച്ചു പോവുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് പറയുന്നത്. സോ ബി യു, ബി യുണീക്ക്. വേറെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങളാകാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് യു ഹാവ് ഗോട്ട് യുവർ വിങ്സ്. സോ if you have wings, so you are not meant for crawling എന്നുള്ള ആ ഒരു മെസ്സേജ് അത് ഓർത്തിരിക്കുക ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് പറയട്ടെ. APJ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു സ്പീച്ച് നിങ്ങൾ വായിച്ചു, വളരെയധികം മോട്ടിവേഷൻ ഉണ്ടായി. യു വാണ്ട് ടു ലെറ്റ് യുവർ ഫ്രണ്ട് നോ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഓർ ഹൗ യു വർ മോട്ടിവേറ്റഡ് ആഫ്റ്റർ റീഡിങ് ദിസ് സ്പീച്ച് എന്നുള്ള കാര്യം. സോ ബേസ്ഡ് ഓൺ ദിസ് ഡ്രാഫ്റ്റ് എ ലെറ്റർ, ഒന്നെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ ആ കാര്യത്തിലൊക്കെ എന്ത് വേണം?
അശ്വനാണോ അശ്വിനാണോ? ഹലോ അശ്വിൻ, വെൽക്കം വെൽക്കം. നമ്മൾ ചാപ്റ്റർ വൈസ് സമ്മറി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയത്. വെൽക്കം വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. സോ കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, കമ്മ്യൂണിറ്റി യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, നോട്ട്സ് എല്ലാം യൂസ്ഫുൾ ആക്കുക. ഓക്കെ, നാളെയാണ് എക്സാം, നമുക്ക് സമയം കളയാനില്ല, ഡയറക്റ്റായിട്ട് പോവുകയാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ഓക്കെ, യെസ്. എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? യെസ്, APJ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു ഐ വിൽ ഫ്ലൈ ബേസ്ഡ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 ലൈൻസ് ഓർത്തിരിക്കണം. I am born with wings, and so I am not meant for crawling. I have wings, I will fly and fly. I'm not meant for crawling. I will fly because I have got my own wings എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കണം. എവിടെയെങ്കിലും അത് നിങ്ങളായിട്ട് എഴുതി വെക്കണം. ഓക്കെ, എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആൻസേഴ്സും നിങ്ങളെയും എന്താക്കും? യുണീക്ക് ആക്കും. ഓക്കെ, അനന്തകൃഷ്ണൻ, ഹലോ അനന്തകൃഷ്ണൻ, ഹൗ ആർ യു? നാളെ എക്സാം ആണ്, നമുക്ക് പൊളിക്കണ്ടേ? ഓക്കെ, വേഗം 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 വന്നോളൂ. യെസ്, അപ്പം ഈ 2 കാര്യങ്ങളും പിന്നെ വേറെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് അതേഴ്സ് ദാറ്റ് മേക്സ് യു ഡൗൺ. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ എന്താണ് ലെവൽ ഒന്ന് താഴ്ന്നു പോകുന്നത്. ബിക്കോസ് യു ആർ യുണീക്ക്, ബി യു. കേട്ടോ, വേറെ ആരും ആകാൻ ശ്രമിക്കരുത്, നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ഓക്കെ, യെസ്. Then next question, next chapter എന്ന് പറയുന്നത് ഏതാണ്? Quest for a Theory of Everything, which is a very beautiful life lesson by Kitty Gill Fredrickson, right? Yes, ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇതിൻ്റെ സമ്മറി? പറഞ്ഞേ. കൃതിക് പോയോ? കൃതിക്, ആരെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഇത്? വേഗം മെസ്സേജ് ചെയ്തേ, കമൻറ്റ് ചെയ്തേ. നോക്കട്ടെ ഇവിടെ ഉണ്ടോ, അത് ഇറങ്ങിപ്പോയോ ഞാൻ നോക്കട്ടെ. കൃതിക്കാണ് ശാസ്ത്രീയ എന്നുള്ള ആൻസർ പറഞ്ഞത്. ആരെങ്കിലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അയ്യ ജസ്റ്റ് ചാപ്റ്റർ സ്ലൈഡും മാറ്റിയിട്ട് ഇത് തന്നിട്ടാണല്ലേ, ഹിൻറ്റ് തന്നിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആരുടെ ലൈഫ് ലെസൺ ആണ് നമ്മൾ പഠിക്കുന്നത്? മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വേഗം കമൻറ്റ് ചെയ്തേ. പോരട്ടെ വേഗം വന്നോളൂ, കമൻറ്റ് ചെയ്യട്ടോ. സ്റ്റീഫൻ ഹോക്കിങ്സ്, യെസ്, വെരി ഗുഡ്. അശ്വിൻ സ്കോർ ചെയ്തു അല്ലേ? Okay, very good. Story of Stephen Hawking, who has overcome his crippling disease to become the supernova of world physics. നമ്മുടെ എന്താണ് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും അയ്യോ വയ്യ, ഐ എം ഗോണ ഗീവ് അപ്പ് എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ലെജൻഡിൻ്റെ സ്റ്റോറിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്, ഹു ഹാസ് ബിക്കം സൂപ്പർനോവ ഓഫ് ഫിസിക്സ് അല്ലേ. അതും ക്രിപ്ലിംഗ് ഡിസീസ് പോലെയുള്ള വളരെ മാരകമായിട്ടുള്ള ഒരു രോഗത്തെ അതിജീവിച്ചുകൊണ്ട് വേൾഡിനെ തന്നെ ഇളക്കി മറിക്കുന്ന തിയറി ആയിട്ടും ബുക്കുമായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. ആൻഡ് ദിസ് ചാപ്റ്റർ ഇസ് അബൌട്ട് ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്, a great modern scientist, and he's facing a tough disease that made him very sick. He didn't give up. അദ്ദേഹം അതിൽ തളർന്നോ? അത് ഓക്കെ, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഐ എം മെന്റ് ടു ബി ദിസ്, ഐ എം മെന്റ് ഫോർ ക്രോളിംഗ് എന്നുള്ള രീതിയിലാണോ? ഇല്ല, ക്രോളിങ്ങിന് എന്നെ കിട്ടില്ല, ബിക്കോസ് ഐ വിൽ ഫ്ലൈ, ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ വിങ്സ്. നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ആ ലൈൻസ് ഇങ്ങോട്ട് കടമെടുത്തു അല്ലേ? യെസ്. ഇൻസ്റ്റഡ് ഹി kept learning and became one of the most famous scientists in the world, and he was born on January 8, Oxford, England. Came from a modest background. Despite plans for the Westminster School, illness led him to attend the local St. Albans School. അതായത് അദ്ദേഹത്തിൻ്റെ കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിനൊക്കെ പറയുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? At 8 he was thinking seriously about becoming a scientist. Okay, but his father encouraged him to go into medicine like him. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഡോക്ടർ ആയിരുന്നു, അതുകൊണ്ട് മകനും ആ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുള്ള. നെറ്റ് കുറവാണെന്നോ? അയ്യോ, നെറ്റൊക്കെ നമ്മൾ സെറ്റാക്കും അല്ലേ? നെറ്റിനൊന്നും നമ്മളെ തളർത്താനാവില്ല. യെസ്, അദ്ദേഹത്തിൻ്റെ ഫാദർ മെഡിസിൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ മകനും ആ ഒരു ഫീൽഡിലേക്ക് വരണം എന്നായിരുന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്സിന് അതായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തായിരുന്നു? സയൻസ് ഫീൽഡിലേക്ക് കടന്നു ചെല്ലണം. വീഡിയോ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ഇപ്പം എന്താ ചെയ്യുക? സെറ്റാക്കാൻ നോക്ക്. അവൈലബിൾ ആയിരിക്കും, എന്തായാലും വീഡിയോ അവൈലബിൾ ആയിരിക്കും. പെട്ടെന്ന് ആക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഓക്കെ,
Yes. Then young Stephen was just an ordinary schoolboy, slow in learning to read and with horrible handwriting. At 8, Stephen Hawking wanted to be a scientist, and despite his father's push for medicine, Stephen found it weak. At 14, he chose mathematics and physics against his father's preference for teaching. Stephen studied natural science at Oxford, specializing in physics. So, ഇതിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ആദ്യം സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഫാദറിൻ്റെ ആ ഒരു ഫോഴ്സ് കാരണം പല സബ്ജക്ട്സും പഠിക്കേണ്ടി വന്നു. ബട്ട് ലേറ്റർ അദ്ദേഹം സ്വപ്നം കണ്ട ആ ഒരു ജീവിതം തന്നെ എങ്ങനെ നേടിയെടുത്തു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഏത്? The quest for theory of everything എന്ന് പറയുന്നത്. Stephen Hawking's first year at Cambridge was challenging due to a lack of mathematical background, making general relativity difficult. By his third year at Oxford, he began experiencing increased clumsiness, which worsened at Cambridge. അപ്പം ആ ഒരു സിറ്റുവേഷൻ, ഒന്നാമത്തെ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിലോട്ട് പോകുന്നു, പിന്നെ പുതിയ സ്ഥലത്തേക്ക് എത്തുന്നു. ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എന്തുണ്ട്? ഇതേപോലെ ഒരു ഡിസീസിൻ്റെ ഒരു അവസ്ഥ കൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിലൊന്നും തളർന്നില്ല. യെസ്, what is the name? ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്, SHXA. What's your name? Anyway, welcome to Elance tuition. Okay? Yes. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും നല്ല കൂട്ടത്തോടെ വന്ന് ഉഷാറായിട്ട് പഠിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് മിസ് പറയുന്നത് എന്തിനാണ്? കൂടുതൽ പേര് ഇതിലേക്ക് വന്നിട്ട് നമുക്ക് എന്താണ് സൂപ്പർ ആക്കണം അല്ലേ ക്ലാസ്? യെസ്. Then, despite health issues, he, with Brandwood support, published A Brave History of Time in 1988. So, നമ്മുടെ ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ച ഒരു ബുക്കായിരുന്നു അതെന്ന് പറയുന്നത്. And Hawking faced tough times but kept going, and he became one of the greatest minds. His story encourages us to do our best even when things are hard. കഷ്ടപ്പെട്ട് നമുക്ക് പറ്റില്ല, ഇത് ഡെഡ് എൻഡാണ്, ഇതിൻ്റെ മുന്നേക്ക് ഒന്നുമില്ല എന്ന് കരുതുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തെ പോലുള്ളവരുടെ സ്റ്റോറീസ് മാത്രം മനസ്സിലേക്ക് വിചാരിച്ചാൽ മതി. ഒരു ചെറിയ കാര്യം മതി ഇപ്പോൾ തളർന്ന് വാടിക്കുഴഞ്ഞ് വീഴാനായിട്ട്. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള എന്താണ് സൂപ്പർനോവ ഓഫ് ഫിസിക്സ് ആയ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ആയതല്ല. ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടാണ് ആയത്. സോ അതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ലെസൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കാം. അല്ലാതെ തന്നെ ഇമെയിൽസ് വരാം, അതേപോലെ ലെറ്റേഴ്സ് വരാം, ഹൗ ഇറ്റ് ഇൻസ്പയർഡ് യു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. പ്രൊഫൈൽ റൈറ്റിംഗ് നോക്കി വെച്ചാൽ ടോപ്പ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്നാലും ചില കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ നിന്ന് ഓർത്ത് വെച്ചിട്ട് അത് നിങ്ങളുടെ യുണീക്കായിട്ട്, APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ യുണീക്കായിട്ട് ആൻസർ മാറ്റാനായിട്ടും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് എക്സാംസിന് വളരെയധികം സ്കോർ ചെയ്യാനായിട്ടും പറ്റും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. യെസ്. Next chapter, If by Rudyard Kipling. And what is the summary of this poem? If by Rudyard Kipling is a poem that gives advice on how to be a strong and good person. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ +1 കുട്ടികൾക്ക് മോട്ടിവേഷൻ തന്ന് അങ്ങ് ലെവലാക്കും, ലെവൽ മാറ്റും. അതേപോലുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. It talks about staying calm in tough times, being determined and believing in yourself. ഒരുപാട് എന്താണ് നമ്മളെ മാറ്റിമറിക്കുന്ന സിറ്റുവേഷൻ വന്നാൽ, ട്രബിൾസ് വന്നാൽ അതിൽ തളർന്നു പോകരുത്. നെവർ ഗീവ് അപ്പ്. കാമായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫോക്കസിൽ തന്നെ ജീവിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. മിസ്സേ PYQ ഇടോ? PYQ ഉണ്ട് എല്ലാവരുടെയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കൃതിക്കും ആരായിരുന്നു, എബിനും ഒക്കെ വന്നിട്ട് പറഞ്ഞു ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു എന്താണ് PYQ വേണം എന്ന്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. PYQ ലേറ്റർ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ സമ്മറി കഴിഞ്ഞ ഉടനെ വരുന്നതുമായിരിക്കും. ടൈറ്റൻ ഗെയിമിംഗ്, ഹലോ, ഹായ് ടൈറ്റൻ ഗെയിമിംഗ്. യെസ്. സോ ഇതിൻ്റെ ഈ ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഏതൊക്കെ രീതിയിൽ ചോദിക്കാം? ചിലപ്പോൾ പരിചയമില്ലാത്ത ഒരു ഒരു പോയം തന്നിട്ട് വിച്ച് വുഡ് ബി സിമ്പിൾ, നിങ്ങൾ ഭയങ്കര അങ്ങോട്ട് മനസ്സിലാകാത്ത സ്ട്രോങ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പോയം ആയിരിക്കില്ല. സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കാം. ബട്ട് അറ്റ് ടൈംസ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് you will get questions asking like compare and contrast with another poem. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോയം വെച്ചിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പോയം തന്നിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഇതിന് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, വിച്ച് വൺ അപ്പിയർ ടു ബി മോർ അപ്പീലിംഗ് ഫോർ യു എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. ഗ്രാമർ എടുക്കുമോ മിസ്? ഗ്രാമർ ഉണ്ട്. ഇന്നലെ അശ്വൻ ക്ലാസ്സിൽ കയറിയില്ല അല്ലേ? ഫുൾ ഗ്രാമർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്.
ഇന്നലെ എവിടെ പോയിരുന്നു? എഡിറ്റിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അശ്വിൻ, ഡോണ്ട് വറി. ഓക്കെ, യെസ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേ കാം ഇൻ ടഫ് ടൈംസ്, വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾസ്. നാളത്തെ ഇംഗ്ലീഷ് എക്സാം അല്ലേ, ആ ഒരു രീതിയിൽ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് മാത്രം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് നിൽക്കുക. തിങ്ക് ഫോർ യുവർ സെൽഫ്, ഡോണ്ട് ജസ്റ്റ് ഫോളോ ദ ക്രൗഡ്. ഒഴുക്കിനനുസരിച്ച് നീന്താതെ ഒഴുക്കിനെതിരെ നീന്തുമെന്ന് പറയില്ലേ, ക്രൗഡിനെ ഫോളോ ചെയ്യല്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരിയായിട്ട് ചെയ്യൂ. ഹാൻഡിൽ സക്സസ് ആൻഡ് ഫെയിലിയർ വിതൗട്ട് ഗെറ്റിംഗ് ടു ഹൈ ഓർ ടു ലോ. എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാകുമ്പോഴത്തേക്ക് വാവ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തോൽവി ഉണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പോവാതെ, രണ്ട് എക്സ്ട്രീംസിലേക്ക് പോവാതെ നടുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം അല്ലേ. ദെൻ ബിലീവ് ഇൻ യുവർ സെൽഫ് ബട്ട് നോ യുവർ ലിമിറ്റേഷൻസ്. നിങ്ങൾക്ക് എവിടെ ഒരു ലിമിറ്റേഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളത്, ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ഡ്രീം ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ സെറ്റ് ചെയ്യേണ്ടടുത്ത് ലിമിറ്റേഷൻ സെറ്റ് ചെയ്തിരിക്കണം. അത് എവിടെയാണെന്ന് പ്രോപ്പർ പോയിന്റ് മനസ്സിന് കൊടുക്കുക. ദെൻ ബി പേഷ്യൻറ്റ്, സമാധാനത്തിലിരിക്കുക, വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ ഇരിക്കുക. ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്, സ്റ്റിക്ക് ടു യുവർ പ്രിൻസിപ്പിൾസ് ആൻഡ് ഡു വാട്ട്സ് റൈറ്റ്. എന്താണോ ശരി അതിന് ആദ്യം തന്നെ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് എന്നാണ് പറയുന്നത്. ഷോ എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. സെൽഫ് ലവ് എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ കൂടെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ബൗൺസ് ബാക്ക് ഫ്രം സെറ്റ് ബാക്സ്, നെവർ ഗീവ് ബാക്ക്. സോ എന്തെങ്കിലും ഒരു തോൽവി വരികയാണെങ്കിൽ അവിടെ തളർന്നു പോകാതെ മുന്നോട്ട് അടിക്കുക അല്ലേ, തിരിച്ചടിക്കുക, തളർന്നു പോവുകയല്ല, നെവർ ഗീവ് അപ്പ് എന്നുള്ള ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു പോയത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതൊക്കെ ലൈഫ് ലെസൺസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതും കൂടിയാണ്. നാളത്തെ എക്സാമിന് കഴിഞ്ഞിട്ട് ഇത് മറന്നു പോകരുത്, നിങ്ങളുടെ ലൈഫിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഋഷിരാജ് ഹാർട്ട് കാണിച്ചിട്ടുണ്ട്, അപ്പം ഞാനും ഹാർട്ട്. ഓക്കെ, യെസ്. അടുത്ത ചാപ്റ്റർ ഏതാണ്? ആൻഡ് ദെൻ ഗാന്ധി കെയിം ചോദിച്ച ഒരാൾ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ പേര് മറന്നുപോയി. ആരാ ഇവിടെ ഇപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ. യെസ്, ബൈ ജവഹർലാൽ നെഹ്റു. ആൻഡ് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം, ജവഹർലാൽ നെഹ്റു, എക്സെപ്റ്റ് ഫ്രം വിച്ച് തിങ്? ബുക്കിൻ്റെ പേര് പറഞ്ഞോ. ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾ, വേഗം പറഞ്ഞേ. This is taken or this is an excerpt from dash. Question to you. Tick 1, tick 2, tick 3, tick 4, tick 5. പറഞ്ഞില്ല? ആരും പറഞ്ഞില്ല? കൃത്തിക് പോയോ നെറ്റ് കുറവാന്നും പറഞ്ഞിട്ട്? ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നമുക്ക് പഠിക്കാനുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ പോർഷനാണ്. മെസ്സേജ് ചെയ്തേക്കണേ. ഓക്കെ, ഡിസ്കവറി ഓഫ് ഇന്ത്യ ബൈ ഗോപി കെ കെ. ഓക്കെ, ഗോപി കെ കെ. മിണ്ടാതിരുന്നിട്ട് കണ്ടോ സ്കോർ ചെയ്ത് പോകുന്നത് കണ്ടോ പിള്ളേർ? യെസ്, ഗോപി കെ കെ. വെരി ഗുഡ്. ഇത്തവണ ഡിസ്കവറി ഓഫ് ഇന്ത്യ അശ്വം కొంచెం ലേറ്റായി പോയാച്ചിടാ, പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം പിടിക്കാം. ഗോപിയാണ് ഇത്തവണ സ്കോർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് പാർട്ട് ഇസ് ഫ്രം ജവഹർലാൽ നെഹ്റുസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അബൌട്ട് മഹാത്മാ ഗാന്ധി ജോയിനിങ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് ഹൗ ഹി ചേഞ്ച് ദ ഫ്രീഡം മൂവ്മെന്റ്. ഗാന്ധി ഇൻസ്പയർഡ് ആൻഡ് ഗേവ് ഹോപ്പ് ടു പീപ്പിൾ, പ്ലേയിങ് എ ബിഗ് റോൾ ഇൻ ഇന്ത്യ ഗെയിനിങ് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഗാന്ധി കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഗാന്ധി എത്രത്തോളം നമ്മുടെ മുന്നിൽ ഒരു റോൾ മോഡലായി സെറ്റ് ചെയ്ത് നിന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു റിയൽ ലൈഫ് അല്ലേ. ആസ് എൻ ഇന്ത്യൻ വി ഓൾ ഷുഡ് നോ അബൌട്ട് ദിസ് സ്റ്റോറി. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് പീപ്പിൾ വെർ വറീഡ് അബൌട്ട് ഹൗ ടു ഇംപ്രൂവ് ഇന്ത്യ ബിക്കോസ് ഇറ്റ് വാസ് വെരി പുവർ ആൻഡ് സാഡ്. അറിയാം, അത്രയും നീണ്ട ബ്രിട്ടീഷ് റൂളിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിവിഷൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് കൊണ്ടുവരണ്ടേ നമ്മുടെ ഇന്ത്യനെ? നമ്മുടെ മോഹൻലാൽ പറയുന്നല്ലോ, ഓജസ്സും തേജസ്സും ഉള്ള ഇന്ത്യ ആയിട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിന് എന്തൊക്കെ ചെയ്യാം? പീപ്പിൾ വെർ സോ വറീഡ്, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗാന്ധിയുടെ എൻട്രി എന്ന് പറയുന്നത് അല്ലേ. ഫോർ എ ലോങ് ടൈം ഇന്ത്യൻസ് ഹാഡ് വർക്ക് ഹാർഡ് ബട്ട് ഇറ്റ് മെയ്ഡ് ദം ടയേർഡ് ആൻഡ് they actually had no idea like what to do, how to maintain that India, നമ്മുടെ ആ സോ കോൾഡ് ഇന്ത്യൻ ലെവൽ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് they had no idea. Then Gandhi came like a strong wind of fresh air and light എന്നാണ് പറയുന്നത്.
പ്രകാശം പരത്തിക്കൊണ്ട് നമ്മുടെ ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴല്ല വരുന്നത്, ഓൾറെഡി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഫ്യൂച്ചർ തന്നെ മാറ്റിമറിച്ചു. ഹി ഡിഡ്ന്റ് കം ഫ്രം ദ സ്കൈ. പ്രകാശം പരത്തിക്കൊണ്ട് വന്നു എന്ന് വെച്ചാൽ ദൈവപുത്രനെ പോലെ ആകാശത്തുനിന്ന് പൊട്ടി വീണു എന്നാണോ? അല്ല അല്ലേ. ഹി വാസ് വൺ ഓഫ് ദ റെഗുലർ പീപ്പിൾ, ജസ്റ്റ് ലൈക്ക് എനി അതർ ഓർഡിനറി ഇന്ത്യൻ. ഹി വാസ് ഓൾസോ എ ഓർഡിനറി മാൻ ലൈക്ക് ദാറ്റ്, ടോക്കിംഗ് ഇൻ എ വേ എവറി വൺ കുഡ് അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുന്ന, എല്ലാവരുടെയും ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാവരുടെയും വ്യൂ പോയിന്റ്സിനെ കളക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വമായി അദ്ദേഹം നിലനിന്നു. ഗാന്ധി ഓൾവേസ് ടോൾഡ് ദ ട്രൂത്ത് ഈവൻ വെൻ ഹി വാസ് എ പൊളിറ്റീഷ്യൻ, വിച്ച് മെയ്ഡ് ഹിം സ്റ്റാൻഡ് ഔട്ട്. ആൻഡ് വാട്ട് മെയ്ഡ് ഹിം ഒരു സ്പെഷ്യൽ പേഴ്സൺ, ഓഫ് കോഴ്സ് ഇതെന്താണ് ഈ ബാഡ് ബോയ്സ്? കുറച്ച് ലേറ്റായി പോയല്ലോ മോനെ. യെസ്, ആർ യു ഫീലിംഗ് ബ്ലെസ്ഡ്? ഇമോജിയൊക്കെ കണ്ടല്ലോ. യെസ്, ഹി ഇൻഫ്ലുവൻസ് ലോഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആൻഡ് ഹിസ് പ്ലാൻ ഹാഡ് 2 parts, സ്റ്റോപ്പിംഗ് ഫോറിൻ റൂൾ ആൻഡ് ഫിക്സിംഗ് പ്രോബ്ലംസ് ഇൻ അവർ ഓൺ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലല്ലേ ആ ഫോറിൻ റൂൾ മാറ്റിയിട്ട് ഫിക്സിംഗ് ദ പ്രോബ്ലംസ് ഇൻ അവർ ഓൺ കൺട്രി. നമ്മുടെ ഇന്ത്യൻസ് തന്നെ വേറൊരാളുടെ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലല്ല ഇന്ത്യ നിൽക്കേണ്ടത്. ഇന്ത്യ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതും ബാക്കി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും നമ്മൾ തന്നെയാണ്. കൃത്തിക്കിൻ്റെ ഫ്രണ്ട് ആണല്ലേ? യെസ്, ഫർഹാൻ അല്ലേ? ഫർഹാൻ ആണോ? ഓക്കെ, കൃത്തിക്കിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫർഹാൻ നമ്മുടെ ലൈവിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. യെസ്, ഇത്രയും നല്ല ഇൻട്രൊഡക്ഷൻ പോരെ കൃത്തിക്ക് നിൻ്റെ ഫ്രണ്ടിന്? യെസ്, യാ. എവിടെയാണ് നമ്മൾ നിർത്തിയത്? The group he was a part of Congress wanted India to be free, but they also aimed for everyone to be united. They believed in solving issues peacefully, like helping different groups and ending untouchability. നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ പ്രിവലൻ്റ് ആയിരുന്ന കുറച്ച് ഈവിൾസ് ഇൻ ദ സൊസൈറ്റി ഉണ്ട്. അതിനെ പാടെ തുടച്ചു നിൽക്കാൻ, എസ്പെഷ്യലി ലൈക്ക് അൺടച്ചബിലിറ്റി പോലുള്ള കോൺസെപ്റ്റിനെ മാറ്റാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഹൗ ഹി സെറ്റ് ഹിംസെൽഫ് ആസ് എ റോൾ മോഡൽ ഫോർ അതേഴ്സ് എന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് അത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, ഞാൻ മെസ്സേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ. യെസ്, നമ്മുടെ ഗാന്ധിയുടെ മെയിൻ എയിം എന്തായിരുന്നു? ഹി വാണ്ടഡ് ടു എൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബൈ ചേഞ്ചിങ് ഹൗ പീപ്പിൾ തോട്ട്. നമ്മുടെ ഒരു രാജ്യം നന്നാകണമെങ്കിൽ ഒബ്വിയസ്ലി അവിടെയുള്ള ആൾക്കാരുടെ ചിന്താഗതിയിലും കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വേണം അല്ലേ? നമ്മുടെ പഴകിയ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അതുപോലുള്ള കുറേ കസ്റ്റംസും ട്രഡീഷൻസും ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഹി ടോൾഡ് ദം ടു ഗീവ് അപ്പ് ടൈറ്റിൽസ് ആൻഡ് ലിവ് സിംപ്ലർ ലൈവ്സ്. കോൺഗ്രസ് ലീഡേഴ്സ് വിസിറ്റഡ് വില്ലേജസ് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ സ്ട്രഗിൾ. സോ ലീഡേഴ്സ്, ബീയിങ് എ ലീഡർ, വാട്ട് ഡിഡ് ഹി ഡു? വില്ലേജസ്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അറിയാൻ നിങ്ങൾ വില്ലേജസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വാട്ട് ഡിഡ് ദേ ഡു? അങ്കിത്, ഹേ അങ്കിത്. അപ്പം വില്ലേജസിലേക്ക് പോവുക, അവിടുത്തെ ലൈഫ് കണ്ടാൽ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. So Gandhi dreamed of a united India with no rich or poor, no untouchability and equal rights for women. കൃത്തിക്കിൻ്റെ ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത് ഇവിടെ മൊത്തം. ഓക്കെ, കൃത്തിക്കിൻ്റെ രണ്ടാമത്തെ ഫ്രണ്ടായിട്ടുള്ള അങ്കിത്തിനും വെൽക്കം. ഓക്കെ മതിയല്ലോ അല്ലേ? കൃത്തിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതേപോലെ മാക്സിമം ഫ്രണ്ട്സ്, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിക്കുക. എല്ലാവരും വേഗം വരിക. ഓക്കെ, യെസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഗാന്ധി സ്വപ്നം കണ്ടിട്ടുള്ള ഇന്ത്യ എന്താണ്? ഇന്ത്യ വിത്ത് നോ റിച്ച് ഓർ പുവർ, വലിയവനെന്നോ ചെറിയവനോ എന്നുള്ള ആ ഒരു വേർതിരിവുള്ള ഒരു ഇന്ത്യ അല്ല വേണ്ടത്. എവ്രി വൺ ഈസ് ഈക്വൽ, നോ അൺടച്ചബിലിറ്റി. അതിനെ തൊടാൻ പാടില്ല, ഇതേ തൊടാൻ പാടില്ല. റിച്ച്, പുവർ, ഹൈ, ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേണ്ട. നോ അൺടച്ചബിലിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൻ. ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ ഇറ്റ്സ് നോട്ട് അലൗഡ്. വുമൻ ആർ ജസ്റ്റ് ലൈക്ക് മെൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഫ്രീ വുമൻ, ഫ്രീ ഇന്ത്യ അല്ലേ? യെസ്. ഹായ് മിസ്സേ ദേവിക രഖന. ലേറ്റ് ആയതുകൊണ്ടാണോ മിസ്സേക്കൊരു നീളം? Gandhi thought Indian culture was a mix of all religions and he wanted everyone to get along peacefully. So നമ്മുടെ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആണ്. എത്ര റിലീജിയൻസ് ഉണ്ട്. ആ ഒരു യൂണിറ്റി അല്ലേ? ഇത്രയും വേർതിരിവിൻ്റെ ഇടയ്ക്കും ആ ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ്? എല്ലാവരും വളരെ പീസ്ഫുള്ളായിട്ട് യൂണിറ്റിയോടെ ജീവിക്കണം. ഹി ടോക്ഡ് അബൌട്ട് ഫെയർനെസ് ആൻഡ് ഫ്രീഡം, മേക്കിംഗ് പീപ്പിൾ ഫീൽ ഹോപ്പ്ഫുൾ. സോ ഇതുപോലുള്ള
കാര്യങ്ങൾ വന്നാലല്ലേ ആൾക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവർ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും കൂടിയുള്ളൂ. ഗാന്ധീസ് ഐഡിയാസ് ചേഞ്ച്ഡ് ഹൗ പീപ്പിൾ തോട്ട് ഇൻക്ലൂഡിങ് ദോസ് ഹു ഡിസഗ്രീഡ് വിത്ത് ഹിം. സോ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ എങ്ങനെയാണ് അദ്ദേഹം ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അതിൽ കൂടെ ഇദ്ദേഹത്തെ എതിർത്ത് നിന്നവർക്കും ഒരു എക്സാമ്പിൾ ആകാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. സോ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ എന്ന് പറയുന്നത്. ഹു ഇസ് ദ മെയിൻ ക്യാരക്ടർ? മിസ് എത്ര പഠിച്ചാലും ഇംഗ്ലീഷിന് മാർക്ക് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ്? ചോദിക്കുന്ന ക്വസ്റ്റ്യന് ടു ദ പോയിന്റ് ആൻസർ എഴുതാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷിന് മാർക്ക് കുറയുന്നത്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എന്താണ്? ഇലാൻസ് കണ്ടാൽ കിട്ടും. ആഹാ, അടിപൊളി കൃത്യക്ക് എൻ്റെ ആൻസർ ഇവിടെ പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പിൻ ചെയ്ത് നമുക്ക് ആദ്യം ഇടായിരുന്നു. യെസ്, ഇനി കാര്യം പറയട്ടെ. ഇംഗ്ലീഷിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫോർ അശ്വിന് എസ്പെഷ്യലി പറയുന്നതെന്ന് മാത്രം, ബാക്കി എല്ലാ മക്കളും കേൾക്കുക. ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ലെറ്റർ ഉണ്ടാകും, ഗ്രാമറിൽ എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ടാകും, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരും, ക്യാരക്ടർ സ്കെച്ച് വരും, പിന്നെ ഏതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നമ്മുടെ ട്രിപ്പ് ഓഫ് ലേഹോറിലൊക്കെ വരുന്നില്ലേ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ട്രാവൽ എസ്സേ ടൈപ്പ് പ്രതീക്ഷിക്കാം, സ്പീച്ച് വരും. ഇതുപോലെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സോ അശ്വിൻ, മാഗി, മിസ്സസ് ക്ലിഫോർഡ്. ഓക്കെ ആൻസർ വരാണല്ലേ. ഞാൻ പറയട്ടെ, ഇതുപോലുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതുകൊണ്ട് സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ബി പ്രിപ്പയർ ടു അറ്റൻഡ് ഓൾ ദീസ് തിങ്സ്. എല്ലാം ഒരു ചാപ്റ്റർ വായിക്കുമ്പം ഇതൊക്കെ ആയിരിക്കും പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ എക്സാം ഈസി ആയിരിക്കില്ലേ, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ യെസ്, കമൻറ്റ് സ്റ്റക്ക് ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സ്റ്റോറിയാണിത്. സോ മോസ്റ്റ് പ്രോബബ്ലി there will be a question asking the character sketch of Mr. Gupta. അതേപോലെ തന്നെ മാഗി. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ബൂസ്റ്റർ ക്ലാസ്സിൽ ക്യാരക്ടർ സ്കെച്ചിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നെയിം ആയിരുന്നു മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി. അത് തന്നെ ക്വസ്റ്റ്യനിലും വന്നു. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ വെൽ സെറ്റായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ മാർക്ക് കുറയില്ല. ഓക്കെ, നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാക്കാം. യെസ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അശ്വൻ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത, മാഗി ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പം ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ യങ് ഗേൾ ആണ് തരുന്നത്. ആൻഡ് ഹൂ ഇസ് ഷീ ആൻഡ് ഹെർ നെയിം ഇസ് മാഗി എന്ന് പറയുന്നത്. ആൻഡ് ഷീ അപ്പിയർഡ് പുവർ വിത്ത് സാഡ് ഐസ്, സീംഡ് ഇൻട്രസ്റ്റഡ് ഇൻ ദ നറേറ്റർ. നമ്മുടെ നറേറ്റർ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം മാഗി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അയാളെ നോക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ നോക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് മാറുന്നു അല്ലേ. അപ്പം ഹീ ഈസ് വെരി he is actually getting interested in that girl. What is she looking അല്ലേ. അങ്ങനെ ഒരു രീതിയിൽ പിന്നെ മാഗിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. And then he came to know that the narrator learned that the girl's name was Maggie and she lived with her widowed mother. So she is living in that town with her widowed mother. Maggie's elder brother, vegetarian restaurant. Okay, extra points വരുന്നുണ്ട്. Maggie's elder brother Frank was a soldier in India and they hadn't received news from him for a long time. So what was the main reason why Maggie was so much interested in the narrator? Because നമ്മുടെ മാഗിയുടെ ബ്രദർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നത് ആളാണ്. ഫോർ ക്വൈറ്റ് എ ലോങ് ടൈം ഷീ ഈസ് നോട്ട് റിസീവിങ് എനി കൈൻഡ് ഓഫ് ന്യൂസ് ഫ്രം ഹിസ് ബ്രദർ. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും കണ്ടാൽ പാവം മാഗിക്ക് ഒരു തോന്നലുണ്ട്, ചിലപ്പോൾ എൻ്റെ ബ്രദറിനെ അറിയായിരിക്കും, ഇയാളുടെ അടുത്ത് ഈ ഒരു ഇന്ത്യൻ്റെ അടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ എൻ്റെ ബ്രദറിനെ കുറിച്ച് ന്യൂസ് കിട്ടുമായിരിക്കും. ബിക്കോസ് ഷീ ഈസ് എ ലിറ്റിൽ ഗേൾ അല്ലേ. ആ ഒരു ആഗ്രഹം, ആ ഒരു ഹോപ്പോട് കൂടിയാണ് ഓരോ ഇന്ത്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ മുന്നിൽ എത്തുന്നത്. Okay, yes, ലണ്ടനിലാണ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണല്ലേ. യെസ്, മാഗീസ് മദർ ബിലീവ്ഡ് ഇൻ എ ക്രിസ്റ്റൽ റിംഗ് സെൻറ്റ് ബൈ ഫ്രാങ്ക് വിച്ച് ഷീ തോട്ട് ഹാഡ് മാജിക്കൽ പവേഴ്സ്. ദെൻ അവർ തമ്മിൽ മാഗിയും നമ്മുടെ
ഗിഫ്റ്റ് ഓഫ് സ്പെഷ്യൽ റിംഗ് പോരട്ടെ കൃതിക് ഫുൾ പവറായി വരുന്നുണ്ട്. യെസ്, മാഗിയുടെ മദറിന് ഒരു റിംഗ് ഉണ്ട്. ആ റിങ്ങിലുള്ള സ്റ്റോൺ വെച്ചിട്ട് ആൻഡ് ദേ ഹാവ് എ വേ കൈൻഡ് ഓഫ് ഐഡിയ ദാറ്റ് ഇന്ത്യൻസിന് ദേ ഹാവ് ദിസ് മാജിക്കൽ പവേഴ്സ് ടു നോ ദ ഫ്യൂച്ചർ അല്ലേ. അതേപോലെ ഈ ഒരു റിങ്ങിലേക്ക് സ്റ്റെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരെക്കുറിച്ചാണോ വിചാരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. ആൻഡ് മാഗി നോസ് ദാറ്റ് നമ്മുടെ ഗുപ്തയ്ക്ക് വലുതായിട്ടൊന്നും അറിയില്ല എന്ന് മാഗിക്ക് അറിയാം. ബട്ട് സ്റ്റിൽ ഷീ ഫോഴ്സ്ഡ് him to tell something about his brother to her widowed mother. കാരണം എന്താണ്, നമ്മുടെ മാഗിയുടെ അമ്മ ഭയങ്കര സിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കുറച്ച് ആശ്വാസം നൽകാനായിട്ട് കള്ളം പറയാനായിട്ട് മിസ്റ്റർ ഗുപ്തയെ പ്രേരിപ്പിക്കുന്നത് മാഗി തന്നെയാണ്. പക്ഷേ അതൊരു ചീത്ത കാര്യത്തിനല്ല, നല്ലതിന് വേണ്ടിയിട്ടാണ്, അമ്മയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. യെസ്, ഗിഫ്റ്റ് ഓഫ് സ്പെഷ്യൽ റിംഗ് ഫേക്ക് ആണ്. ആ ഒരു റിയൽ റിംഗ്, ആ ഒരു റിങ്ങിൽ നോക്കിയാൽ നമുക്ക് ഫ്യൂച്ചർ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഫേക്ക് ആണ്. പക്ഷേ നമ്മുടെ ഗുപ്ത ഒന്ന് കള്ളത്തരം പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ബട്ട് the narrator, out of compassion, pretend to see a vision of Frank being alive in the crystal ring to comfort Maggie's mother. മാഗിയുടെ അമ്മയെ സമാധാനിപ്പിക്കാനൊപ്പം മാഗിയുടെ അടുത്ത് ഒരു ആശ്വാസം നൽകാനായിട്ട് അദ്ദേഹം റിങ് നോക്കിയിട്ട് പറയും നമ്മുടെ ഫ്രാങ്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റാത്ത ഒരു സ്ഥലത്താണ്, ബോർഡറിലാണ് വർക്ക് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കും അല്ലേ. ലേറ്റർ the narrator learned that Frank had been killed in the fighting of the Northwest Frontier. പിന്നീടാണ് അറിയുന്നത് he is no more, Frank is no more എന്നുള്ള കാര്യം നമ്മുടെ നറേറ്റർ അറിയുന്നു. Despite feeling ashamed, the narrator bid farewell to Maggie and her mother before leaving for his country. പക്ഷേ എന്താണ് അവസാനം നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ, നറേറ്ററിന് ഇന്ത്യയിലേക്ക് വരാൻ സമയമായി. മാഗി ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ഗേവ് ദ നറേറ്റർ എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഫ്രാങ്ക്സ് ഗ്രേവ് ഇൻ ഡിറാഗസി ഖാൻ. സോ ലാസ്റ്റ് ഡേ വെൻ ഹി ഈസ് അബൌട്ട് ടു ലീവ്, നമ്മുടെ മാഗി ചെല്ലുന്നു ആൻഡ് ഷീ ഗീവ്സ് ഹിം 1 shilling. എന്തിനാണ് ഈ ഒരു 1 shilling? ബ്രദർ ഫ്രാങ്കിൻ്റെ ആ ഒരു ഗ്രേവിൽ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഹി നോ ഒന്നും പറഞ്ഞില്ല അല്ലേ. ആ ഒരു ഷില്ലിങ് അതേപോലെ വാങ്ങി വെച്ചു. ബിക്കോസ് അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം ബ്രദറിന് വേണ്ടിയിട്ട് സമ്മാനിക്കുന്ന ലാസ്റ്റ് കാര്യമാണ് ആ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണിത്. ഇതിന് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ഓർത്ത് വെച്ചോണം, മാഗിയും മിസ്റ്റർ ഗുപ്തയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കി വെക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഓക്കെ, യെസ്. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, കൃതികിന് മാത്രമാണോ കട്ടാവുന്നത് അതോ ബാക്കി കുട്ടികൾക്കും കട്ടാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഇവിടുത്തെ ടെക്നിക്കൽ എറർ ആണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക കേട്ടോ. കൃതിക് നെറ്റ് ഇല്ലാത്ത ഇഷ്യൂ ആണോ? ബാക്കി എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഒന്ന് മിസ്സിനെ അപ്ഡേറ്റ് ചെയ്തേ. യെസ്, ദ നറേറ്റർ accepted the shilling, understanding its significance to Maggie and promised to lay flowers on Frank's grave because it is her heart അല്ലേ. നമ്മുടെ മാഗിയുടെ ഹാർട്ടാണ് അത്രയും വർക്ക് ചെയ്തിട്ട് സ്വന്തം ബ്രദറിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. സോ നോ, കട്ടാവുന്നില്ല. ഓക്കെ, കൃതിക് നെറ്റ് ശരിയാക്കാം നമുക്ക്. അപ്പം അത്രയും ഇമോഷണൽ കോൺസെപ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലെസൺ ആണ്. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി ആണ്. ഓക്കെ, യെസ്. പിന്നെ മിസ്റ്റർ ഗുപ്തയുടെയും മാഗിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺവെർസേഷൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കാണാത്തവർ അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റഡ് ആയിട്ട് ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സും ഇനി ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. യെസ്, ഇപ്പം 5G ആണ്. ഡെഡ് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. അത് വളരെ ഐ ഓപ്പണർ ആയിട്ടുള്ളൊരു പോയാണ്. മോട്ടിവേഷനൊക്കെ തന്നു. മോട്ടിവേഷനൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ മിടുക്കന്മാരാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫിലോസഫി തരുന്ന പോയമാണ് ഡെഡ് ദ ലെവലർ എന്ന് പറയുന്നത്. സിനാൻസ് അല്ലേ പ്രൊനൗൺസിയേഷൻ, അങ്ങനെയല്ലേ? ഹേയ്, ഹലോ, നമ്മൾ ചാപ്റ്റർ ബൈ സമ്മറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതാണ്. ഇംഗ്ലീഷ് മാരത്തോൺ നാളെ നമ്മുടെ മോഡൽ എക്സാം ആണ്. ഓക്കെ, യെസ്. And what is the main theme of this poem? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് ഓർത്ത് വെക്കാനുള്ളത്? The poem says death makes everyone equal no matter if they are rich, poor, strong or weak. Most important theme in this poem എന്ന് പറയുന്നത് മരണത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണല്ലേ. Death makes everyone equal. There is no point whether a guy is rich or poor, അല്ലെങ്കിൽ സ്ട്രോങ് ആണോ വീക്ക് ആണോ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ തുടങ്ങിയ കാര്യങ്ങൾക്ക് മരണത്തിന് മുന്നിൽ ഒരു വിലയുമില്ല. ബിക്കോസ്
everyone is equal. Okay, then human success and victory described as temporary, like shadows that don't last. നമ്മൾ ഇപ്പോൾ ഈ കൊട്ടി ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വിജയങ്ങളും സക്സസ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ ജസ്റ്റ് ടെമ്പററി മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകുമ്പം നമ്മളോടൊപ്പം മായുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നതും എന്നാണ് പറയുന്നത്. യെസ്, പവർഫുൾ സെന്റേഴ്സ് ലൈക്ക് സെപ്റ്റേഴ്സ് ആൻഡ് ക്രൗൺസ് ഇവൻച്വലി ടേൺ ടു ഡസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ചിലപ്പം ഇമേജ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇമേജസ് ലൈക്ക് സെപ്റ്റേഴ്സ് ആൻഡ് ക്രൗൺസ്, അതേപോലെ തന്നെ മറ്റേ ആ സ്കൈറ്റൊക്കെ ഇല്ലേ, അതിൻ്റെ കാര്യം ചോദിക്കും. ഹൗ ഇറ്റ് ആക്ട്സ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ് പോയം എന്നുള്ളൊരു രീതിയിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഈ ഒരു പോയിന്റ്സിനെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, മിസ് റോക്കറ്റ് റിവിഷൻ വെക്കോ മോർണിംഗ് ഉണ്ടായിരുന്നേൽ നല്ലതായിരുന്നു. പക്ഷെ മോനെ ഇതിപ്പോൾ മോഡൽ എക്സാം അല്ലേ, മോഡൽ എക്സാമിന് വേണ്ടുന്നതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പക്ക ഇറ്റ്സ് മൈ പ്രോമിസ് നമ്മുടെ മെയിൻ എക്സാമിന് ബൂസ്റ്റർ ഡോസ് ഉണ്ടാകുന്നതായിരിക്കും. റോക്കറ്റ് റിവിഷൻ അല്ല, നമ്മുടെ പേരെന്താണ്, ബൂസ്റ്റർ ഡോസ് ആണ്. തലേ ദിവസം ഇതേപോലെ മാരത്തോൺ ഉണ്ടാവും, അന്നേ ദിവസം രാവിലെ ബൂസ്റ്റർ ഡോസും ഉണ്ടാവും. മോഡൽ എക്സാമിന് ഇപ്പം നമ്മൾ ഈ ഓടുന്ന മാരത്തോൺ നിങ്ങൾക്ക് ധാരാളമായിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, യെസ്, അതാണ് ഫയർ 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 ഫയർ. ഉണ്ടായിരുന്നതിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ കണ്ടു. കൃതിക്കിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള മെസ്സേജ് ഞാൻ കണ്ടു. നമ്മുടെ എന്താണ് പബ്ലിക് എക്സാമിന് ഉറപ്പാണ് ബൂസ്റ്റർ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് മൈ വേർഡ്. സോ പവർ സിമ്പിൾസ് ലൈക്ക് സ്കൈ, അതേപോലെ ക്രൗൺ, സെപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇൻ ദിസ് പോയം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്ത് നോക്കിക്കോളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. സോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ആൻഡ് ഡു യു നോ, ഒരു വടി പോലെ ഒരു സാധനം നമ്മൾ ഈ സ്പെഷ്യൽ ഈവൻസിന് കിങ്സ് ആൻഡ് ക്വീൻസിൻ്റെ കയ്യിൽ കണ്ടിട്ടുള്ള ഒരു സാധനമില്ലേ, ദാറ്റ്സ് വാട്ട് യു നോൺ ആസ് സെപ്റ്റേഴ്സ് ആൻഡ് ക്രൗൺസ്, കിരീടം അല്ലേ. ഇതൊക്കെ എന്താണ്, എന്നും അത് അതേപോലെ നിൽക്കുമോ? ഇല്ല. ഇവൻച്വലി ഇറ്റ് വിൽ ഓൾസോ ടേൺ ടു ഡസ്റ്റ്. വെറും പൊടിയായി മാറാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. അല്ലാതെ ഇപ്പം ഓ അവരെവിടെ നമ്മളെവിടെ എന്നുള്ള ഒരു കമ്പാരിസണൊക്കെ ജസ്റ്റ് വെറും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ പോകുന്ന കാര്യങ്ങളാണ് ഭാവിയിൽ. ഡെത്ത് ഇസ് സംതിങ് എവ്രി വൺ ഫേസസ് റിഗാർഡ്ലെസ് ഓഫ് ദി അച്ചീവ്മെൻറ്റ്സ് ഓർ ഹൗ ഇമ്പോർട്ടൻറ്റ് ദേ ആർ. എത്രയൊക്കെ അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിലും എത്രയൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആണെങ്കിലും എന്താണ്, ഡെത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. ആൻഡ് എവ്രി വൺ ഷുഡ് ഡൈ അല്ലേ. ഒരു ദിവസം എല്ലാവരും മരിക്കും, അതിൽ നിന്ന് ആർക്കും അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈവൻ സ്ട്രോങ് ബാരിയേഴ്സ് ബിക്കം വീക്ക് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് ആൻഡ് മിലിറ്ററി ഗ്ലോറി ഡസൻ ലാസ്റ്റ്. ഇപ്പം വലിയ 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 ക്യാപ്റ്റൻസ് പോലുള്ള എന്താണ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, അവരാണെങ്കിലും പുവർ ആണെങ്കിലും കിങ് ആണെങ്കിലും ക്വീൻ ആണെങ്കിലും ഡെത്തിൻ്റെ മുന്നിൽ ലെവലാക്കി വിടും അല്ലേ. ഡെത്ത് എല്ലാവരും ലെവലാക്കി വിടും എന്നാണ് പറയുന്നത്. അനന്തകൃഷ്ണൻ എന്താ പറഞ്ഞ, അനന്തകൃഷ്ണൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഓൾ ആർ ഈക്വൽ, യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓൾ ആർ ഈക്വൽ, ഡെത്ത് ദ ലെവൽ, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിലും നോക്കി വെച്ചോ കേട്ടോ. അതിലൊക്കെ പോയിന്റ്സ് ആയിട്ട് വരുന്ന ആ ഇതുപോലുള്ള ഡെത്ത് ലെവലിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഈ പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. യെസ്, tools like the scythe and spade show that everyone, rich or poor, faces the same fate. ആര് മരിച്ചാലും ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് തന്നെയാണല്ലോ നമ്മൾ എന്താണ് കുഴിച്ചിടാനായിട്ട് പോകുന്നത്. സോ ഇതുപോലുള്ള ടൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമ്മുടെ ലൈഫിൻ്റെ അല്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട്സ് ഗോൺ ഹാപ്പൻ ടു എവ്രി വൺ എന്നുള്ള ആ ഒരു ആൻസർ നമ്മളെ മനസ്സിലാക്കി തരാൻ ഹെൽപ്പ് ചെയ്യും. ലൈഫ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് മൂവിങ് സ്ലോലി ടുവേർഡ്സ് ഡെത്ത്. ഓരോ ദിവസവും കഴിയുമ്പോൾ നല്ല ഫ്രഷ് മോർണിംഗ്, ഫ്രഷ് ലൈഫ്, ന്യൂ ലൈഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്, നമ്മൾ ഡെത്തിലേക്ക് എന്താണ് ഓരോ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുള്ളതല്ലേ. യെസ്, ഈ പോയത്തിൻ്റെ റൈമിംഗ് സ്കീം എന്താ? ആ ഒരു പോയത്തിൻ്റെ 2 lines ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറഞ്ഞേ വേഗം കമൻറ്റ് ചെയ്തേ. യെസ്, then life is described as moving slowly towards death. Human actions and achievements are compared to flowers that quickly wither away. So another most important comparison എന്ന് പറയുന്നത് എന്താണ്? Human actions and achievements are compared to flowers that quickly wither away. നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വിതേർഡ് ഫ്ലവേഴ്സ്, വാടിപ്പോയ പൂക്കളെ പോലെയാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഓക്കെ അച്ചീവ്മെൻറ്റ്സ് ഇത്രയാണ്, സക്സസ് ഇതാണ്, വലിയ ആളാണെന്നുള്ളത് പൂ വിടർന്നിരിക്കും കാണാൻ നല്ല രസമാണ്. അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ ഭംഗിയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഇല്ല. പക്ഷേ മുല്ലപ്പൂവ് ഫോർ എക്സാമ്പിൾ, നല്ലൊരു റോസ് ഫ്ലവർ, ആ റോസ് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ വാവ് നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ എന്ന് നമ്മൾ പറയും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അത് വാടി തറയും വീണ് കഴിയുമ്പം അന്ന് വിരിഞ്ഞ് വന്ന ആ റോസാപ്പൂ എന്ത് രസമായിരുന്നു എന്ന് പറയുമോ? ഇല്ല. പക്ഷേ റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മണം നമുക്ക് അറിയാം അല്ലേ. അതേപോലെയാണ് ഹ്യൂമൻ ആക്ഷൻസ് ഗുഡ് ആണെങ്കിൽ നമ്മളെ അത് ഓർത്ത് വെക്കും. അതല്ല നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ
അതാരും ഓർക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എ ബി. ഓക്കെ, സ്റ്റേറ്റ് എന്നുള്ളത് എ ആയിട്ട് എടുക്കുക, തിങ്സ് എന്നുള്ളത് ബി ആക്കുക, ഫേറ്റ് എന്നുള്ളത് സ്റ്റേറ്റ് പോലെ തന്നെയല്ലേ ഫേറ്റ് വന്നത്, സോ ദാറ്റ്സ് എ. ദെൻ എന്താണ് സ്റ്റേറ്റ്, ഫേറ്റ്, തിങ്സ്, കിങ്സ്, എ ബി. ഓക്കെ, അങ്ങനെ വേണം. ആദ്യത്തെ ലൈൻ ആദ്യത്തെ ലൈൻ സിമിലർ ആയിട്ടാണ് ഓൾട്ടർനേറ്റ് ലൈൻസ് വരുന്നതെങ്കിൽ എ ബി പോലുള്ളത്. വേറെ വേർഡ് സിമിലർ അല്ലാത്തവരാണെങ്കിൽ അത് സി ആക്കുക. ദാറ്റ്സ് ഹൗ. അത് ഓൾറെഡി പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം നമുക്ക് റൈമിംഗ് ലൈൻസ് ഓരോ വേർഡ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക കേട്ടോ. ഓക്കെ, this is how you have to find out. സ്റ്റേറ്റ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ കൃത്യക്ക് വേഗം പറയാം. സ്റ്റേറ്റ് എന്നുള്ളത് എ ആയിട്ട് എടുക്കുക, തിങ്സ് എന്ന് പറയുന്നത് സിമിലർ അല്ല, അതുകൊണ്ട് അത് ബി ആണ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് ഫേറ്റിന് വന്നതുകൊണ്ട് എ, തിങ്സ്, കിങ്സ്, സോ എ ബി. ഓക്കെ, യെസ്. And in the end, the poem suggests that only good actions will be remembered like the lasting fragrance of flowers. ഒരു പൂവിൻ്റെ മണം നമ്മൾ എങ്ങനെയാണോ ഓർത്ത് വെക്കുന്നത്, അതേപോലെയാണ് ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. നല്ലത് ചെയ്തിട്ടുണ്ടോ ഓർക്കും, അല്ലാതെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സക്സസ്, നിങ്ങൾ എത്ര റിച്ച് ആണെന്നുള്ള കാര്യം ആരും ഓർക്കാൻ പോകുന്നില്ല. കാരണം ഡെത്ത് നമ്മളെ ലെവലാക്കിയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം ആ ഒരു ഫിലോസഫി മനസ്സിലാക്കി തരുന്ന പോയം കൂടിയാണ് ഇത്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. Longfellow. Go to the woods and hills, no tears could dim the sweet look that nature wears എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പോയാണ്. ഓർമ്മയുണ്ടോ? എലോൺ മസ്കോ ഇതെവിടാന്നു? യെസ്. what is the summary of the poem Sunrise on the Hills എന്ന് പറയുന്നതിൻ്റെ സമ്മറി എന്താണ്? The poet is on a hill watching the sunrise. The sun makes everything bright, the trees, valley and even clouds. When the clouds go away, the poet sees pine trees on the hill. The sun shows a pretty valley with a dark river and a bright waterfall. It's morning and the poet hears a bittern. സോ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ പോയത്തിൻ്റെ ആണോ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സൺറൈസ് ഓൺ ദ ഹിൽസിൽ എത്തിയട്ടോ. യെസ്, ഇവിടെ പോയറ്റ് എന്ന് പറയുന്നത് ഒരു ഹില്ലിൽ ബ്യൂട്ടിഫുൾ സൺറൈസ് വ്യൂ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഹി സീസ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ അല്ലേ. ആ ഒരു ബ്യൂട്ടി ഓഫ് നേച്ചറിൽ വളരെ മെസ്മറൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന പോയറ്റിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഓൺ ദ ഹിൽസ് ദ പോയറ്റ് ഹിയേഴ്സ് വാട്ടർ റഷിംഗ് ആൻഡ് സീസ് ഇറ്റ് സ്പിന്നിങ്. ദ വാട്ടർ ഗോസ് ടു എ ബ്ലൂ ലേക്ക് ആൻഡ് എ സിൽവർ ബീച്ച് വിത്ത് ബെൻഡിങ് ട്രീസ്, ദ വെല്ലിഷ് വെൽ മ്യൂസിക്. സോ ആ ഒരു രാവിലെ ചെന്ന് സൺറൈസ് കാണാനായിട്ട് നിൽക്കുമ്പം അദ്ദേഹം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന സൗണ്ടുകളുമാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. വിഷ്വൽ അതേപോലെ ഓഡിറ്ററി ഇമേജസ് നിറഞ്ഞിട്ടുള്ള ഒരു പോയാണിത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ട് ചാപ്റ്ററിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യുക. ഏതെങ്കിലും ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു എംഫസിസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ആഫ്റ്റർ ദിസ് ലൈവ് സെഷൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് കേട്ടോ. ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സും ഉണ്ടല്ലോ. സോ ഓഡിറ്ററി വിഷ്വൽ ഇമേജസ് വളരെയധികം എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ഇതെന്ന് പറയുന്നത്. യെസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വില്ലേജ് ബെൽ മ്യൂസിക് ഓഡിറ്ററി ആണല്ലേ. അദ്ദേഹം കാണുന്ന ഒരു പൈൻ ട്രീസ്, ക്ലൗഡ്സ് ഡിപ്പാർട്ടിങ് ലൈക്ക് അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് വിഷ്വൽ ഇമേജറി ആണ്. ദെൻ അതേപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഹി ഈസ് ഗെറ്റിംഗ് സം ഐഡിയ ലൈക്ക് ഇറ്റ്സ് എ ന്യൂ ഡോൺ എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. വില്ലേജ് ബെൽസ് തുടങ്ങിയത് കേൾക്കുമ്പോഴത്തേക്ക് ന്യൂ ലൈഫ്, ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം മനസ്സിലാക്കി ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഓൺ ദി ഹിൽസ് the poet hears rushing water and sees it swirling to a personification. Yes, to a blue lake and shiny beach with bending trees. The village bell rings, but the loud wild horn in the forest is too noisy, covering the villagers' voices. The stanza ends with smoke rising from the valley below. So അതായത് ഒരു ലൈഫ്, ന്യൂ ലൈഫ്, ഒരു പുതിയ ഡേ തുടങ്ങുമ്പം എങ്ങനെയാണ് ഒരു ലൈഫ്, പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങിയ ഇതാണ്. നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പോയത്തിൽ കൊടുത്തിട്ടുള്ളത്. നേച്ചറിൻ്റെ ബ്യൂട്ടിയിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവിടെ കഴിഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലൈൻസ് ആണ്. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടീയേഴ്സ് ക്യാൻ ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ലൈൻസ് തന്നിട്ട് വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ലൈൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദിസ് ലൈൻസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ട്രിപ്പ് ഓഫ് ലേഹ്
ക്വസ്റ്റ്യൻ അല്ല, ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ട്രിപ്പ് ഓഫ് ലേഹോർല ബൈ ഗൈഡെ മോപ്പസെൻറ്റിൻ്റെ ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ലൈവ് TV റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. യെസ്, what's happening in the story? In Trip of Lahore, the author takes a hot air balloon ride from Paris to Hazlake. അദ്ദേഹം എയർ ബലൂണിൽ ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. They see Paris from above, use sand to adjust the balloon's height and enjoy the sunset and moonrise. ആ ഒരു സമയത്ത് ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാരീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എയർ ബലൂൺ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാഴ്ചകൾ അല്ലേ, ആ ഒരു വയറ്റിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈസ് പോലെയുള്ള ഫീല് വരികയാണ്. കാരണം ഭൂമി ഇങ്ങ് താഴെ നമ്മൾ അമ്പിളിയമ്മാനോടൊപ്പം പറന്നുയരുന്ന ഒരു ഫീലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ ബലൂൺസ് ഗ്ലൈഡ് അണ്ടർ ദ സ്റ്റാർസ് കാസ്റ്റിംഗ് എ ഷാഡോ ബിലോ. ദ ലാൻഡ് സേഫ്ലി ഇൻ എ ബെൽജിയം ഫീൽഡ് unaware of an approaching storm. The next morning they take a train back to Paris. The story beautifully tells about the adventure of traveling in a balloon at night. So main theme of the story അല്ലെങ്കിൽ ആ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടിഫുള്ളി ടെൽസ് അബൌട്ട് ദി അഡ്വഞ്ചർ ഓഫ് ട്രാവലിംഗ് ഇൻ എ ബലൂൺ അറ്റ് നൈറ്റ്. ആ ഒരു ബലൂൺ, എയർ ബലൂണിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു അഡ്വഞ്ചർ, ആ ഒരു എക്സ്പീരിയൻസുമാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹിഡൻ സ്റ്റോം ഉണ്ട്. നമ്മുടെ സാൻഡ് ഓഫ് സാക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഹിഡൻ സ്റ്റോം അവരെ വരുന്നു. അവിടെ പൊട്ടിപ്പോകേണ്ടതായിരുന്നു, ഒരു വലിയ ട്രാജഡി സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഇത് കാരണം കുറച്ച് സ്റ്റക്കാവുന്നുണ്ട്. ഏതൊക്കെയോ മെസ്സേജസ് വരുന്നുണ്ട്, ഒന്ന് കുറച്ച് സമയം എടുക്കും കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? കൃതിക് ഓക്കെ, എയർ ബലൂണിലുള്ള ജോണി എന്ന എയർ ബലൂണാണ്. ഓക്കെ, സോ അതിനുശേഷം അവരുടെ പെസൻസ് ലാൻഡ് ചെയ്യുന്നതും പെസൻസ് അവരെ വരവേൽക്കുന്നതും നെക്സ്റ്റ് ട്രെയിൻ ജേർണിയിൽ തിരിച്ച് പാരീസിലേക്ക് പോകുന്ന സ്റ്റോറിയുമാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ദാറ്റ് അഡ്വഞ്ചറസ് എഫക്ട്സ് ഓഫ് എ ബലൂൺ ജേർണി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി ആയിട്ട് പറയുന്നത്. ദെൻ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്നത് എന്താണ്? ഫിജിയൻ ലെജൻഡ് ആണ്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലൈവ് TV റിപ്പോർട്ട്, പിന്നെ ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു നമോന വില്ലേജും ടേർട്ടിൽ കോളിംഗ് പോലുള്ള ആ ഒരു റിച്വലിനെ എംഫസൈസ് ചെയ്തുകൊണ്ടും ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു യുവർ ടൂറിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. The Sacred Turtles of Kandava is a Fijian legend about a mother and daughter who become turtles to escape warriors. So, ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ റൊഡാലിസും ടിനൈക്കോബോഗയും കൂടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. പക്ഷേ ദേ വർ ക്യാപ്ചർഡ് ബൈ സം അതർ ഫിഷർമെൻ. ബട്ട് ദ സീ ഗോഡസ് ജസ്റ്റ് ടു ഹെൽപ്പ് ദം ടേൺ ദം ടു എന്തായി മാറ്റുന്നു? ടേർട്ടിൽസ് ആയിട്ട് മാറുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെജൻഡാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ദർ ഡിസെൻഡൻസ് ബിലീവ് ടു ബി സീക്രട്ട് ടേർട്ടിൽസ് ലീവ് ഇൻ ദ ബേ നമുവാന വില്ലേജ്. സോ വേർ ഇസ് ദ സ്റ്റോറി ഹാപ്പനിങ്? നമുവാന വില്ലേജിലാണ് ഇത് നടക്കുന്നത്. നമുവാന മീഡൻസ് യൂസ് എ സ്പെഷ്യൽ ചാൻറ്റ് ടു കോൾ ദിസ് ടേർട്ടിൽ ഷോയിങ് എ സ്പെഷ്യൽ കണക്ഷൻ with them. സോ ഇപ്പോഴും ആ ഒരു സീയിലെ ടേർട്ടിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടിനൈക്കോബോഗയുടെയും റൊഡാലിസിൻ്റെയും ബാക്കി ഉള്ള ആൾക്കാരാണെന്ന് കരുതിയിട്ട് എപ്പോഴും നമുവാന വില്ലേജിൽ നിന്നുള്ള മെയ്ഡൻസ് വന്നിട്ട് ഒരു ടേർട്ടിൽ കോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റിച്വൽ നടത്തും. വേർ ദിസ് മെയ്ഡൻസ് ദേ സിങ് എ ചാൻറ്റ് ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഈ ടേർട്ടിൽസ് കടലിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരും എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് കൺസിഡർഡ് ടു ബി എ പെർട്ടിക്കുലർ റിലീജിയൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഓക്കെ, ദെൻ ഈ നമുവാന വില്ലേജ് ഫീനിക്സ് ഇഫ് സുയി എന്തൊക്കെയാണ് ഫീനിക്സ് പറയുന്നത്? ഫീനിക്സ് കിങ്സ് എന്താണ് പറയുന്നത്? In Namoana village, women have a special way of calling turtles from the sea. When you visit, your boat stops in a pretty bay. The village maidens sing a special song and guess what? Giant turtles come up, listen to music. It's like magic. So ഇവരുടെ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഈ ടേർട്ടിൽസ് പൊങ്ങി വരുന്ന ഒരു കാഴ്ച. ആൻഡ് അത് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്. ആ ഒരു സ്റ്റോറിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിജിയൻ ലെജൻഡാണ് നമുക്ക് ദ ടേർട്ടിൽ കണ്ടാവിൽ പഠിക്കാനുള്ളത്. ആൻഡ് മോസ്റ്റ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ആണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ അഞ്ജന മജുംതർ എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അല്ലേ. ദെൻ
ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസാസ്റ്റേഴ്സ്. റീസെൻറ്റ് റിപ്പോർട്ട് ഷോ മോർ ഫ്രീക്വൻറ്റ് ആൻഡ് സിവിയർ ഡിസാസ്റ്റേഴ്സ് വേൾഡ് വൈഡ്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയധികം വേൾഡ് വൈഡ് ഇറ്റ്സ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അല്ലേ. പ്ലീസ് ഓക്കെ. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം നമ്മളിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് വരുന്നുണ്ട് കേട്ടോ. ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ് എത്തിയിട്ടില്ലാന്നോ? കൃത്തിക്കേ എവിടെ ഞാൻ കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. ഇതാടാ ഇത് ഇഫ് പോയം ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. കിടുക്കാച്ചി ബോയ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അഞ്ജന മജുംദറിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. സോ റീസെൻറ്റ് റിപ്പോർട്ട് ഷോ ദാറ്റ് frequent and severe disasters are increasing day by day. And what are the types of disasters that's happening in our everyday life? Floods, earthquakes, cyclones and droughts are common affecting both developed and developing countries. Developed ആണെങ്കിലും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലാണെങ്കിലും ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ദാറ്റ് വി ഫേസ് ടുഡേ? ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം അല്ലേ, എർത്ത് ഭൂമിയിലുകം, ഭൂകമ്പം, സൈക്ലോൺ, ചുഴലിക്കാറ്റുകൾ, ഡ്രൗട്ട്, വരൾച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. droughts are common and it's affecting developed ആണെങ്കിലും ഡെവലപ്ഡ് അല്ലാത്ത കൺട്രീസ് ആണെങ്കിലും ഇതുപോലുള്ള പ്രോബ്ലംസ് യൂഷ്വലി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇമ്പാക്റ്റ് ഓഫ് വൾനറബിലിറ്റി. ഇതിൻ്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഫേസ് ഗ്രേറ്റർ റിസ്ക് ഡ്യൂ ടു ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. കുറച്ച് ഡെവലപ്ഡ് അല്ലാത്ത ലെസ്സായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യസ് വൾനറബിലിറ്റി. Its geography and population density make India prone to various disasters. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇന്ത്യയുടെ അവസ്ഥയും ഭയങ്കര മോശമാണ് ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ. ആൻഡ് വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതിൻ്റെ പോപ്പുലേഷൻ കാരണമാണ് എന്താണ് ഇതുപോലുള്ള പ്രോബ്ലം ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ജിയോഗ്രഫി ആൻഡ് പോപ്പുലേഷൻ. ചില ഭാഗത്ത് ഇന്ത്യയിലെ ടോപ്പോഗ്രഫി അനുസരിച്ചുള്ള ഈ ഹില്ലി സ്റ്റേഷനിൽ ഒരുപാട് പോപ്പുലേഷൻ പാടില്ല, പക്ഷെ അവിടെ വളരെ എന്താണ് ടൈറ്റായിട്ടായിരിക്കും ആൾക്കാർ താമസിക്കുക. ആൻഡ് അതുപോലുള്ള കൺസ്ട്രക്ഷനൊക്കെ പല തരത്തിലുള്ള ഫ്യൂച്ചർ പ്രോബ്ലംസിന് റീസൺ ആകും. Regional vulnerabilities. Different regions face specific threats like floods, droughts and earthquakes based on their regional vulnerabilities. Different regions face specific threats like floods, droughts and earthquakes based on their geological features. Tsunami, a new threat for India as seen in the devastating 2004 event. Impact and management. Disaster damage infrastructure, economy and lives. Effective disaster management involves coordination, preparedness and rehabilitation efforts by both state and central government. So, tsunami, India ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പോൾ അല്ല നമ്മുടെ 2004 ആദ്യമായിട്ട് സുനാമി വന്നിരുന്നപ്പോൾ ആ ഒരു ഇഫക്റ്റ് എത്രത്തോളം ട്രാജിക് ആയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം ന്യൂസ് പേപ്പറിൽ കൂടെ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ ഇമ്പാക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ us ടു കൺട്രോൾ ദിസ് റിയൽ നേച്ചർ അല്ലേ. നമ്മുടെ നേച്ചറിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നതല്ല. ബട്ട് ഓൾ വി ക്യാൻ ഡു ഇസ് ദാറ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് ഡാമേജ് ഇൻഫ്രാസ്ട്രക്ചർ, economy and lives. Effective disaster management involves coordination, preparedness and rehabilitation efforts. So ഇതുപോലൊരു ദുരന്തം വരികയാണെങ്കിൽ അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കോർഡിനേഷൻ, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക ആൻഡ് റീഹാബിലിറ്റേഷൻ എഫേർട്സ് ബൈ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ
മിസ് കുറച്ച് വെള്ളം കുടിച്ചോളൂ എന്ന്. സാരമില്ല, കുഴപ്പമില്ല. സോ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അതിന് എല്ലാം അവരുടെ ഗവൺമെൻറ് ആണെങ്കിലും ലോക്കൽ ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ ആ ഒരു നേഷനെ സേഫ് ആക്കുന്ന രീതിയിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇപ്പം ഇതുപോലെ ഒരു ഡിസ്ട്രക്ഷൻ വരികയാണെങ്കിൽ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. അതിന് കോർഡിനേഷൻ വേണം. ഇതുപോലൊരു കാര്യം സംഭവിച്ചു കഴിയുകയാണെങ്കിൽ അതിന് റീഹാബിലിറ്റേഷൻ, പുനരധിവാസം അല്ലേ, ഫാസ്റ്റൺ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് റെഡിയാക്കി വെക്കുക. ബിക്കോസ് ദ മെയിൻ റീസൺ ഇസ് ദാറ്റ് വി കനോട്ട് കൺട്രോൾ ദീസ് ഡിസാസ്റ്റേഴ്സ്. ഓൾ വി ക്യാൻ ഡു ഇസ് ദാറ്റ് ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. നമ്മൾ അതിന് റെഡി ആയിട്ടിരിക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് കുറച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അഞ്ജന മജുംദർ ആ ഒരു എസ്സേയിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഡിസാസ്റ്റേഴ്സിനെ ഒഴിവാക്കാൻ പറ്റും എവിടെയും പറയുന്നില്ല. ഓൾ വി ക്യാൻ ഡു ഇസ് ടു കൺട്രോൾ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ദിസ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ദ സെറംഗ് ഓഫ് റാണാഗഞ്ചി, അഗൈൻ എ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി ബൈ ഡോക്ടർ A.J. Cronin. The Indian sarang, described as squat and ugly, draws amusement from passengers, and the ship carries a mix of tourists, pleasure seekers and Anglo-Indian Army officers with their families. So അവരൊരു ഷിപ്പിൽ പോകുന്ന, ക്രൂസിൽ പോകുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. Miss Jo Smith is a snobbish woman who tries to appear younger through fashion. So ഇതിൽ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഇന്ത്യൻ സെറങ്ങിനെ കളിയാക്കിക്കൊണ്ട് നമ്മൾ ജോബ് സ്മിത്തിൻ്റെ ഒരു ഡയലോഗിൽ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടുഡേ ഈസ് വാലന്റൈൻസ് ഡേ. അതെ, February 14 ആണ്, വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് ഭയങ്കര ഹാർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ വി ഡോണ്ട് ഹാവ് ടൈം. നാളത്തെ എക്സാമിൻ്റെ മുന്നിൽ ഈ വാലന്റൈൻസ് ഡേ ഒക്കെ എന്തിനാണ് അല്ലേ? നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലേ? അല്ലേ അഭിഷേക്? യെസ്. എവിടെ എല്ലാവരും എവിടെ ഇതുണ്ടല്ലോ അല്ലേ? റെസ്റ്റിലായി പോയോ എല്ലാവരും? നമ്മുടെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതാണ് അതിൻ്റെ ശരി. ഞാനും യോജിക്കുന്നു, 100% ഞാൻ യോജിക്കുന്നു. അശ്വനൊക്കെ കുറച്ച് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ വഴിക്ക് പോയെന്ന്. ഓക്കെ, അഭിഷേക് ഇവിടെ കാര്യമായിട്ട് വാലന്റൈൻസ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് എവിടെ? ബാക്കിയുള്ളവരും എവിടെ? ഉണ്ടല്ലോ അല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ജോബ് സ്മിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ജോബ് സ്മിത്ത് എന്ന് പറയുന്നത് കുറച്ച് റൂഡ് ബിഹേവിയർ ഉള്ളൊരു ലേഡിയാണ്. ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നമ്മുടെ ക്യാപ്റ്റനെ സെറങ്കിനെ കളിയാക്കുന്ന ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലല്ല ഒന്നും. ഇഫ് പോയത്തിൽ നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് എങ്ങനെയാണോ ഇഫ് പോയത്തിൽ നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റോ സക്സസ്സോ ഫിസിക്കൽ അപ്പിയറൻസോ അല്ല, പകരം ആക്ഷൻസ് ആണ് ഹ്യൂമൻ ബീങ്സിനെ നല്ലതാക്കുന്നതെന്ന് പഠിച്ച് ആ ഒരു കാര്യം നമ്മുടെ ജോബ് സ്മിത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഫിസിക്കൽ കാരണം ദസ് ഇന്ത്യൻ സെറങ്ക് എന്ന് പറയുന്നത് സ്ക്വാഡ്, കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള, കുറച്ച് ബാഡ് ലുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലുള്ള ഒരു ഫിസിക്കൽ ഫീച്ചറുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ ഒരു ജോബ് സ്മിത്ത് ഇസ് റിയലി റൂഡ് ടുവേർഡ്സ് ഹിം. ഓക്കെ, കാരണം ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ളവരെ നോക്കി കാണുന്നത്. സീമൻ കംപ്ലൈൻറ്റ് ഓഫ് മലീസ്, ഹെഡേക്ക് ആൻഡ് ബോൺ പെയിൻസ് ഡയഗ്നോസ്ഡ് ബൈ ഡോക്ടർ ക്രോണിൻ ആസ് സ്മോൾ പോക്സ്. പിന്നീട് ആ ഒരു ജേർണി, ക്രൂസിലുള്ള ആ ഒരു ഷിപ്പിലുള്ള ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ബാക്കി വർക്കേഴ്സിന് സ്മോൾ പോക്സ് വന്നിട്ടുണ്ട്. കാരണം അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് അല്ല, ഫാസ്റ്റ് സ്പ്രെഡിങ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. സോ ആ സ്മോൾ പോക്സ് വന്നിട്ടുണ്ടെന്ന്, പിടിപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദ സെറൻ കൺസ്ട്രക്ട്സ് എ ക്യാൻവാസ് ഷെൽട്ടർ ആഫ്റ്റർ ഡെത്ത് ഓഫ് ഐസൊലേറ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ് ദ സിക്ക് ക്രൂ മെമ്പേഴ്സ്. സോ സിക്ക് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പേസ് തന്നെ ഉണ്ടാക്കി അവരെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഐസൊലേഷൻ ഒന്നും നമുക്കിപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന വേർഡ് അല്ലല്ലോ, നമുക്കറിയാലോ അല്ലേ? കൊറോണ കഴിഞ്ഞ് വന്നിട്ടുള്ള നമുക്ക് വി നോ ദ ഫോർമാലിറ്റീസ്. ഇതുപോലുള്ള അസുഖങ്ങൾ വന്നാലുള്ള ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ദെൻ Hassan the Zerang shows unwavering dedication caring for the infected patients. പക്ഷേ ഇതുപോലുള്ള ഒരു മാരക അസുഖമാണെങ്കിലും ശരി, ഹസൻ നമ്മുടെ സെറങ് വളരെ പാഷനേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വേണ്ടുന്ന കെയർ ഒക്കെ നൽകുന്ന ഒരു ഓഫീസറിനെ അല്ലെങ്കിൽ ഒരു വർക്കറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദെൻ ഹസൻ, എ മുസ്ലിം സീമാൻ ഫ്രം പഞ്ചാബ്, ലാക്സ് ഇൻട്രസ്റ്റ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ആൻഡ് ലീഡ്സ് എ സിമ്പിൾ ലൈഫ്. സോ ഈ ഒരു ഹസൻ്റെ ഡിറ്റർമിനേഷൻ കാണുമ്പം A.J. Cronin was so shocked and confused to see what is he doing, അല്ലെങ്കിൽ why is he doing like this, and then later on he comes to know that in the character sketch of Hassan, possible question ആണ്
കൃത്യക്ക് അത് പറഞ്ഞത് എന്തായാലും നന്നായി. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മുടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്യാരക്ടറിൻ്റെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണല്ലോ പറയുക. പക്ഷേ ഹസനെ പോലുള്ള ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഓർക്കണം. താങ്ക്സ് ടു കൃത്തിക്ക് ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചതിന്. കറക്റ്റ് സമയത്താണ് കൃത്തിക്ക് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് മെയ്ഡ് ജോബ് സ്മിത്ത് അല്ലേ അവരെ കളിയാക്കി ഓരോന്ന് പറയാനും അല്ലെങ്കിൽ ആ ഒരു മങ്കി വെച്ചിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഉണ്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. അതൊക്കെ പറയാനുള്ള മെയിൻ റീസൺ ഇസ് എസ് ഫിസിക്കൽ അപ്പിയറൻസ്. അപ്പം ഇതുപോലെ സ്പെഷ്യൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ആ ഒരു ബിഹേവിയറൽ ഫീച്ചേഴ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ഏത് ക്യാരക്ടറാണ് ഫ്രം വിച്ച് ചാപ്റ്റർ ആൻഡ് all possible features that you know. If a person has special kind of this physical features, then make sure that you write that also. Okay, yes, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. Then Hasan, the Sarang, shows unwavering dedication and caring for the infected patients. And Hasan, a Muslim seaman from Punjab. So അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ AJ ക്രോണിൻ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയുന്നുണ്ട്. എന്തറിയുന്നു? പഞ്ചാബിൽ നിന്നുള്ള ആളാണ്, പേരൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഹി ഈസ് ലീഡിങ് എ വെരി സിമ്പിൾ കൈൻഡ് ഓഫ് ലൈഫ് ആൻഡ് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. സാധനങ്ങൾ, പൈസ തുടങ്ങിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഇറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു സെർവ് അതേഴ്സ്. ആൻഡ് ആ ഒരു ഇതിൽ തൃപ്തനായിട്ട് ജീവിച്ചു പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഹസൻ എന്ന് പറയുന്നത്. Through Hasan's effort and Dr. Cronin's leadership, the spread of smallpox is it's under control. നമ്മുടെ AJ ക്രോണിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ ഹസൻ്റെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനും കാരണം അവർക്ക് പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ലേ. ഡെസ്പൈറ്റ് ഹസൻസ് ഹീറോയിസം, പാസഞ്ചേഴ്സ് ലൈക്ക് മിസ് ജോ സ്മിത്ത് കണ്ടിന്യൂസ് ടു മോക്ക് ഹിം. ഇതൊന്നും അറിയാതെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാതെ ആ ഒരു ഫിസിക്കൽ ലുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇത്രയും ലൈഫ് സേവ് ചെയ്ത്, ഈവൻ നമ്മുടെ ജോബ് സ്മിത്ത് പോലും അത്രയും അവിടെ സേഫായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദ മെയിൻ റീസൺ ഇസ് ദ ഡിറ്റർമിനേഷൻ ഷോൺ ബൈ ഹസൻ. ആ കാര്യം ഒന്നും അറിയാതെയാണ് പിന്നീടും അവരെ കളിയാക്കുന്നത്. അവിടെ AJ ക്രോണിൻ അടിക്കുന്ന ഒരു തഗ് ഡയലോഗ് ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം ഒരു തഗ് ഡയലോഗ് നമ്മുടെ AJ ക്രോണിൻ പറയുന്നുണ്ട്. ഒന്ന് ഓർത്തിട്ട് പറഞ്ഞേ. റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തേ. ഓർക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്തേ. That person is going to be the hero of this live session. Okay. Then next poem എന്ന് പറയുന്നത് The Wreck of the Titanic by ബെഞ്ചമിൻ പെക്കറ്റിൻ്റെ ആണ്. ഇതിൽ ആസ് യൂഷ്വൽ മിസ് പറഞ്ഞിട്ടുള്ളതുപോലെ ടൈറ്റാനിക് ഫിലിം നിങ്ങൾ ഓർക്കുക. ജാക്കിനെയും ബ്രൂസിനെയും മാറ്റി നിർത്തുക, നമ്മുടെ ക്യാപ്റ്റനെയും ക്രൂവിനെയും ഇൻ ചെയ്യുക. ഓക്കെ, അവരുടെ ആ ഒരു കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ അത് ആ ഫിലിം കാണുന്നത് പോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു പോയമാണ് ഈ Wreck of the Titanic എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? യെസ്. The poem talks about a big ship called Titanic sinking in the sea after hitting a huge block of ice. ടൈറ്റാനിക്കിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് മിസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒട്ടുമേ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ആ ഒരു മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഫേറ്റ് പറയുന്ന പോയമാണ് The Wreck of the Titanic എന്ന് പറയുന്ന പോയം. The ship was very grand and was full of people. എത്രത്തോളം ഗ്രാൻഡ് ആയിട്ട് നിറച്ച ആൾക്കാർ മുഴുവൻ നിറഞ്ഞു പോകുന്ന ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ ആ ഒരു ഗ്രാൻഡ് എൻട്രി ഒക്കെ നമ്മൾ ഫിലിമിൽ കണ്ടിട്ടില്ലേ? ആ ഒരു സിനിമ അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കുക. When the ship started sinking, the captain told everyone to save women and children first, showing how brave he was. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈനാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കാരണം ക്യാപ്റ്റൻ്റെ ആ ഒരു കൺട്രോളിലാണ് ഈ ഒരു ഷിപ്പ് എന്നുള്ളത്. ഇതേപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷിപ്പ് മുങ്ങുമ്പം ദ ഫസ്റ്റ് ഓർഡർ ദാറ്റ് ഹി ഗിവ്സ് ഇസ് ദാറ്റ് സേവ് വുമൻ, സേവ് ചിൽഡ്രൻ, ബി ബ്രേവ്, ബി ബ്രിട്ടീഷ്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. The Wreck of the Titanic ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങൾ ഓർത്തോണം. സേവ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്, ബി ബ്രേവ്, ബി ബ്രിട്ടീഷ് എന്ന ക്രൂവിന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർഡർ അത് നിങ്ങൾ എടുത്തെഴുതേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Then even though it was a scary situation, the crew followed the captain's orders and helped women and children get into lifeboats to escape. So അതേപോലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ആ ഒരു ആക്ഷനും ഈ ഒരു പോയത്തിൽ വളരെയധികം
അധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷനാണ്. കാരണം അവരുടെ ലൈഫ് പോലും വേണ്ടാന്ന് വെച്ചിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ബാക്കിയുള്ളവരുടെ ലൈഫും സേവ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആക്ഷൻ അല്ലേ. ദ മ്യൂസീഷ്യൻസ് ഓൺ ദ ഷിപ്പ് കെപ്റ്റ് പ്ലേയിങ് മ്യൂസിക് ടു കാം എവ്രിവൺ ഡൗൺ. അവിടെയുള്ള നമ്മുടെ ദ കൊയർ ടീം ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേ ഇരുന്നു. ദ പോയം സേസ് ദാറ്റ് ദ ബ്രേവറി ഓഫ് ദ ക്യാപ്റ്റൻ ആൻഡ് ക്രൂ വാസ് ലൈക്ക് ഹീറോസ് ഫ്രം ഹിസ്റ്ററി റിമെമ്പേർഡ് ഫോർ ദിയർ കറേജ്. ഐ ആം ഇൻ 9th സ്റ്റാൻഡേർഡ്. ആമല്ലേ, നാളെ നമ്മുടെ +1 കുട്ടികൾക്കുള്ള മാരത്തോൺ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. The poem says it mainly deals with the bravery of captain and it acts like heroes from history. നമ്മൾ എത്ര കഴിഞ്ഞു അല്ലേ, എത്ര നാൾ കഴിഞ്ഞു ഈ ഒരു ടൈറ്റാനിക് മുങ്ങി താന്നിട്ട്, പക്ഷേ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടേയിരിക്കും. മെയിൻലി ബിക്കോസ് ഓഫ് ദ ബ്രേവറി ഷോൺ ബൈ ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ദ ടൈറ്റാനിക് അല്ലേ, അത് ഓർക്കണം. It highlights how the crew actions during the Titanic sinking will be remembered as an example of bravery forever. So most important thing of this poem എന്ന് പറയുന്നത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? Crew's actions during the Titanic sinking will be remembered as an example of bravery forever. അവരുടെ ആ ഒരു ബ്രേവറി അല്ലേ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയാണിത്. ഒരു സെക്കൻഡ് കേട്ടോ, മിസ് കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. സോ യു ഗൈസ് കണ്ടിന്യൂ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? യെസ്, മിസ് കാണുന്നുണ്ട്, ചാറ്റും കമൻറ്റും ഒക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് 1 minute. So the wreck of the Titanic, his first flightൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് the wreck of the Titanic വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോളിൽ മിസ് എനിക്കൊരു ലൈ തരുമോ? അതെന്താ സോൾ ആണല്ലേ? യെസ് സോൾ. എന്താ ഹായ് തരാലോ? ഹലോ ഹലോ ഹലോ. യെസ്. Then the poem describes the emotional scene of lifeboats being lowered while the band played Nearer My God to Thee. So ഇതിൽ നമ്മുടെ മ്യൂസീഷ്യൻസ് ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടു സേവ് ദ ലൈഫ് ഓഫ് അതേഴ്സ് ദേ വെയർ ഇമ്മെൻസ്ലി എന്തായിരുന്നു ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ആൻഡ് the importance of this line is so remarkable because അവർ ഏത് സോങ് ആണ് അവർ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നിയറർ മൈ ഗോഡ് ടു തീ, ദൈവമേ നിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു എന്നുള്ള ഒരു ഒരു മ്യൂസിക് ആയിരുന്നു അവർ പ്ലേ ചെയ്തിരുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. The poem describes the scene of lifeboats being lowered while the band played Nearer My God to Thee. അവരുടെ ലൈഫ് ബോട്ട് സേവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്താണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം അവർ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോൺസെപ്റ്റ് എൻറിച്ച് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയം കൂടിയാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ആ ഒരു ബ്രേവറി. അദ്ദേഹത്തിൻ്റെ ക്രൂവിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഫോർമാറ്റോ പറയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിന് കൊടുത്തിട്ടുള്ള ഓർഡേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? സേവ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ബി ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. ആൻഡ് ദ മ്യൂസീഷ്യൻസ് വെയർ പ്ലേയിങ് ദ ബാൻഡ് ആൻഡ് ഇറ്റ് വാസ് നിയറർ മൈ ഗോഡ് ടു തീ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസേഴ്സിനെ യുണീക്ക് ആക്കുക. യെസ്. ദെൻ ഗൂസ്ബെറീസ് ബൈ ആൻറ്റൺ ചെക്കോവ് നമ്മുടെ സ്റ്റോറിയാണ് അല്ലേ, സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ദ ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ അല്ലേ. നമ്മുടെ ഡ്രീംസ് അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ്, ആഫ്റ്റർ ദാറ്റ് ബിഫോർ ദാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. The story begins with a description of a dull, rainy day in the countryside where two men, Ivan Ivanich and Birkin, feel tired and weary. So Ivan Ivanich plans to tell Birkin her story about his brother while they seek shelter from the rain at Alokian's house. Phoenix Kings travel essayum സ്പീച്ചും എല്ലാം വരുന്നുണ്ട്, ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. സോ അലോക്കിയൻ ആ ഫാമർ ഫാമിലി. സോ ഇവർ രണ്ടുപേരും അല്ല, ഇവാനിഷും ബർക്കിനും നടന്ന് വരുമ്പോഴത്തേക്ക് അവരൊരു സ്റ്റോറി പറയുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നു ആൻഡ് ദേ ടേക്ക് ഷെൽട്ടർ അറ്റ് അലോക്കിയൻസ് ഹൗസ് ഹു ഇസ് എ കോമൺ ഫ്രണ്ട് ഓഫ് ദിസ് പേഴ്സൺ. അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം അയാളുടെ ബ്രദർ നിക്കോള ഇവാനിച്ചിൻ്റെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. നിക്കോള eventually buys an estate but finds it quite
quite different from his dream, yet he is content with his life. And his main dream എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പ്ലോട്ട് വാങ്ങുക with lots of gooseberries എന്നൊക്കെ ഉള്ളത്. For that she even married a rich widow. ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വെച്ചോണേ, അതൊക്കെ ഓർത്തോണം. Ivan Ivanich reflects on his own discontentment with urban life and the realization that true happiness lies in simple pleasure and contentment. So, നമ്മുടെ ആ ഒരു true happiness urban ലൈഫിൽ നിന്നെല്ലാം, സിറ്റിയുടെ din and bustles നിന്നെല്ലാം മാറി നിന്ന് വില്ലേജ് ലൈഫിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം, നമ്മുടെ സിമ്പിൾ തിങ്സിൽ നമ്മൾ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. The story concludes with the character settling in for the night with the sound of rain outside, reflecting on the complexities of life and the pursuit of happiness. So, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് അത്രയും മാത്രം എന്താണ് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ വ്യൂ പോയിന്റ് ആയിരിക്കും. ഇവിടെ ഇവാൻ ഇവാനിഷിന് വേറെ, അതേസമയം നിക്കോള ഇവാനിഷിന് വേറെ. സോ അവരെ ബേസ് ചെയ്തിട്ട് അവർക്ക് വരുന്ന ക്യാരക്ടർ ഓരോ ആളെയും ബേസ് ചെയ്തിട്ട് അവരുടെ ഡ്രീംസ് എങ്ങനെ മാറുന്നു, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറി അല്ലേ. യെസ്, ദെൻ ടു സ്ലീപ്പ് ബൈ വില്യം വേർഡ്സ്വർത്ത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയാണ്. ആൻഡ് ഇൻ ദിസ് പോയം ദ പോയറ്റ് അഭിനവ്, ഹലോ അഭിനവ്, കുറച്ച് ലേറ്റ് ആയിപ്പോയി അല്ലേ? നമ്മൾ ക്ലാസ്സിൻ്റെ ചാപ്റ്റർ വൈസ് സമ്മറിയിലേക്ക് കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻസും ഉണ്ട്. The poet talks about peaceful nature scenes like sheep passing by, rain falling and bees buzzing, which usually makes people sleepy. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ, ടു സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉറങ്ങാൻ അല്ലേ, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു പോയറ്റിൻ്റെ അവസ്ഥയാണ്. ബിക്കോസ് കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് ഇൻസോംനിയ പോലുള്ള ഇതിൽ ഫേസ് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു പോയറ്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസ്പൈറ്റ് ദ കാം സറൗണ്ടിങ്, ദ പോയറ്റ് കാൺ ഫോൾ എ സ്ലീപ്പ് ആൻഡ് സ്റ്റേ അവേക്ക്. സോ ഉറങ്ങാനുള്ള ടെക്നിക്ക് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ്, സൂതിങ് ആയിട്ടുള്ള സൗണ്ട് ഒക്കെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിലും ഹി ഈസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ്. ദ വെയിറ്റ് ഫോർ മോർണിംഗ് ടു കം സിഗ്നൽ ബൈ ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ ക്രൈ ഓഫ് എ കുക്കു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് രാവിലെ ആയി എന്നുള്ള സിഗ്നൽസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് ഒക്കെ അദ്ദേഹം കേട്ടു തുടങ്ങുന്നത്. Sleep is described like a good friend that brings relief and make you feel better. So sleep എന്ന് പറയുന്നത് എന്താണ്? കൃത്തിക്കേ വാടാ നമുക്ക് സ്ലീപ്പ് പഠിക്കാം. കൃത്തിക് ഓക്കെ, സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലീപ്പ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് അല്ലേ? നമ്മളെ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് നെക്സ്റ്റ് മോർണിംഗിലേക്ക് വെൽ പ്രിപ്പയർഡ് ആക്കി മാറ്റുന്ന ഒരു ഫ്രണ്ടാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദാറ്റ് കൃത്തിക്? കൃത്തിക്കേ, സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അല്ലേ, നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി നമ്മളെ പക്കയാക്കി നെക്സ്റ്റ് മോർണിംഗിലേക്ക് റെഡി ആക്കി വിടുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ദ പോയറ്റ് റിയലി വാണ്ട്സ് സ്ലീപ്പ് ടു കം, സീയിങ് ഇറ്റ് ആസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സെപ്പറേറ്റ്സ് ടയേർഡ്നെസ് ഫ്രം ഫീലിംഗ് ഫ്രഷ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്ലീപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി. സോ ഹി ഈസ് റിക്വസ്റ്റിംഗ് ദ സ്ലീപ്പ് നോട്ട് ടു ഗോ അവേ ഫ്രം മീ അറ്റ്ലീസ്റ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രിയെങ്കിലും നീ എന്നെ വിട്ടിട്ട് പോകരുത് എൻ്റെ പൊന്നുറക്കമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പോയറ്റിനെയാണ് നമുക്ക് സ്ലീപ്പിൽ കാണാനായിട്ട് സാധിക്കുക. യെസ് സോൾ, എന്താ പറയണേ? The poet really wants sleep to come, and the sleep is crucial for feeling good and having new ideas and energy. Sleep, rain, etc. Yes. The poem contrasts the poet's inability to sleep with the peacefulness of nature, showing how important sleep is for our well-being. നമ്മുടെ ആ ഒരു വെൽബീങ്ങിന് വേണ്ടിയിട്ട്, ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ വെൽബീങ്ങിന് വേണ്ടിയിട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹി ഈസ് റിക്വസ്റ്റിംഗ് ദ സ്ലീപ്പ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല കുറേ ദിവസമായിട്ട്. സോ ഹി ഈസ് റിക്വസ്റ്റിംഗ് ദ സ്ലീപ്പ് നോട്ട് ടു ഗോ അവേ ഫ്രം മീ. അഭിനവ്, ഹലോ 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 ഹലോ, ഞാൻ കാണുന്നുണ്ട്, മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ. യെസ്, സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. കുറച്ച് ചാപ്റ്ററിൽ നിന്നും ടീച്ചർ ക്ലാസ് കഴിയാറായോ? ക്ലാസ് കഴിയാറായിട്ടില്ല, ചാപ്റ്റർ ബൈ സമ്മറി ആയിട്ട് പോകുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മാരത്തോൺ അങ്ങനെയൊന്നും പെട്ടെന്ന് കഴിയില്ല കേട്ടോ സൽമാൻ. യെസ്, സോ ഹായ് പറഞ്ഞല്ലോ അഭിനവ്, ഞാൻ ഹായ് പറഞ്ഞല്ലോ. മിസ്, നിങ്ങൾ മദർ സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു തരുമോ? ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഗോയിങ് ഔട്ട് ഫോർ എ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. മദർ സീഗൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മദർ സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ചിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റോൾ ഓഫ് പേരൻസ് ആണ്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് മദർ സീഗളിൻ്റെ അല്ല വരിക, റോൾ ഓഫ് പേരൻസ് ആണ് പറയുക. അല്ലെങ്കിൽ എന്താണ്, മദർ സീഗളിൻ്റെ ബിഹേവിയർ കുറച്ച് റൂഡായിട്ട് തോന്നിയിട്ടുണ്ടാകും. സിമിലർലി യു മൈറ്റ് ഹാവ് ഓൾസോ എക്സ്പീരിയൻസ് സിമിലർ എക്സ്പീരിയൻസസ് ഫ്രം യുവർ
parents. So list your personal experience തുടങ്ങിയ ജനറൽ ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. ഇനി മദർ സീഗളിനെ കുറിച്ച് പറയുകയാണെങ്കിലും though she appeared to be a rude mother, it's actually her love and care towards her son അല്ലേ. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇവിടെ എന്താണ് നടക്കുന്നത്? സീകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് റൂഡായിട്ട് നമുക്ക് തോന്നും. വി ഫീൽ ലൈക്ക് ഷീ ഈസ് ആക്ടിങ് some kind of rudeness. She is showing some kind of rudeness towards her son എന്ന് തോന്നും. പക്ഷേ she is not doing that. She is really a caring mother. അതുകൊണ്ടാണ് just to make him fly, she is taking such rude steps just to make him fly. അവൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സീകൾ അതുപോലുള്ള ബിഹേവിയർ കാണിക്കുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദാറ്റ് ചാപ്റ്റർ ഇസ് ദ റോൾ ഓഫ് പേരൻസ് ഇൻ ബിൽഡിംഗ് അപ്പ് ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ എന്നുള്ളതാണ്. ഓക്കെ, യെസ്, വണ്ടിപ്രാന്തനെത്തിയല്ലോ. Then going out for a walk, Max Beerbohmന്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചാപ്റ്ററിൻ്റെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുമ്പം സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് വാക്ക് എന്ന് പറയുന്നത് ഇസ് എ ഗുഡ് എക്സസൈസ്, വി ഓൾ നീഡ് ടു എക്സസൈസ് ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ അവർ ഫിസിക്കൽ കണ്ടീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിൽ വരിക. പക്ഷേ അതിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡു യു റിമെമ്പർ ഓൾ ദോസ് പോയിന്റ്സ്? ഓർക്കുന്നുണ്ടോ? ദ റൈറ്റർ ഡസൻറ്റ് ലൈക്ക് ഗോയിങ് ഫോർ വാക്സ് ഈവൻ ദോ ദേ ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ എ വാക്സ് ബിഫോർ. ദേ തിങ്ക് London's noisy and smoky environment is a downside, but appreciate not being asked to go for walks there. Coming up with excuse to avoid walking is hard for them and they find the usual excuse ineffective. They believe walking just for the sake of it stops them from thinking deeply. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. ഇവിടെ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കും എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ when people go for work they seem to lose their intelligence and become dull. ഇവിടെ മാക്സ് ബിയർബോം പറയുന്നത് എന്താണ്? നടക്കാനായിട്ട് പോകുമ്പോൾ അത് ഫിസിക്കൽ കണ്ടീഷൻ എൻഹാൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ പോയിട്ട് നമ്മുടെ ഒരു ക്രിയേറ്റീവ് കപ്പാസിറ്റി കുറയ്ക്കും എന്നാണ് മാക്സ് ബിയർബോം പറയുന്നത്. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് വാക്സ് പീപ്പിൾ ടെൻഡ് ടു ഫോക്കസ് ഓൺ സയൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് റാദർ ദാൻ എൻഗേജിങ് ഇൻ മീനിങ്ഫുൾ കോൺവെർസേഷൻ. രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ നടക്കാനായിട്ട് പോകുമ്പം എക്സസൈസ് ചെയ്യാൻ പോകുമ്പം എക്സസൈസിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ പ്രൊഡക്റ്റീവ് കോൺവെർസേഷനിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുക? പകരം അവിടെ കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബോർഡ് അല്ലെങ്കിൽ അവിടെ നടത്താൻ കൊണ്ടുവരുന്ന ഒരു ഡോഗിനെ കുറിച്ച് അങ്ങനെ പല കമൻറ്റും പാസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എക്സസൈസ് എവിടെ? കാരണം മെൻ്റലി ഇൻവോൾവ് ആയാൽ മാത്രമേ അതൊരു ഗുഡ് എക്സസൈസ് ആയി മാറുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹി ഡസൻറ്റ് ലൈക്ക് വാക്കിംഗ് അല്ലേ? ഹി ഡസൻറ്റ് ലൈക്ക് വാക്കിംഗ്. ഓക്കെ, the decision to go for a walk seems to be driven by a desire for nobility and grandeur rather than logical thinking. Despite acknowledging the health benefits of walking, the writer refuses to go for walks unless absolutely necessary. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ അദ്ദേഹം നടന്നു പോകില്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു നടത്തത്തിന് പോയാൽ പിന്നീട് ക്ഷീണമാണ്, ക്രിയേറ്റിവിറ്റി കുറഞ്ഞതിൻ്റെ ക്ഷീണം. ഓക്കെ, ആ ഒരു ക്രിയേറ്റീവ് എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോൾ, ഹലോ അഖിൽ, എല്ലാവരും മിസ് കോൺവെർസേഷന് വരുമോന്നോ? കോൺവെർസേഷൻ വരുമോ അല്ലേ? കോൺവെർസേഷൻ ചിലപ്പോൾ ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാം, ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻ്റർവ്യൂ ചിലപ്പം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ സ്റ്റീഫൻ ഹോക്കിംഗ്. സോ ഫ്രീ 4 ക്വസ്റ്റ്യൻസ്. ഒന്നെങ്കിൽ ആൻസർ തന്നിട്ടുണ്ടാകും. അങ്ങനെ ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുകയാണെങ്കിൽ ചോദിക്കാനായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസിലല്ല എൻഹാൻസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിൽ സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. APJ അബ്ദുൽ കലാം ആണെങ്കിൽ നല്ലൊരു ജെനുവൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഫോർ ദ ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ ഡ്രീംസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സിനെ കുറിച്ച് ആ ഒരു രീതിയിൽ വേണം ചോദിക്കാൻ. പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിലായിരിക്കും മെയിൻലി കോൺവെർസേഷൻ. അല്ലെങ്കിൽ ചിലപ്പം എക്സാമ്പിളായിട്ട് ഹസനും AJ ക്രോണിൻ ഇസ് ഗെറ്റിംഗ് എ ചാൻസ് ടു മീറ്റ് ഹസൻ ആഫ്റ്റർ ലോങ് ഇയേഴ്സ്, സോ ക്രിയേറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു. ഇതുപോലുള്ള ജനറൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, ചാറ്റിൽ ആൻസേഴ്സ് അയക്കുമെന്നോ? പിന്നെ ഇതേപോലുള്ള
ഈ തന്നിരിക്കുന്ന എല്ലാ നോട്ട്സും കേട്ടോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് എല്ലാം കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. അതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. സോ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്നതും കുറച്ച് എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്ങാണ്. വാക്കിംഗ് ഇസ് നോട്ട് എ ഗുഡ് എക്സസൈസ് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം? യൂഷ്വലി വാക്കിംഗ് എന്ന് പറയുന്നത് ഇസ് എ ഗുഡ് എക്സസൈസ്. സോ ഫേവർ, ഇൻ ഫേവർ, ഫോർ അല്ലെങ്കിൽ അഗൻസ്റ്റ് ദ ടോപ്പിക് 4 ആർഗ്യുമെൻറ്റ്സ് എഴുതാനായിട്ട് ചോദിക്കാം. ഫിസിക്കൽ പണിഷ്മെൻറ്റ് തുടങ്ങിയ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ്, ഫ്രെയിം 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്രെയിം 4 പോയിൻറ്റ്സ്, ഫോർ ആൻഡ് അഗൻസ്റ്റ് ദ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഡിബേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയും ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ വേണം NK മാളവിക. ഓക്കെ, ഇങ്ങനെയാണ്. കൃത്യക്ക് എന്തോ ചോദിച്ചാൽ ഇതിൽ ബ്രെയിൻ ആൻഡ് സോൾ തമ്മിൽ അല്ലേ കോൺവെർസേഷൻ ഉണ്ടാവുള്ളൂ? ബ്രെയിൻ ആൻഡ് സോളോ ഏതിലാ? അങ്ങനെ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആരാണോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസനും AJ ക്രോണിനും അവരുടെ കോൺവെർസേഷൻ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു രീതിയിലാണ് വരിക. ഡിബേറ്റ് എന്താണോ, ഒരു ടോപ്പിക്ക് തന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഫോർ ദ ടോപ്പിക്കും എഗൻസ്റ്റ് ദ ടോപ്പിക്കും പറയുന്നത്. വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുന്ന ഫോർ ആർഗ്യുമെൻറ്റ്സ്. 4 എന്ന് വെച്ചാൽ ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 4 ആർഗ്യുമെൻറ്റ്സ് എഴുതാൻ പറയുകയാണെങ്കിൽ വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ്, ഇറ്റ് എൻഹാൻസസ് അവർ ഫിസിക്കൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ അവർ മെൻറ്റൽ റിവേക്കനിങ്. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് 4 ക്വസ്റ്റ്യൻസ്, 4 പോയിന്റ്സ് എഴുതാം. എഗൻസ്റ്റ് ദ ടോപ്പിക് ആണെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട്, ബിക്കോസ് ഇറ്റ് ഹിൻഡേഴ്സ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾ എഗൻസ്റ്റ് ആയിട്ട് പറയുക. ഒരു ടോപ്പിക്കിന് അതിനെ ഒപ്പോസ് ചെയ്തും അതേപോലെ അതിനെ അക്സെപ്റ്റ് ചെയ്തും പറയുന്നതിനാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. സോ അതാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസൺ. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അനിൽ ജോർജ്, മനസ്സിലായല്ലോ? മിസ് നെയിം എന്താ? മാളവിക. ഓക്കെ, ദ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസൺ. യു ക്യാൻ കോൾ മീ MK. ഓക്കെ, യെസ്. നീതു മനസ്സിലായി. ദ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസൺ. ഇതിൽ പറയുന്നത് എന്താണ്? സൈബർ സ്പേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് കൂടുതലും ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെയിൻലി essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, യെസ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ, നല്ല മാർക്ക് എക്സാമിന്, ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാം. ഓക്കെ, ആൻസർ ഷീറ്റിന് മാർക്കും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ, ഞാൻ ഫോളോ ചെയ്യും. ആൻഡ് ദാറ്റ്സ് എ കണ്ടീഷൻ ബിറ്റ്വീൻ us. ഓക്കെ, യെസ്. ആൻഡ്രോയിഡ് ടെക്നോളജി ആദ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഷുവർ ക്വസ്റ്റ്യൻസ് പറയുമോ? ഷുവർ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സൈബർ സ്പേസ് എത്തിയില്ലേ, ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അമേഥി മെതുവാ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസൺ. പീപ്പിൾ love exploring new things like cyberspace. Cyberspace used to be just for computer experts, but now everyone, even kids, can use it. പണ്ട് കാലത്ത് cyberspace എന്ന് പറയുമ്പോൾ we had a tendency to believe that it's only something related to this techie, computer knowledge ഉള്ള അല്ലെങ്കിൽ ഇതേപോലുള്ള സോഫ്റ്റ്വെയർ വർക്കേഴ്സിന് മാത്രമേ ഇതിനുള്ള ആക്സസ് ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. But now things have changed a lot. Even now it's accessible to children, school going kidsന് വരെ വളരെ accessible ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് സൈബർ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ? യെസ്. മിസ് നെയിം എന്താ? മാളവിക. അതിലെ MK എന്നിവിടെ ഇതാ ജോർജ് ഒക്കെ ഇട്ടത് കണ്ടത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ മോനെ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും? 2 മാർക്സ് ക്വസ്റ്റ്യനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഹൂ സെഡ് ദീസ് വേർഡ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ്, ഹൂ ഈസ് ഷീ റെഫർ ടു ദിസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഇല്ലേ 2 മാർക്സിൽ തുടങ്ങുന്നത്. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അത് 4, 6, 8 മാർക്സ് ആയിട്ട് പോവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ, യെസ്. Then some old ways of objective type questions എന്ന് പറയുന്നത് cohesive devices പോലുള്ളതില്ലേ, അതായത് സെൻറ്റൻസ് തന്നിട്ട് cohesive device, linking words, therefore, moreover, similarly, because തുടങ്ങിയ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ, അത് ചിലപ്പം ബ്രാക്കറ്റ്സിൽ തന്നിട്ട് fill in the blanks പോലെ കാണും. ഓക്കെ, അതേ ഉണ്ടാവുള്ളൂ. യെസ്.
മിസ് ക്ലാസ് എപ്പോഴാണ് കഴിയാന്നോ, നമുക്ക് പഠിക്കണ്ടേ, നാളെ എക്സാം അല്ലേ, മോഡൽ എക്സാം അല്ലേ. ഗ്രാമർ ഉണ്ടല്ലോ, ഗ്രാമർ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ടാവും, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാകും, കൊഹസീവ് ഡിവൈസസ് വെച്ച് ഫില്ല് ചെയ്യാനുണ്ടാകും. എഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നലത്തെ ക്ലാസ്സിൽ എസ്പെഷ്യലി എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. ഗ്രാമർ ഓക്കെ യെസ് എന്താണ് എഡിറ്റിങ്ങിൽ നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, അതേപോലെ തന്നെ വേർബ് യൂസേജ് കറക്റ്റ് ആണോ, ഐ യു വി ദേ വരുമ്പം ഹാവ് ഡു ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. വേർബ് ഫോമാറ്റ്, സബ്ജക്റ്റ്, വേർബ്, എഗ്രിമെൻറ്റ് നോക്കിക്കോണം. കൊഹസീവ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഫുൾ സ്റ്റോപ്പ്, കോമ തുടങ്ങിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിച്ചോണം. ഇതാണ് മെയിൻലി നിങ്ങൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോയും അവൈലബിൾ ആണ്. ഓൾറെഡി ഇന്നലെ തന്നെയാണ് ജസ്റ്റ് ഇത്രയും ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് സമയം കുറവാണ് അല്ലേ. യെസ് Then എന്താണ് പറയുന്നത്, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? The author says trying to control cyberspace won't work because people can always choose to go somewhere else. കാരണം സൈബർ സ്പേസിൻ്റെ ആ ഒരു പോസിബിലിറ്റീസ് പറയുന്നുണ്ട്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. സോ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് സൈബർ സ്പേസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ബേസ് ചെയ്തിട്ടൊരു ഡിബേറ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സേ സംതിങ് അബൌട്ട് ദ ഇമ്മൻസ് ഇഫക്റ്റ് ഓഫ് ദിസ് ടെക്നോളജി എന്നുള്ള രീതിയിൽ ഒരു സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, the author says trying to control cyberspace won't work because people can always choose to go somewhere else. In cyberspace, you can do private chats, get information, or join online groups. Cyberspace let people make their own communities without being told what to do. So cyber space like king എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് തന്നെയാണ്. ഇറ്റ്സ് അപ് ടു ഹിം ഓർ ഹർ വിച്ച് പ്ലേസ് ടു ചൂസ്, അല്ലെങ്കിൽ വിച്ച് തിങ് ടു ഡു, അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ഹി വോണ്ട്സ് ടു വിസിറ്റ് ഓർ നോട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ യൂസേഴ്സ് തന്നെയാണ്. സോ വേറെ ഒരു തേർഡ് പാർട്ടിക്ക് കൺട്രോൾ കൊടുത്തിട്ട് സൈബർ സ്പേസ് മൊത്തത്തിൽ അണ്ടർ കൺട്രോൾ ആക്കല്ല വേണ്ടത്. ഇറ്റ്സ് അപ് ടു യു. യു ആർ ദ കിങ്, അല്ലെങ്കിൽ യു ആർ ദ ബോസ് ഓഫ് ദ സൈബർ സ്പേസ്. സോ ഇറ്റ്സ് അപ് ടു യു. മെയിൻറ്റെയിൻ സം പ്രിൻസിപ്പിൾസ് ബൈ യുവർ സെൽഫ്. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സൈബർ സ്പേസിൽ മെയിൻ ആയിട്ട് പറയുന്നത്. കാരണം കുട്ടികൾ ഉൾപ്പെടെ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗീവ് ദം അവയർനെസ്. ഇതുപോലുള്ള പോസിബിലിറ്റീസിൻ്റെ കൂടെ തന്നെ ഇത്തരം ചതിക്കുഴികളും ഈ ഒരു സൈബർ സ്പേസിലുണ്ടെന്നുള്ള ഒരു അവയർനെസ് ക്ലാസ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നൽകുക. ആൻഡ് അവരുടെ ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് നിങ്ങൾ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മേക്ക് മാക്സിമം അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ദി സൈബർ സ്പേസ്, അല്ലെങ്കിൽ ദീസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു എസ്സേയാണ് ദ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസ് എന്ന് പറയുന്നത്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഹുസൈഫ സറൻവാല, യു ആർ ജീനിയസ് മാം. എന്താണ്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും. ബാക്കി കൃതിക് എല്ലാം സെറ്റ് അല്ലേ? മാക്സിമം ഹിന്ദി ക്ലാസ് ഉണ്ടോ മിസ്? ഹിന്ദി ക്ലാസ് അല്ലടാ, വരും, നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യാം, എല്ലാം സെറ്റാക്കാം. അപ്പം ഫോർ ദ ടൈമിങ് ഹിന്ദി പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെല്ലാം സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അഖിലിൻ്റെ അടുത്ത് സോളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴാണ് ഫോളോ ചെയ്യുക, എക്സാമിന് ഫുൾ മാർക്സ്, ഇംഗ്ലീഷിന് എക്സാമിന് ഫുൾ മാർക്സ് കിട്ടിയോ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ കഴിഞ്ഞ് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തോ, ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്യാം. ഓക്കെ, അഭിറാം മിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാമല്ലോ. അതായത് 2 മാർക്സിലായിരിക്കും ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ യങ് സീഗളിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ സീഗളിൻ്റെയും സീഗളിൻ്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു ഫിഷ് കൊടുക്കുന്ന ആ ഒരു സീനില്ലേ, അല്ലെങ്കിൽ ആ ഒരു സീഗളിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹൂ ഈസ് ഷീ റെഫർ ടു ഹിയർ. ഇന്നലത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് ഹൂ ഈസ് ഷീ റെഫർ ടു ഹിയർ, അല്ലെങ്കിൽ ഹൂ സെറ്റ് ദീസ് വേർഡ്സ് തുടങ്ങിയ പാരഫ്രീസ് പോലുള്ള സെൻറ്റൻസ് തരും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്, പിന്നീട് അത് മാറി 4 മാർക്സ് പോലുള്ള എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരും, കൊഹസീവ് ഡിവൈസസ് ഫില്ല് ചെയ്യാൻ വരും, റിപ്പോർട്ടഡ് സ്പീച്ച് വരും. പിന്നെ അത് കൂടിക്കൂടി വരും അല്ലേ, 4 മാർക്സ് 6 മാർക്സ് 8 മാർക്സ് വരും. വെയിറ്റേജ് കൂടുന്നതനുസരിച്ച് എങ്ങനെയാണ് വരിക. പിന്നെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും എസ്സേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും വെയിറ്റേജ് നോക്കുക.
ടെക്നോളജിയെക്കുറിച്ച് 4 മാർക്സ് 4 പോയിന്റ്സ് എഴുതാനാണ് പറയുന്നതെങ്കിൽ വിച്ച് ഓൺലി ഹാസ് 4 മാർക്സ്, നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 4 പോയിന്റ്സ് മാത്രം എഴുതുക. പക്ഷേ ടെക്നോളജിയെക്കുറിച്ച് ഒരു സ്പീച്ചാണ് 8 മാർക്സിൻ്റെ ആണെങ്കിൽ അത് വലിച്ചു നീട്ടുക. മാർക്ക് അനുസരിച്ച് പോയിന്റ്സ് ആണോ ഐഡിയാസ് എവിടെ ഇലോബറേറ്റ് ചെയ്യണം എന്നുള്ളത് വെയിറ്റേജ് നോക്കിയിട്ട് മാർക്ക് നോക്കിയിട്ട് മാത്രം എഴുതുക. 4 മാർക്സിനുള്ള കാര്യത്തിന് ജസ്റ്റ് ഒരു 3/4 പേജ് എഴുതി വെച്ചിട്ട് ടൈം കളയരുത്. കാരണം സ്പീച്ചും എസ്സേയും ബാക്കി കാര്യങ്ങളും ഒക്കെ എവിടെയാണ്? ലാസ്റ്റ് സെഷനിലാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ 4 ഡിബേറ്റിൻ്റെ 4 ആർഗ്യുമെൻറ്റ്സ് എഴുതുക. അതേപോലുള്ള പോയിന്റ്സ് എഴുതാനാണെങ്കിൽ മാർക്സ് നോക്കുക. ഓക്കെ, അതൊരു ട്രിക്കാണ്. യെസ് മിസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പോസിബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ചിലപ്പോൾ ചോദിക്കും. കോൺവെർസേഷൻ ടൈപ്പ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ ഫ്രീ 4 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലും വരാൻ ചാൻസ് ഉണ്ട്. പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അറബിക് ക്ലാസ് ഉണ്ടോ? ഇല്ല, അറബിക് ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, we need to understand that cyberspace, like the real world, is not perfect, but we can still make good choices. Now ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫീൽഡ് ഒന്നും അല്ല ഈ സൈബർ പ്ലാറ്റ്ഫോം ഒന്നും അല്ല സൈബർ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ വി ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? പോസിബിലിറ്റീസ് ഇഷ്ടം പോലെയാണ്. അതേപോലെ ആ പതുങ്ങിയിരിക്കുന്ന ചതികളും ഇഷ്ടം പോലെയാണ്. അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് യു ആർ ദ ബോസ് ആൻഡ് യു ക്യാൻ ചൂസ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് ഏതാ ചാപ്റ്റർ എന്നോ? ദ സൈബർ സ്പേസ്. എസ്തർ ഡൈസന്റെ എസ്സേ ആണ് ദ സൈബർ സ്പേസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഷാരോൺ. ഓക്കെ, യെസ്. ദെൻ ഇവിടെ എത്തി. അയ്യോ, കുറച്ച് സ്ലൈഡ് മാറിപ്പോയല്ലോ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ? എത്രയൊക്കെ പഠിച്ചു? സി വി വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? സി വി ഏത് ടൈപ്പാണ് വരിക? യെസ്, ഒരു മിനിറ്റ്, പെട്ടെന്ന് ഇതൊന്ന് തീർത്തോട്ടെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അശ്വൻ, സൊസൈറ്റി ഡെഡ് എന്ന് ചോദിക്കുന്നത് ആൻഡ്രൂ സലിവൻ്റെ ഒരു ഷോർട്ട് എസ്സി ആണ്. ദ റൈറ്റർ വിസിറ്റഡ് ന്യൂയോർക്ക്. ഇതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിതല്ലേ ക്ലാസ്. ഇതൊന്നും പഠിച്ചില്ല. അതെന്താ പഠിക്കാത്തത്? The writer visited New York and saw that while the nights were quiet, the days were also quieter than usual. In the writer's own town, they might see similar changes during the day, with people being busy with their own things, often because of using smartphone. The iPod generation is known for having white wires hanging from their ears or using MP3 players to listen to music and ignore the world around them. So, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെവിക്ക്, നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? ചെവിക്കകത്തൊരു സാധനം കൊത്തി വെച്ചാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും അല്ലേ? യെസ്. എടാ, ഞാൻ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നാളെ എന്ത് ചെയ്യും? ഇതൊന്നും പഠിച്ചില്ല. ഒന്നും പേടിക്കേണ്ട. ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ ഒന്നും പഠിച്ചില്ല എന്ന് പറയുക വണ്ടിപ്രാന്ത? യെസ് മിസ്സോ എന്തോ സോൾ, ഞാൻ കാണുന്നുണ്ട്, മെസ്സേജ് കാണുന്നുണ്ട്. നമുക്ക് പോർഷൻസും കൂടെ കവർ ചെയ്യണ്ടേ? ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്. അതിനെന്താ, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇല്ലേ? ഇംഗ്ലീഷ് ഇല്ലേ? English ഉണ്ടല്ലോ നമുക്ക്. ഇംഗ്ലീഷ് എല്ലാത്തിലും ഉള്ളതല്ലേ? യെസ്. So the writer has seen iPod users in their own town too, and though they might be a bit different from those in New York, they share the habit of being lost in their music and not paying much attention to what's happening around them. So ഇതിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പണ്ടുള്ള പോലെ ഒരു വൈബ്രൻറ്റ് സിറ്റി ഒന്നും അല്ല ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ആദ്യം വിചാരിച്ചു രാവിലെ മാത്രമേ കുറച്ച് ആൾക്കാരൊക്കെ നന്നായിട്ടുള്ളൂ, രാത്രിയിൽ ആ ഒരു വൈബൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ രാത്രിയിലും എന്താണ് മോറുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ആൻഡ് വാട്ട്സ് ദ മെയിൻ റീസൺ? ബിക്കോസ് എവറി വൺ ഹാസ് ദിസ് തിങ് അല്ലേ? അവരുടെ ചെവിയിൽ കൂടെ ഒരു 2 വൈറ്റ് വയേഴ്സ് തൂങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. അവർ ഇതിൽ നിന്നെല്ലാം, സൊസൈറ്റിയിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് നോബഡി ഈസ് നോയിങ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദം. ദേ ആർ ഇൻ ടു ദിസ് എന്താണ് ആ ഒരു മ്യൂസിക് പ്ലെയർ ബോക്സിൻ്റെ ഉള്ളിലോട്ടാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. സോ ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദ തിങ്സ് ഹാപ്പനിങ് ദം. ദേ ആർ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള എസ്സേ ആണ് എന്ത് ഇസ് സൊസൈറ്റി ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ. വൈറ്റ് വയേർഡ് മാൻ, യെസ്, വൈറ്റ് വയേർഡ് മാൻ എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? യെസ്. Then
Then എന്താണ് പറയുന്നത്, the writer admits to being part of the iPod generation and talks about how technology has made people more isolated, focusing on their own music, blogs and personalized news. അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇതൊന്ന് നോക്കിക്കേ. ടെക്നോളജി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ ഐസൊലേറ്റ് ചെയ്തത്. അവരുടെ മ്യൂസിക്, അവരുടെ ഇന്നർ വേൾഡ്, അവരുടെ ബ്ലോഗ്സ്, അവരുടെ പ്രസൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ സെൽഫായിട്ട് ഉള്ളിലേക്ക് പോകുന്നത് അല്ലേ. സെൽഫ് ലവ് കുറച്ച് കൂടിപ്പോയിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സമയമുള്ളൂ. തൊട്ടടുത്തിരിക്കുന്നത് ആരാണെന്നൊന്ന് മുഖം നോക്കാൻ പോലും ഉള്ള ടൈം അവർക്കില്ല അല്ലേ. യെസ്, the writer uses words against technology like anesthetized by technology to describe how people are becoming distant from each other because of their gadgets. ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് കാരണം ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് അവിടെ ഇല്ലാതാക്കുകയാണ്, അവർ ഐസൊലേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 21 സ്റ്റുഡൻസ് ആയിട്ടുണ്ടല്ലേ ലൈവ് സെഷൻ. ഓക്കെ 20 സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് കൃത്യക്ക് കാണിക്കുന്നുണ്ട്. യെസ്, ഇത്രയും സമയം ആയിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. യെസ്, the writer uses words and the writer believes technology has given us a world of our own because it lets us choose what we want to see and hear, often keeping us away from different opinions and experiences. അല്ലേ. സോ ഓക്കെ അഭി പറയുന്നുണ്ട്, മിസ് ഒന്ന് ശ്രദ്ധിക്കൂ, കുറേ നേരമായി സോൾ വിളിക്കുന്നു. എന്താ സോൾ, കാര്യം പറഞ്ഞോളൂ. പറഞ്ഞോ മിസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞോ, എന്താ സോളിന് പറയാനുള്ളത്. അഭിഷേക്, വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഇതുവരെ കഴിഞ്ഞില്ലേ മിസ്സോയി? ഇതൊക്കെയും എന്താണ്, കണ്ടിന്യൂ. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഇട്ടേക്കുന്നത്. പറഞ്ഞോ, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. സോളിനെ മൈൻഡ് ആക്കുന്നുണ്ട്. സോളിൻ്റെ അടുത്ത് സോളിൻ്റെ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് പതുക്കെ ഇങ്ങോട്ട് പോകുന്നത്. 1K അല്ല, മാർച്ചിലെ എക്സാമിന് ലൈവ് കാണുമല്ലോ, ഉറപ്പായിട്ടും കാണും. മാർച്ചിലെ എക്സാമിന് നമുക്ക് തലേദിവസം എന്താണ് മാരത്തോൺ ഉണ്ടാവും രാവിലെ. നമ്മുടെ കുട്ടികൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യം ചോദിച്ചതുപോലെ ലൈവിന് രാവിലെ തന്നെ 6 മണിക്ക് തന്നെ നമുക്ക് ബൂസ്റ്റർ ക്ലാസ്സും വെക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം പഠിച്ച് ഫ്രഷ് ആയിട്ട് നേരെ എക്സാം ഹോളിലേക്ക് കയറി പോവാം. ഇതൊക്കെ എക്സാമിന് വരുമോ? പിന്നെ ഞാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ എന്താണ്, സൊസൈറ്റി ഡെഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. എസ്സേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എസ്സേ ഇത്രയുണ്ട്, ടെക്സ്റ്റ് വായിച്ചിരുന്നോ? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനാണ് നീ ഇത്ര നേരം വിളിച്ചോണ്ടിരുന്നേ? യെസ്, അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല അല്ലേ, അടുത്തതിലേക്ക് പോവാം. കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക്. അവിടെ അത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഹി ഈസ് സെലിബ്രേറ്റിംഗ് വാലന്റൈൻസ് ഡേ ടു ദ ഫുള്ളസ്റ്റ്, ഐ തിങ്ക് സോ, അഭിഷേക്. ദെൻ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് തൈസ ഫ്രാങ്കിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തുകയല്ല, ദേ ആർ ഓൾസോ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എ സൊസൈറ്റി. എന്താണ്, അവരെയും കൂട്ടി നിർത്തണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. വിച്ച് ഓൾസോ ഹെൽപ്സ് us to understand the importance of technology or the changes that this technology makes in the life of this differently abled students. അല്ലേ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ടെക്നോളജി എത്രത്തോളം അവരുടെ ലൈഫ് അറ്റ് ഈസ് ആക്കി മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. CBSE അല്ല, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു ഫാമിലിയാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ദേ ആർ എൻജോയിങ് ഡിന്നർ ടൈം ടുഗെദർ ആൻഡ് ദർ ഇസ് എ ഫാദർ, മദർ, ബ്രദർ ആൻഡ് എ സിസ്റ്റർ ആൻഡ് ദ സിസ്റ്റർ ഇസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഓക്കെ, ദെൻ ഇത്രയാണ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. 50th ലൈക്ക്. ആരുടെ വകയായിരുന്നു 50th ലൈക്ക് എന്ന് പറയുന്നത്? എബിൻ അനിയുടെ ആയിരുന്നോ 50ാമത്തെ ലൈക്ക് എന്ന് പറയുന്നത്? ഓക്കെ, താങ്ക് യു. യെസ്, കൃത്യക്ക് പറഞ്ഞ പോലെ ഗ്രറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റോറിയാണിതെന്ന് പറയുന്നത് അല്ലേ. യെസ്, മദർ, ബ്രദർ, ഫാദർ ആൻഡ് ഗ്രറ്റ എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിന്നർ ടൈമിൽ ഫാദർ പറയുന്നുണ്ട് ഒരു വെബ്സൈറ്റിനെ കുറിച്ച്, വെയർ വി ക്യാൻ ക്രിയേറ്റ് our own streets, our own house തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ബട്ട് ദിസ് മദർ ഹു നോസ് അബൌട്ട് ദിസ് ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം വെൽ, ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. വേറസ് ഹിസ് സൺ എന്ന് പറയുന്നത് ഇസ് സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ടു ദ ഫീൽഡ് ഓഫ് കരാട്ടെ ആൻഡ് ഓൾ. അതുകൊണ്ട് ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം റിലേറ്റഡ് തിങ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല. പക്ഷേ ഗ്രറ്റ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഫാദർ ഈ ഒരു വെബ്സൈറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രറ്റ വാട്ട് ഈസ് ഇറ്റ് ഫാദർ ചോദിച്ചിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് വരുന്ന ഗ്രറ്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ സിനാൻ, ഹായ് സിനാൻ അല്ലേ? യെസ്,
Hi, Abhishek. Yes, Abhishek. Then, Missing the name and Malavika, MK. So the father discovers a website where you can create virtual streets and houses. He excitedly shares with his family while they are eating dinner. His wife and son show little interest, focused on their activities, and only his daughter Greta, who is Greta എന്ന് പറയുന്നത് differently abled ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ, ഒരു കുട്ടിയാണ്, and she attends a special school, seems intrigued, and Greta expresses interest in the idea of creating house and filling them with fruit. So മനസ്സിലെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവളുടെ പീച്ച് എന്ന് പറയുന്നത്. സിമ്പിൾ ഓഫ് പീച്ച് ആസ് എ ഫ്രൂട്ട് ഈ ഒരു സ്റ്റോറിയിൽ കാണുന്നതാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിച്ചപ്പം? സോ ഗ്രറ്റ ആ വെബ്സൈറ്റ് യൂസ് ചെയ്ത് അച്ഛൻ്റെ കൂടെ വളരെ ക്യൂരിയസ് ആൻഡ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കുന്നു. ആ ഒരു സ്ട്രീറ്റിൽ ഗ്രറ്റാസ് ഹൗസ് ഉണ്ടാക്കുന്നു. ഗ്രറ്റാസ് ഹൗസ് ഇസ് ഡെക്കറേറ്റഡ് വിത്ത് വൈറ്റ് കർട്ടൻസ്. അവിടെ തന്നെ ഗ്രറ്റയുടെ കിച്ചൺ ഉണ്ടാകുന്നു. വിഷി ലേറ്റർ നെയിംഡ് ഇറ്റ് ആസ് ഗ്രറ്റാസ് കിച്ചൺ. വിഷി കവേർഡ് ഇറ്റ് ഫുൾ ഓഫ് ഗ്രേപ്സ്, പീച്ച് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതും അവളുടെ ആ ഒരു ക്യൂരിയോസിറ്റി ആൻഡ് എക്സൈറ്റ്മെൻറ്റ് വൈൽ യൂസിങ് ദിസ് ടെക്നോളജി ബിക്കോസ് ഷീ ഈസ് ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നുള്ളൊരു കാര്യം അല്ലേ. ഇത്ര വയസ്സുണ്ടെങ്കിലും ഒരു ചെറിയ കുട്ടിയുടെ മെൻറ്റൽ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ബട്ട് ഫോർ ഹർ ഡൂയിങ് എന്താണ് യൂസിങ് ദിസ് ടെക്നോളജി, ഡെക്കറേറ്റിംഗ് ദിസ് ഗ്രെറ്റാസ് കിച്ചൺ ആൻഡ് ഗ്രെറ്റാസ് ഹൗസ് എന്ന് പറയുന്നത് സംതിങ് ബിയോണ്ട് ഹർ കേപ്പബിലിറ്റി. അപ്പോൾ അത് അവൾക്ക് നേടിക്കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. യെസ് മിസ്, നല്ല ക്ലാസ്സാണ്, എല്ലാം മനസ്സിലാകുന്നുണ്ട്, താങ്ക് യു. ഹൗസ് മേക്കിംഗ് പറയുന്നുണ്ട്. ഇല്ല, ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ സ്കൂളിലില്ലായിരുന്നു. സാരമില്ല, ഇപ്പം ക്ലിയർ ആയില്ലേ, ഇത്രയല്ലേ ക്ലിയർ ആകുന്നുള്ളൂ. ആൻഡ് വൈ ഗ്രറ്റ ഇസ് മേക്കിംഗ് ഓർ ക്രിയേറ്റിംഗ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ, ഹിസ് ഫാദർ ഇസ് തിങ്കിങ് ലൈക്ക് അറ്റ്ലീസ്റ്റ് അവളുടെ റിയൽ ലൈഫിൽ പോലും ഒരു റിയൽ ഹൗസ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് ഷീ ഈസ് സപ്പോസ് ടു ലീവ് ദ റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ് ഇൻ സ്പെഷ്യൽ സ്കൂൾ. കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ഇവർക്ക് സ്പെഷ്യൽ സ്കൂൾസ് പോലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണുള്ളത്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തെങ്കിലും അവൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കട്ടെ എന്ന് പറയുന്ന ഒരു ഫാദറിൻ്റെ കൺസേൺ. അത് പോസിറ്റീവ് രീതിയിലും എടുക്കാം, നെഗറ്റീവ് രീതിയിലും എടുക്കാം അല്ലേ. കാരണം പോസിറ്റീവായിട്ട് ഹി ഈസ് സോ മച്ച് ഹാപ്പി ദാറ്റ് ടെക്നോളജി ഈസ് സംഹൗ ഹെൽപ്പിംഗ് ദിസ് ലിറ്റിൽ കിഡ് എന്നുള്ളത്. നെഗറ്റീവ് രീതിയിൽ എന്താണ്, വൈ, എന്തുകൊണ്ടാണ് അവൾക്ക് പുതിയതായിട്ട് സ്വന്തമായിട്ടൊരു വീട് എടുക്കാൻ പറ്റാത്തത്? ബിക്കോസ് സൊസൈറ്റി അവരെ മാർക്ക് ചെയ്ത് മാറ്റി നിർത്തുന്നു. ദേ ആർ ഓൾസോ ദ ഇന്നർ പാർട്ട് ഓഫ് ദി സൊസൈറ്റി എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ രണ്ട് തരത്തിലുള്ള ടെക്നോളജിയുടെ ആഡഡ് അഡ്വാൻറ്റേജും പറയുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്, അവരും പാർട്ട് ഓഫ് ദി സൊസൈറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിർത്തണം എന്ന് മനസ്സിലാക്കി കാണിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. കൃത്തിക് ഒരു നല്ല പഠിപ്പി തന്നെ, അതെ, ഹിസ് റിയലി എ നൈസ് സ്റ്റുഡൻറ്റ്. അവൻ ആദ്യം തൊട്ട് ക്ലാസ്സിൽ എല്ലാത്തിലും വളരെ അറ്റൻറ്റീവായിട്ട് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഇതിൻ്റെ കോർ കോൺസെപ്റ്റ് എന്താണെന്ന് മെസ്സേജ് ചെയ്യുന്ന ആളാണ് കൃത്തിക് എന്നുള്ളത്. അത് ഞാൻ കാണുന്നുമുണ്ട് അല്ലേ. കൃത്തിക് ആണ് കേട്ടോ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നല്ല രീതിയിലാണ് കൃത്തിക് എല്ലാത്തിനും മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ കൺസെപ്ച്വൽ ഫ്രൂട്ട്. സോ ആർ യു ഗൈസ് റെഡി ഫോർ ദ ക്വസ്റ്റ്യൻസ് സെറ്റ് അല്ലേ? നമ്മളിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് കേട്ടോ. യെസ്, ബാ നമുക്കിനി ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ നോക്കിക്കേ, സീഗളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആരാ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നത്? ഫസ്റ്റ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്നുള്ളത് ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം എന്നല്ല, ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. What prompted the young seagull to fly finally? എന്താണ് ഏറ്റവും അവസാനം നമ്മുടെ സീഗളിനെ ഒന്ന് പറത്തിയെടുത്തത്? എന്താണ്? The young seagull hunger drove him to finally take flight. അവസാനം അവനെ പറത്തിയെടുപ്പിച്ചത് വേറെ ഒന്നുമല്ല, അവൻ്റെ വിശപ്പാണ്. വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് അത്രയും അസഹനീയമായിരുന്നു അല്ലേ. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നല്ലത് പറയിക്കണോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഞാൻ കാരണം ഒരു നാണക്കേടായി തുടങ്ങിയ തോട്ട്സ് ഒന്നും അല്ല ഹങ്കർ. അതാണ് നമ്മുടെ സീഗളിനെ അവസാനം പറത്തിയെടുത്തത്. He felt very hungry, but his mother refused to give him the fish she had brought. Instead, she wanted him to fly to her to receive it. So that's why I told you that sometimes we might feel like, okay, this mother seagull is showing some rude behavior towards his son എന്ന് നമുക്ക് പറയാനായിട്ട് തോന്നും. പക്ഷേ she is actually making him independent. അവനെ ഒന്ന് പറത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ട്രിക്സ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ
ലൈവ് ടി വി റിപ്പോർട്ട് ചാപ്റ്ററിൽ വരുമോ? ഫസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സീകൾ ആദ്യമായിട്ട് പറക്കുന്നതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. Then next question നോക്കിക്കേ, what is your impression of the reaction of the parents in the story? പേരൻസിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഇംപ്രഷൻ ഓഫ് പേരൻസ് എന്താണ്? സീഗൾ റിലേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്, ഹൂ ഇസ് ദി ഓതർ, അല്ലെങ്കിൽ പോയാണെങ്കിൽ പോയറ്റ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലൈം ഓഫ് ലഹട്ടി ദ പേരൻസ് റിയാക്ഷൻ സീംസ് ഹെൽപ്ഫുൾ ആൻഡ് ഫേം. ഓക്കെ, പേരൻറ്റ് കുറച്ച് റൂഡായിട്ട്, കുറച്ച് എന്താണ് സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിലും ഇറ്റ് വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് ദ യങ് സീഗൾ ടു ഫ്ലൈ. ആ ഒരു കാര്യം ഓർത്തോണം. ദ ആക്ഷൻസ് അല്ലെങ്കിൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് ഹിം ആൻഡ് ഇറ്റ് വാസ് വെരി സ്ട്രോങ് ആൻഡ് ഫേം. ദ മദർ ബേർഡ് വാണ്ട്സ് ഹർ ചിക്ക്. സോള് പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണമെന്ന്. സോളെ ഞാൻ പിന്നെയും പറയുന്നു, ഞാനും ബാക്കിയുള്ളവരും എല്ലാവരും നിന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് വാങ്ങിയിരിക്കണം. ഓക്കെ. The mother bird wants her chick to learn to fly on its own, so she encourages it but doesn't give it everything right away. She knows the chick is scared but gently pushes it to try. She knows the fact that she is actually, the young seagull lacks confidence to fly. ആ കാര്യം mother seagull അറിയാം. So she is knowingly forcing him to fly. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് റൂഡ് ബിഹേവിയർ ആയിട്ട് തോന്നുന്നത്. യെസ്, ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? Then she knows the chick is scared but gently pushes it to try. വളരെ ജെന്റിൽ ആയിട്ട് അവനെ ഒന്ന് പറത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. The father bird also encourages the chick to fly, showing he believes in its abilities. Overall, the parents in the story are like good teachers, guiding their child to be brave and independent. So main action അല്ലെങ്കിൽ impression of the parent seagull എന്താണ്? They are like good teachers. They are setting role models for their children, അല്ലേ? Guiding their child to be brave and independent. Never give up. Try, be brave തുടങ്ങിയ കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ പേരൻറ്റ് സീഗൾ എന്ത് യങ് സീഗളിന് കാണിച്ചു കൊടുക്കുന്നത്. സോ ദേ ആർ ആക്ടിങ് ലൈക്ക് റോൾ മോഡൽസ് ഓർ ടീച്ചേഴ്സ് ഫോർ ദ യങ് സീഗൾ. ഇതാണ് ഇംപ്രഷൻ ഓഫ് ദ പേരൻസ് വരിക. ഓക്കെ, യെസ്. സ്പീച്ച് വരുമോ മിസ്? സ്പീച്ച് വരും. What do you think this is the real crisis faced by the young bird? The real crisis faced by the young bird is his lack of confidence. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവനെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയത് അല്ലേ? ആൻഡ് ഹിസ് ഫിയർ ഓഫ് ഗോയിങ് ഔട്ട് ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ഷെൽട്ടർ ഓഫ് ഹിസ് ഹോം. ആ ഒരു കംഫർട്ട് സോൺ വിട്ട് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ആദ്യത്തെ ഒരു മടി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ ഹി വാസ് എക്സൈറ്റഡ് ടു ഫ്ലൈ അഗൈൻ അല്ലേ? ഫ്ലൈ ഹൈ എന്നുള്ള ഒരു കാര്യം. യെസ്. You get inspired by Dr. APJ Abdul Kalam's message and decide to communicate your thoughts and ideas to your friend who is studying abroad. Draft an email to your friend. So email question ഉറപ്പാണ്. നമ്മുടെ ലോങ് വീഡിയോ സെഷനിൽ ഇമെയിലിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പോർഷൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നോ? എനിവേ, സോ 58 ലൈക്സ് ആയിട്ടുണ്ട്. പോരട്ടെ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ലൈക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തത്. 58 ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. വേഗം പോരട്ടെ. ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. യെസ്. വണ്ടിപ്രാന്തം പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് വരൂടാ എന്ന് വണ്ടിപ്രാന്തം പറഞ്ഞിട്ടുണ്ട്. സോ ഇമെയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിൻ്റെ ഫോമാറ്റ് ആണ്. ഫ്രം, ടു, CC, BCC, സബ്ജക്റ്റ്. ഫ്രം അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരുപാട് തവണ അല്ലേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടു ആർക്കാണ് എന്നുള്ളത്. ഓക്കെ, ടു എഴുതുക. ദെൻ പേര് ഇപ്പം എഴുതിയിട്ട് എന്താണ്? ശരൺ @gmail.com അല്ലേ? ടു അഡ്രസ്സ് മെയിലാണ്. gmail.com എന്നുള്ള രീതിയിൽ വേണം അഡ്രസ്സ് എഴുതാനായിട്ട്. CC, BCC ഫില്ല് ചെയ്യണം എന്നില്ല. അത് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യവും വരാറില്ല. ചിലപ്പോൾ റെയർ കേസിൽ വല്ലതും CC, BCC വെക്കണം എന്ന് വല്ലതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ, പക്ഷെ അത് വരില്ല കേട്ടോ. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ്. ഇമെയിലിൽ സബ്ജക്റ്റ് എഴുതാനായിട്ട് മറക്കരുത്. കാരണം സബ്ജക്റ്റിലാണ് ഇത് എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ള ഹിൻറ്റ് കിട്ടുക അല്ലേ? ദെൻ അഡ്രസ്സ് ചെയ്യുക. ഡിയർ, ആരെയാണോ പറയുന്നത്. ദെൻ ഒരു ലെറ്റർ എഴുതുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസിൽ എന്തിനാണ്, വൈ ആർ യു ഡ്രാഫ്റ്റിംഗ് ദിസ് ഇമെയിൽ എന്നുള്ളത് അതിൻ്റെ കുറച്ച് ഇലോബറേറ്റഡ് വ്യൂ ആയിട്ട് സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നു. ആൻഡ് കൺക്ലൂഡിംഗ് സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യു എന്നോ, അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ കാഷ്വൽ ലേറ്റർന്നോ ഒക്കെ പറഞ്ഞിട്ട് റിഗാർഡ്സ് പറഞ്ഞ് നെയിം എഴുതുകയാണെങ്കിൽ ഇമെയിലിൻ്റെ ഫോർമാറ്റ് സെറ്റാണ് കേട്ടോ. സോ ഇതാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ,
വണ്ടിപ്രാന്തം പറയുന്നുണ്ട് CC സബ്ജക്റ്റ്. യെസ്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഇമെയിലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, 60 ലൈക്സിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓക്കെ, അത് കാണുമ്പോൾ എനിക്ക് പഠിപ്പിക്കാനും ഭയങ്കര ഒരു സന്തോഷം. താങ്ക് യു സ്റ്റുഡൻസ്. യെസ്, ഇപ്പം ഫോമാറ്റ് നമ്മൾ ഇമെയിലിൻ്റെ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ, ഐ എം നോട്ട് മെൻ ഫോർ ക്രോളിംഗ്, ഐ ഹാവ് വിങ്സ് ഓഫ് മൈ ഓൺ, സോ ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം, അത് ഞാൻ പറഞ്ഞില്ലേ, ആ പോയം എടുത്തപ്പോൾ റിസൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏഷ്യൻ പോയം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ ലൈൻസ് ഓർത്തിരിക്കുക. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ലൈൻസ് എടുത്ത് എഴുതുക എന്ന് പറയുന്നത്. കാരണം കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസറിൽ യൂസ് ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ സബ്ജക്റ്റ് ഫോമാറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഹിൻസ് നോക്കിക്കേ. സബ്ജക്റ്റ് എംബ്രേസിങ് ആ യുണീക്നെസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബി യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അബ്ദുൽ കലാമിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എംബ്രേസ് ചെയ്യുന്നത് അല്ലേ. ദെൻ ഹേയ്, അതായത് ഫ്രണ്ടിൻ്റെ നെയിം നെയിം കൊടുക്കുക ഫ്രണ്ടിൻ്റെ. യെസ്, റൈറ്റ് സൈഡിൽ അഡ്രസ്സ് എന്ന് എഴുതണ്ടേ? എന്തിനാ? ഇമെയിലിനോ? ഇമെയിലിന് എന്തിനാ? ഇമെയിലിന് ടു BCC സബ്ജക്റ്റ് അല്ലേ വേണ്ടത്? യെസ്, basically, hope you are doing great over there. I wanted to share something cool I have been thinking about lately, inspired by Dr. APJ Abdul Kalam's teaching. So അവൻ്റെ അടുത്ത് ഫ്രണ്ടിൻ്റെ അടുത്താണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഫോമൽ ലാംഗ്വേജ് അല്ല, ഫോമൽ ലാംഗ്വേജ് ആണ്. ആൻഡ് യു ആർ ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ പേടിയായിരുന്നു, ഇപ്പം എല്ലാം മാറി. ഓക്കെ, ഐ എം ഹാപ്പി ദാറ്റ് ഐ എം വൺ ഓഫ് ദ റീസൺസ് ഫോർ ദാറ്റ്. ഇന്നലെ പിന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, വൺ ഓഫ് ദ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം നെക്സ്റ്റ് വരുന്നത്. വൺ ഓഫ് ദ റീസൺസ് അല്ലേ. നമ്മൾ സാധാരണ പറയുമ്പം ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും കോമൺ ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇഫ് യു ആർ യൂസിങ് വൺ ഓഫ് ദ, ദെൻ ദ നെക്സ്റ്റ് വേർഡ് ഷുഡ് ബി പ്ലൂറൽ. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ്, വൺ ഓഫ് ദ റീസൺസ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെച്ചാണ്. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് പുതിയ ഇൻഫോർമേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, എന്താണ് പറയുന്നത്? ഐഷു, ഹേ ഐഷു, ഞാൻ മെസ്സേജ് കണ്ടു. റിയ, മിസ് യു ഫ്രം കേരള. ഓക്കെ, ദെൻ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുകയെന്ന് വണ്ടിപ്രാന്തം പറയുന്നുണ്ട്. അടിച്ചു പൊട്ടിക്കുകയാണോ? യെസ്, ലൈക്സ് കൂടി വരുന്നുണ്ടല്ലേ, അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. താങ്ക് യു മൈ ഡിയർ കിഡ്സ്. ഐ എം വാച്ചിങ് ഓൾ യുവർ കോൺട്രിബ്യൂഷൻസ്. താങ്ക് യു. വളരെ നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ ക്ലാസ്. ഉള്ള കുട്ടികൾ വളരെ നല്ല ആക്റ്റീവായിട്ട് കമൻറ്റ് സെക്ഷനും ലൈക്ക് ബട്ടണും ഒക്കെ നല്ല അടിച്ചു പൊളിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. യെസ്, സോ അപ്പം ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു, ഐ റിയലി വാണ്ടഡ് ടു ഷെയർ സംതിങ് വിച്ച് റിയലി ഇൻസ്പയർഡ് മീ, ആൻഡ് ദാറ്റ് ഇസ് ദ ടീച്ചിങ്സ് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ വൈ ആർ യു റൈറ്റിംഗ് ദിസ് ഇമെയിൽ എന്നുള്ളത് ആ ഒരു ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്ക് വരികയാണ് സെക്കൻഡ് പാരഗ്രാഫായിട്ട്. നമ്മൾ ബേസിക്കലി just one more thing. Riya, can I give you one hint? എന്താണ്, do one thing, guess my place. എൻ്റെ പ്ലേസ് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ഐ വിൽ ടെൽ യു. അതിന് മുന്നേ ഈ ഒരു ഇമെയിൽ ആദ്യം ഇത് ശ്രദ്ധിക്കൂ. ഓക്കെ, യെസ്, ബേസിക്കലി ഹി സേസ് ദാറ്റ് ഈച്ച് ഓഫ് us is born with our own special talents and dreams. We shouldn't feel pressure to be like everyone else. Instead, we should embrace what makes us different and go after our goals with all our might. So, what did you understand from that chapter എന്നുള്ളത്? be unique അല്ലേ. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് ഇല്ലാതാക്കരുതെന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് ഹി ഈസ് സേയിങ് യു ഹാവ് ഗോട്ട് വിങ്സ്, സോ വൈ ക്രോൾ വെൻ യു കാൻ ഫ്ലൈ. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ അത് ഇമെയിലിൽ വന്നപ്പോൾ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. യു ഹാവ് ഗോഡ്, നിങ്ങൾക്ക് ചിറകുകൾ ഉള്ളപ്പോൾ അത് പറക്കാനായിട്ട് ഉപയോഗിക്കൂ, അല്ലാതെ എഴയാനായിട്ടല്ല. വെൻ യു ഹാവ് വിങ്സ്, ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്, ഇറ്റ്സ് ഫോർ യു ടു ഫ്ലൈ ഹൈ അല്ലേ. ആ മെസ്സേജ് ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ദെൻ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിറ്റി ഓസം വേ ടു തിങ്ക് അബൌട്ട് ലൈഫ്, ഡോണ്ട് യു? എന്നെ സംബന്ധിച്ച് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിനക്കോ? ഡോണ്ട് യു അല്ലേ. ആ ഒരു രീതിയിൽ ഇൻഫോർമൽ ആണ്, ഫ്രണ്ടിന് അയക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം ഒരു എഡിറ്ററിനോ അല്ലെങ്കിൽ ഒരു ടീച്ചറിനോ ഒക്കെ ആണെങ്കിൽ എന്താണ്, ലാംഗ്വേജിൻ്റെ സ്റ്റൈല് മാറും. ഓക്കെ, യെസ്. കൊച്ചി പറയുന്നുണ്ട്, മലപ്പുറം പറയുന്നുണ്ട്, സ്ഥലങ്ങളിങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഞാനിതിപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിൽ കയറിക്കോടുന്ന് ആലോചിക്കുന്നത്. പോരട്ടെ.
അതിൻ്റെ ഇടയ്ക്ക് ഇത് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഹർഷിത് മോഹൻ, ഹലോ ഹർഷിത്, ഹൗ ആർ യു? അഭിറാമിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് വരിക. ഹലോ 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 ഹലോ. നോക്ക്, ഞാൻ ജസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രം പാലക്കാട് പ്ലേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഒന്ന് എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ടാസ്ക് തന്നത്. ടീച്ചർ ഈസ് ഫ്രം കോട്ടയം ഓർ പത്തനംതിട്ട. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം ഫ്രം കോട്ടയം ഓർ പത്തനംതിട്ട? ഹൗ? കാസർഗോഡ്? കാസർഗോഡാണെന്ന് എന്താണ് പറഞ്ഞത്? ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചത് കൊണ്ട് ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടാസ്ക് തന്നത്. മിസ് നെയിം, മിസ് നെയിം എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ കുട്ടികളെ, വേഗം പറഞ്ഞു കൊടുക്കൂ. കോഴിക്കോട്. ലക്ഷ്മി ലക്ഷ്മി പറയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് മിസ്. അതാണ് എനിക്ക് വേണ്ടതും, അല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങ് മറന്നു പോകരുതേ. ക്ലാസ്സും MK ഓക്കെ 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 ആക്റ്റീവ് ആകുന്നുണ്ട്. ഷടപടേന്ന് മെസ്സേജ് അങ്ങോട്ട് വരികയാണ് അല്ലേ? ഇത് എന്ത് പെട്ടെന്ന് ആ കമൻറ്റ് സെക്ഷൻ കൂടിയേ നോക്കിക്കേ. ഇതുപോലൊരു ടാസ്ക് തന്നപ്പോൾ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ മിസ്? എവിടെയാണ്? അങ്കമാലി. അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ ആരായിട്ട് വരും ഞാൻ? അതും കൂടെ പറഞ്ഞേ. പോരട്ടെ പോരട്ടെ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ലൈക്സും കൂടി അല്ലേ? ഓക്കെ ഓക്കെ, പോരട്ടെ പോരട്ടെ. എന്തൊക്കെ ഡൗട്ട്സാണ് എല്ലാവർക്കും ഉള്ളത്? കമൻറ്റ് ചെയ്തോ. ആ സമയം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ സൗണ്ട് എപ്പോൾ ഓക്കെയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പോരട്ടെ. ഗസ് മൈ പ്ലേസ്. അങ്കമാലി വരെ എത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തുടങ്ങി അങ്കമാലി എത്തിയിട്ടുണ്ട്. മരുമോളാണോ അമ്മാവൻ്റെ? അങ്കമാലി പ്രസിഡൻറ്റിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ? അല്ല, മരുമോളല്ല. കോഴിക്കോടോ? ആര് പറഞ്ഞു? യെസ്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ആണോ? 14 ഡിസ്ട്രിക്റ്റ് തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ആണടാ, ആണ്, ഉറപ്പായിട്ടുമാണ്. ഇതിൽ ഒരിടത്താണ് ഞാനുള്ളത്. ഇടുക്കി. ഇടുക്കി എത്തി, മിടുക്കൻ. ഇതിപ്പോൾ ഏതൊക്കെ സ്ഥലം വന്നു അല്ലേ? മിസ് നെയിം പറയൂ. മാളവിക. That's why these my little students are calling me MK. ഇവരെന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. MK എന്നാണ് സ്നേഹമുള്ളവർ എന്നെ വിളിക്കുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ. ഇനി നമുക്ക് ഈ ഗെയിമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് സ്ഥലമൊക്കെ പറയാം കേട്ടോ. കുറച്ച് എൻഗേജിങ് ആയിരുന്നില്ലേ? എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കോട്ടയം വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇത് കഴിഞ്ഞില്ലേ? 14 ജില്ലകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പിന്നെന്താണ്? പാലക്കാട്, കോഴിക്കോട്, പോരട്ടെ, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം. അഭിറാം മിസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നത്. ലേറ്റായി പോയല്ലോ. ഐഷുവിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. മാളവിക ആൻഡ് ദീസ് സ്റ്റുഡൻസ് മൈ ലിറ്റിൽ ജെംസ് കോൾ മീ MK. ടൈറ്റൻ ഗെയിമിംഗ്, കോട്ടയം. യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഗെയിം സെഷൻ ഒന്ന് കുറച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? നമുക്കിത് തീർക്കണ്ടേ? Yes. While planning a trip, we have to consider many things. What are the do's and don'ts while considering this? So, 2 മാർക്സ് ക്വസ്റ്റനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ സജഷൻസ് കൊടുക്കുക, ഒപ്പീനിയൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ഡൂസ് അല്ലെങ്കിൽ ഡോൺസ് എഴുതുക എന്നുള്ളത്. ഓക്കെ, ഫോർ അഗെയിൻസ്റ്റ് ടോപ്പിക്ക് ചോദിക്കുന്നത് പോലെ തന്നെ ഡൂസ് ഓർ ഡോൺസ്, ഓഫേഴ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ചോദിക്കുന്ന രീതിയിൽ 2 മാർക്സിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇവിടെ നമ്മൾ ഇവിടെ കണ്ടാവ് ഐലൻഡിൽ പോയി ട്രിപ്പ് പോയല്ലേ, ലേഹോറിലേക്ക് ട്രിപ്പ് പോയി. ഇതൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്തൊക്കെ ഒരു യാത്രയിൽ ചെയ്യണം, ചെയ്യരുത് എന്ന് പഠിച്ചു കഴിഞ്ഞു. സോ 2 ഡൂസ് ആൻഡ് ഡോൺസ്. ഒരു യാത്ര പോകുമ്പോൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഇതെന്താണ് പറയുന്നത്? ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പം ഡു അല്ലെങ്കിൽ ഡോൺസ് പറയുമ്പോഴത്തേക്ക് ഡു അല്ലെങ്കിൽ ഡോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ദെൻ
ഇവിടെ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം സൈഡിലോട്ട് നിൽക്കട്ടെ. അവിടെ ഇതാ എല്ലാ ജില്ലയും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്തിയിട്ടുണ്ട്. തൽക്കാലം അത് നമുക്കിവിടെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പറയാം അല്ലേ? യെസ്, 2 ഡൂസ് പറഞ്ഞേ, 2 ഡൂസ് പറഞ്ഞേ. ഇനി അത് കമൻറ്റ് ചെയ്യും. ഇനി നിങ്ങൾ വേഗം അത് കമൻറ്റ് ചെയ്യും. ഇവിടെ ഞാൻ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഡു പാക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് അക്കോർഡിംഗ് ടു ദ വെദർ അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അനുസരിച്ച് വേണം സാധനങ്ങൾ പാക്ക് ചെയ്യാനും. അതേപോലെ തന്നെ വെദറിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഡ്രസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെദർ ആൻഡ് ഡെസ്റ്റിനേഷൻ്റെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫി അനുസരിച്ച് വേണം. ഡു തറോ റിസർച്ച് അബൌട്ട് യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങൾ പോകുന്നതിന് മുന്നേ ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു യാത്ര വേസ്റ്റായി പോകും അല്ലേ? ഡോണ്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ബ്രിങ് ടു മച്ച് ലഗേജ്. ഉള്ളതെല്ലാം വാരി പെറുക്കിക്കൊണ്ട് വരരുത്. ഒരുപാട് സാധനങ്ങൾ എടുത്തോണ്ട് പോയാൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് ഡിസ്റിഗാർഡ് സേഫ്റ്റി കൺസിഡറേഷൻസ്. പല സ്ഥലത്തും സേഫ്റ്റി തിങ്സ് ഉണ്ടാകും. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, റൂൾസ് ഉണ്ടാകും, അത് ഫോളോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ ഡൂസും ഡോൺസും പറഞ്ഞേ, വേഗം പറഞ്ഞേ. How do you write these do's and don'ts? Don't use drugs while traveling. ഓക്കെ, അപ്പോൾ ഡൂസ് ഓർ ഡോൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഡു ഓർ ഡോണ്ട്. കേട്ടോ, ഡോണ്ട് ഡു ദാറ്റ് അല്ലെങ്കിൽ ഡു പാക്ക് എഫിഷ്യൻ്റ്ലി, ആ രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഡോണ്ട് ടേക്ക് സോ മെനി മണി, കീപ് ഡെബിറ്റ് കാർഡ്. ഓക്കെ, ഡോണ്ട് ടേക്ക് ക്യാഷ് അല്ലേ, അല്ലെങ്കിൽ ലിക്വിഡ് മണി അവോയ്ഡ് ചെയ്യുക. യെസ്, ഫോർ യുവർ സേഫ്റ്റി. ക്ലാസ് മനസ്സിലാകുന്നുണ്ട്. ഡോണ്ട് ഈറ്റ് ടു മച്ച്. ഓക്കെ, വൈൽ ട്രാവലിംഗ്. അതൊരു കറക്റ്റ് പോയിൻ്റാണ്. ഒരുപാട് വാരി വലിച്ച് കഴിച്ചിട്ട് പോകരുത് യാത്ര ചെയ്യുമ്പോൾ എന്നുള്ളതല്ലേ? യെസ്, അതൊക്കെ അങ്ങനെ വേണം ഡൂസ് ആൻഡ് ഡോൺസ് എഴുതാനായിട്ട്. ഓക്കെ, യെസ്. ഡു എ പ്രോപ്പർ പ്ലാൻ ബിഫോർ ട്രാവലിംഗ്. ഓക്കെ, വെരി ഗുഡ്. ഈ ഒരു രീതിയിൽ അപ്പം നിങ്ങൾക്ക് സെറ്റ് ആകുന്നുണ്ടല്ലോ. ഡോണ്ട് വരെ കണ്ടു. ബാക്കി എവിടെ വണ്ടിപ്രാന്ത? അപ്പം ഈ ഒരു രീതിയിൽ ഓക്കെ ആകുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ വേണം. ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. 2 മാർക്ക് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ദെൻ വിത്ത് സോറോസ് സൺറൈസ് ഓൺ ദി ഹിൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് എന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് വന്നത് കണ്ടോ? ചാപ്റ്ററിൽ ക്വസ്റ്റ്യനിൽ വന്നത് കണ്ടോ? ഇതാണ് എൻ്റെയും ഏറ്റവും ഫേവറേറ്റ് ലൈൻസ് ആണ്. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ് എന്നുള്ളത്. അതാണ് ഞാൻ കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡോണ്ട് ലിറ്റർ അല്ലേ, ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക്. വലിച്ചു വാരി ഇടരുതെന്ന് പറയുന്നത് എന്താണ്? ലിറ്ററിങ് ഇസ് പ്രൊഹിബിറ്റഡ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ലേ മിസ് ഇത്? യെസ്. ഇമ്പോർട്ടൻറ്റ് സമ്മറി ഏതാണ് മിസ്? അഫ്ല ഇപ്പോഴാണോ വന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മുതൽ കൺസെപ്ച്വൽ ഫ്രൂട്ട് വരെയുള്ള ചാപ്റ്ററിൻ്റെ സമ്മറി ഫുൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ലൈവാണെന്ന് കൂടെ നോക്കിക്കേ. 6:30 സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ 8:30 കഴിഞ്ഞു. അതെല്ലാം നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷാരൂൺ മിസ്, സമ്മറി ഏതാ വരാൻ സാധ്യതയാണോ? സമ്മറി ഓഫ് ദ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണോ വരിക? അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ വരിക? Then, with sorrows that thou wouldst forget, if thou art worn and hard beset, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. What message do you get from these lines? എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഈ ലൈൻസിൽ നിന്ന് കിട്ടിയത്? ഏത് പോയാണ് പറഞ്ഞേ? ആരാണ്? who is the poet, who is the poem, and what did you understand from these lines? വേഗം പറഞ്ഞേ. Which poem is most predictable to write and appreciation എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? എല്ലാ പോയവും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ക്രിട്ടിക്കൽ സമ്മറി വരുന്നത് മിക്കവാറും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പോയം ആയിരിക്കും. വി ഷുഡ് ബി സിമിലർ ടു ദ കോൺസെപ്റ്റ്സ് ഓഫ് ദ തീംസ് ഓഫ് ദ പോയംസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയംസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. മെയിൻലി ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സ്ലീപ്പ് പഠിച്ചു, അതേപോലെ ഈ നേച്ചറിൻ്റെ സൺറൈസ് ഓൺ ദ ഹിൽസ് പഠിച്ചു, ഇഫ് പഠിച്ചു. സോ ജനറൽ റിലേറ്റഡ് ലൈഫ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള പോയം ആയിരിക്കും കൂടുതലും ചോദിക്കുക. വിച്ച് വുഡ് ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, യെസ്. ഡെത്ത് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാലോ. ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് ലൈക്ക് സ്കൈത്ത് പോലുള്ളതിൻ്റെ, ക്രൗണ്ട് പോലുള്ളതിൻ്റെ സിമ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണെന്നൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന് റെഡി ആണെങ്കിൽ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, യെസ്. ഇത് സൺറൈസ് ആണോ? സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ്. ആരാണ് പോയറ്റ്? അതും കൂടെ വേഗം പറഞ്ഞേ. ഷിബിൻ വേഗം പറഞ്ഞേ.
സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ് കറക്റ്റ് ആൻസർ ആണ്. ഇമ്പോർട്ടൻറ്റ് PDF ഉണ്ടോ? ഇതിൻ്റെ എല്ലാം PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഫസ്റ്റ് തന്നെ കമൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ട്സും ഇംഗ്ലീഷിൻ്റെ മാത്രമായിരിക്കില്ല, എലാൻസ് പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ നോട്ട്സും അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. യെസ്, ലോങ് ഫെല്ലോ അല്ലേ, HW ലോങ് ഫെല്ലോ ആണ് എഴുതിയിട്ടുള്ളത്. കറക്റ്റാണ്, കറക്റ്റ് ആൻസർ. ഗ്രാമർ പറയുമോ? ഗ്രാമർ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട്. എഡിറ്റിംഗ് പോലുള്ളതിനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇന്നലത്തെ ക്ലാസ്സും ഉണ്ടായിരുന്നു. സോ വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദീസ് ലൈൻസ്? നേച്ചർ ലൈക്ക് woods and hills give comfort and lessons. We know that its beauty strengthens us, eases life burdens. Trees and hills teach resilience and endurance. Nature's timeless beauty suits and inspires us. In nature's quiet we find peace and renewal. Seek refuge in nature when overwhelmed. And remember, nature's simplicity holds great wisdom and healing. കാരണം നേച്ചർ വല്ലാത്തൊരു ഹീലിംഗ് പ്രോസസ്സാണ് തരുന്നത്. പ്രകൃതി മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ നേച്ചറിൻ്റെ ഹീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് സോ മച്ച് റിമാർക്കബിൾ ദാറ്റ് ഇറ്റ് നോ ടീയേഴ്സ് കുഡ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഇത് ചാപ്റ്റർ ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്തത് കേട്ടോ. യെസ്, ഇത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഞാൻ വന്നതാണ്. ക്വസ്റ്റ്യൻ വേർഡ് പറയുമോ മിസ്? ക്വസ്റ്റ്യൻ വേർഡോ? 72 അല്ല, ലൈക്സ് ഇവിടെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. ഞാൻ കണ്ടടാ വന്ദിപ്രാന്ത. Yes, your school is conducting a debate on physical education which is mandatory for the high secondary students. If you are to speak for the topic, what points will you put forward? Write 4 arguments. കണ്ടോ, ഇവിടെ എന്താണ്? ഡിബേറ്റ് ആണ്. ഡിബേറ്റിന് ഇവിടെ ചോദിച്ചത് കറക്റ്റായിട്ട് ഇഫ് യു ആർ ടു സ്പീക്ക് ഫോർ ദ ടോപ്പിക് വാട്ട് വിൽ യു പുട്ട് ഫോർവേഡ്, അതായത് 4 എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എഗൻസ്റ്റ് ഏതെങ്കിലും ടോപ്പിക് അനുസരിച്ച് എഗൻസ്റ്റ് ചോദിക്കാനായി പറയും ചിലപ്പോൾ. ഓക്കെ, റെയർ സിറ്റുവേഷനിൽ 4ഉം എഗൻസ്റ്റും 2 പോയിന്റ്സ് വെച്ച് ഇൻക്ലൂഡ് ചെയ്ത് 4 മാർക്സ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ലേ, ഡിബേറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരിക. എന്താണ് മിസ്, ക്ലാസ് എപ്പോഴാണ് തീരുക? വേഗം തീർക്കാൻ നമുക്ക്. മിസ്, മോർണിംഗ് ക്ലാസ് ഉണ്ടോ? ഇല്ല പൊന്നൂസേ. പൊന്നൂസ് അല്ലേ? യെസ് പൊന്നൂസേ, മോർണിംഗ് ക്ലാസ് ഇല്ല, മോഡൽ എക്സാം ആയതുകൊണ്ട് ക്ലാസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ ഇന്ന് നമ്മൾ പോവുക. മറ്റേ മെയിൻ എക്സാമിന്, പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും ബൂസ്റ്റർ സെഷൻ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. യെസ്, ദെൻ ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് മാൻഡേറ്ററി ആണ്, മസ്റ്റ് ആണെന്ന് പറഞ്ഞതിന് 4 നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് 4 ആർഗ്യുമെൻറ്റ്സ് എഴുതാനാണ് പറയുന്നത്. ഇതിന് ചിലപ്പോൾ വാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഗോയിങ് ഔട്ട് ഫോർ എ വാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ളൊരു കാര്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? Physical education helps students stay healthy by keeping their bodies fit and strong. Doing regular exercise makes students feel good in their minds and heart. നമ്മളെന്ന് ഫ്രഷ് ആക്കും അല്ലേ? അതേപോലെ when students are active they can do better in their school work because it helps them concentrate and remember things. Physical work കൂടുമ്പോൾ mental concentration കൂടി അവരെ enable ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Playing sports and doing activities together helps students make friends and learn how to work with others. ബാക്കിയുള്ളവരുടെ കൂടെ അല്ലേ ഒരുമിച്ച് അവർ കളിക്കുകയും ചിരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കോപ്പറേഷൻ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാകും. ആദി ഘോഷ്, ഹലോ മിസ്. ഹലോ ആദി ഘോഷ്. Learning about exercise when you are young helps you know how to stay active and healthy throughout your whole life. So ഇതുപോലുള്ള അഡ്വാൻറ്റേജസ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹോൾ ലൈഫിന് വേണ്ടി എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇത് 4. അതേസമയം എഗൻസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിൽ ഗോയിങ് ഔട്ട് ഫോർ എ വാക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കും, ക്രിയേറ്റീവ് ടൈം കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ? ആ രീതിയിൽ വേണം 4ഉം എഗൻസ്റ്റും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലൈവ് TV റിപ്പോർട്ട് ഉണ്ടോ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ച ഒരാളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ലൈക്ക് 100 ആക്കി എല്ലാവരും ഷെയർ ചെയ്യുക. അഭി പറഞ്ഞിട്ടുണ്ട് അതെ, അഭി ഏറ്റെടുത്തിരിക്കുകയാണ് ലൈവ് സെഷൻ. ഓക്കെ, എന്നാൽ 100 ആക്കിക്കേ. 100 ആക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ ചെയ്യാം അല്ലേ? ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി ഉണ്ടാകുമോ? ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി ഫോമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ.
Yes. So as a news reporter, you are present at the venue to report the trip of the hot air balloon Leh-Horla. Prepare a report about this balloon's takeoff. So ആ ഒരു പാരീസിൽ നിന്ന് ഹിൽസിലേക്ക് പോകുന്ന ആ ഒരു എയർ ബലൂണിൻ്റെ ജേർണി നിങ്ങൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് നിന്ന് വിറ്റ്നസ് ചെയ്യുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. പ്രസൻറ്റ് ദ വെന്യൂ ഓഫ് ദ പ്രിപ്പയർ എ റിപ്പോർട്ട് അബൌട്ട് ദ ബലൂൺ. ഇവിടെ റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 2 രീതിയിലാണ് ചോദിക്കുക. ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ഏതാ ടീച്ചർ എന്ന് ഷെനീബ് ചോദിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലേ, നമ്മുടെ ഏതാണ് മാഗി ഗുപ്ത, അതേപോലെ തന്നെ ക്യാപ്റ്റൻ്റെ, ഹസൻ്റെ, എ ജെ ക്രോണിനേക്കാൾ കൂടുതൽ ഹസൻ്റെ വരാനാണ് ചാൻസ്. അതേപോലെ ഏറ്റെടുക്കുക നോക്കുക കേട്ടോ. അങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് നോക്കേണ്ടത്. എസ്സേ ഏതൊക്കെയാണ് മിസ്സെന്നോ? എസ്സേ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഫുൾ ഏതാണ്, ടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ടെക്നോളജിയാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. ലാസ്റ്റ് എസ്സേ യൂണിറ്റിൽ അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഞ്ജന മജുംദറിൻ്റെ, അതിനെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ കലാമിറ്റീസ് ഹൗ ഡു വി പ്രിവെൻറ്റ്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ സൈബർ സ്പേസ് നമ്മൾ പഠിച്ചതാണ്. കൺസെപ്ച്വൽ ഫ്രൂട്ടിൽ ടെക്നോളജി എങ്ങനെയാണ് ഡിസേബിൾഡ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിച്ചത്. അപ്പോൾ ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. യെസ്. ഏത് പോയമാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. എല്ലാ പോയും നമ്മൾ കാര്യമായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. ഡോണ്ട് വറി. പ്രൊഫൈൽ ഫുൾ മാർക്ക് കിട്ടാൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഷെനീബ് ചോദിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ചിലപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, ചിലപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ചോദിക്കാം, APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ചോദിക്കാം, ചില സമയം രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചും ചോദിക്കാം. ഇപ്പം സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിലും APJ അബ്ദുൽ കലാം ആണെങ്കിലും നമ്മൾ ഓൾറെഡി പഠിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിനെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഡോണ്ട് വറി. വൈ? വാട്ട് ഈസ് ദ റീസൺ? യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ഇനഫ് മെറ്റീരിയൽസ്. ഒരു ബോക്സിൽ പേരും വേണ്ട ഡീറ്റെയിൽസും already provide ചെയ്തിരിക്കും. All you need to do is that you have to connect these simple points together and you have to just elaborate it. ആ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറച്ചും കൂടെ നല്ല പ്രൊഡക്റ്റീവ് ലാംഗ്വേജിൽ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതാക്കാനായിട്ട് പറ്റും. ആരാണ് ബർത്തിൽ തുടങ്ങിയിട്ട് ലൈഫ് മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്തൊക്കെയാണ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്തൊക്കെയാണ്, ഫീൽഡ് എന്തൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഷുവർ ആണ്. ആ ഒരു പേഴ്സണെ കുറിച്ച് നല്ലതുപോലെ അറിയാം, അക്യുറേറ്റ് ആണ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അക്യുറസി മാത്രം നോക്കുക. അതേപോലെ തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തേക്കുന്ന ലാംഗ്വേജ് ക്രിയേറ്റീവായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അത്രയും നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊഫൈൽ റൈറ്റിംഗ് ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഷിബിൻ വന്നിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ ആൻഡ് ഹാപ്പി മാരത്തോൺ ഡേ ടു. ഓക്കെ. എക്സ്ട്രാ പോയിൻറ്റ്സ് എഴുതേണ്ടി വരുമോ? എക്സ്ട്രാ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് തെറ്റുകളൊന്നും കൂടാതെ എഴുതുന്നത് തന്നെ ധാരാളമാണ്. അതേപോലെ ഞാൻ പറഞ്ഞതാണ്, കുറച്ചും കൂടെ യുണീക്ക് ആക്കാനായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ ഗസ് വർക്കിൽ ചിലപ്പം പേര് സിമിലർ ആണെന്ന് കരുതിയിട്ട് അറിയാത്ത വേറൊരാളെ കുറിച്ച് ആയി പോകരുത്. സോ അതുകൊണ്ടാണ് പറയുന്നത്, അത്രയും ഉറപ്പാണെങ്കിൽ മാത്രം എക്സ്ട്രാ പോയിൻറ്റ്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇനഫ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു എന്തിന്, പ്രൊഫൈൽ റൈറ്റിങ്ങിന്. ഓക്കെ, സെറ്റാണല്ലോ അല്ലേ? യെസ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടല്ലോ? ഓക്കെ ആയല്ലോ? എല്ലാവരുടെയും ഞാൻ ക്ലിയർ ചെയ്തില്ലേ? ഇവിടെ ഞാനപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നാസർ PK ടീച്ചർ നെയിം. മൈ നെയിം ഇസ് മാളവിക ആൻഡ് മൈ ലിറ്റിൽ ജെംസ്, അതായത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്ന പേരാണ് MK. ഓക്കെ, അതല്ലേ MK എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ വണ്ടിപ്രാന്ത? യെസ്. 76 ആയല്ലേ? ഓക്കെ, 100 ആക്കിക്കേ, വേഗം 100 ആക്കിക്കേ. നോക്കട്ടെ. മിസ്, ക്രിട്ടിക്കൽ അപ്രിസിയേഷനും തമ്മിൽ എന്താ മാറ്റം? ആക്ച്വലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. പേര് പറയുകയാണെങ്കിൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ വൈസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? വിച്ച് ഇസ് ദ പോയം, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പോയം, ഹൂ ഇസ് ദ പോയറ്റ് എന്നുള്ളത് എഴുതുക. ആൻഡ് വാട്ട് ഇസ് ദ മെയിൻ തീം ഓഫ് ദ പോയം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ്? പോയറ്റിക് ഡിവൈസസ്, സിമിലി ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, പേഴ്സോണിഫിക്കേഷൻ ഉണ്ടോ, റൈമിംഗ് ലൈൻസ് നിങ്ങൾക്കറിയാവോ? പിന്നെ ഈ ഓക്സിമോറൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പോസിറ്റ് വേർഡ്സ് ലിങ്ക് ചെയ്യുന്നതൊക്കെ
ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. സോ ആഫ്റ്റർ ദിസ് ലൈവ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇങ്ങനെ വേണം ക്രിട്ടിക്കൽ സമ്മറി. ക്രിട്ടിക്കൽ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിസൈസ് ചെയ്ത്, അതായത് ഒരു നിരൂപകൻ്റെ രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സമ്മറി അല്ലെങ്കിൽ അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ പോയം, പോയറ്റ്, ദ തീം ഓഫ് ദി പോയം ആൻഡ് ഓൾസോ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഓർ ദ ടൈപ്സ് ഓഫ് എന്താണ് ദീസ് തിങ്സ് യൂസ്ഡ് ഇൻ ദിസ് പോയംസ് ഇൻക്ലൂഡിങ് റൈംസ്, സിമിലി, മെറ്റഫർ, കമ്പാരിസൺസ് തുടങ്ങിയ കാര്യങ്ങൾ. ആൻഡ് ദെൻ why did you like this poem, your personal viewpoint regarding this particular poem. ഇങ്ങനെ വേണം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എഴുതാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. ഓക്കെ, ടീച്ചർ ഹിന്ദി ക്ലാസ് ഉണ്ടോ? ഹിന്ദി ഇപ്പം ഇല്ലടാ, ഹിന്ദി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, നാസർ പി കെ ഫാൻസ് എന്നൊക്കെ എനിക്ക് വയ്യ ഈ കുട്ടികളുടെ ഒരു കാര്യം. ടീച്ചർ ലേശം വെള്ളം കുടിച്ചോളൂ, കുഴപ്പമില്ല, അതൊക്കെ പെട്ടെന്ന് ക്ലാസ് ഇതാക്കണ്ടേ. യെസ്, ഞാനിവിടെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? നമ്മുടെ TV റിപ്പോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. TV റിപ്പോർട്ട് പറയുമ്പോഴത്തേക്കും രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും മറ്റേത് ലൈവ് റിപ്പോർട്ടും. ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലൈവ് TV റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വി ഓൾറെഡി നോ ദാറ്റ്. അത് എക്സാം ആൻസറിൽ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും. അതൊരു ബോക്സിൽ വേണം എഴുതാൻ. അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് വേണം. ഓക്കെ, ഏതിൻ്റെ കാര്യമാണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ വരിക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാവരെയും കാണുന്നുണ്ട്. ജെനിൽ ജോമി കുറച്ച് ലേറ്റായിട്ട് പോയോ? ടീച്ചർ ഗ്രാമർ എത്ര മാർക്കിന് വരും? കറക്റ്റ് വെയിറ്റേജ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ പോലെ ആയിരിക്കും. ലിറ്ററേച്ചറിൻ്റെ ഇടയിൽ, ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടും കൊഹസീവ് ഡിവൈസസ് ആയിട്ടും എഡിറ്റിംഗ് ആയിട്ടും ഒക്കെ വരിക കേട്ടോ. യെസ്, ഇവിടെ ക്യാച്ചി ഹെഡിങ്, ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഒരു ക്യാച്ചി ഹെഡിങ് വേണം. സ്റ്റാഫ് റിപ്പോർട്ടർ, അതായത് കറസ്പോണ്ടൻറ്റ് എന്നുള്ള സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നൊക്കെ കാണില്ലേ, ആരാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുക, പ്ലേസ്, ഡേറ്റ് പറയുക. ഓക്കെ, ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്. ഇതിലെ ഫസ്റ്റ് പാര എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് പാരയ്ക്കാണ് ലീഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലീഡ്? ഈ ന്യൂസ് പേപ്പർ എല്ലാ റിപ്പോർട്ടും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എന്നില്ല. ചിലത് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ വായിച്ചിട്ട് നമ്മൾ അടുത്ത ന്യൂസിലേക്ക് പോകും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Therefore it should contains answers to 5 W's and 1 H. What, where, why, when, whom and how. ആർക്ക്, എങ്ങനെ, എവിടെ, എപ്പോൾ, ആർക്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, 5 W's and 1 Hന് ആൻസർ കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ ആ ഒരു ലീഡ് എന്ന് പറയുന്നത്. ഈ ലീഡിനെ ഡീറ്റെയിൽഡ് ആയിട്ട് വലിച്ചു നീട്ടുന്നതാണ് സെക്കൻഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ് എവിടെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ വരിക. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഹെഡിങ് വളരെ ക്യാച്ചി ആയിരിക്കണം. കാരണം ഹെഡിങ് നോക്കിയാണ് പലപ്പോഴും നമ്മൾ ന്യൂസ് വായിക്കണോ വേണ്ടിയോ എന്ന് ശ്രദ്ധിക്കുക അല്ലേ. then ഒരു മിനിറ്റ് കമൻറ്റ് സെക്ഷനിലേക്ക് വരുന്നു, ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ദെൻ ആ ഒരു വളരെ ക്യാച്ചി ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, കാര്യം എന്താണെന്ന് അതിൽ ക്രിസ്പായിട്ട് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് റിപ്പോർട്ട്, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ആരാണ് എഴുതുന്നത് എന്നുള്ളത്, പ്ലേസ്, ഡേറ്റ് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് പാരഗ്രാഫ് വിച്ച് ഇൻക്ലൂഡ്സ് ആൻസേഴ്സ് ഫോർ 5 W's and 1 H, ദാറ്റ് ഈസ് വാട്ട്, വെയർ, വൈ, വെൻ, ടു ഹൂം ആൻഡ് ഹൗ. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് ആൻഡ് ഓൾസോ തേർഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ മെയിൻലി ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഡയലോഗ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതില്ലേ, അതായിരിക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ലൈവ് TV റിപ്പോർട്ടിൻ്റെ വ്യത്യാസം എന്താ? നമ്മൾ സ്ഥിരം ന്യൂസ് ചാനൽസിൽ കാണുന്നത് പോലെ യു ആർ ഡയറക്ട്ലി വിറ്റ്നസിങ് ഇറ്റ്. വീഡിയോ കവറേജിൽ കൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്ന എന്തൊക്കെ എക്സൈറ്റ്മെൻറ്റ്, ഇമോഷൻസ്, അതെല്ലാം നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റിലും ലൈവ് TV റിപ്പോർട്ടിൻ്റെ സ്ക്രിപ്റ്റിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ആ ഒരു ഇവിടെ പറയുന്നത് എന്താണ്, ബലൂൺ ടേക്ക് ഓഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിന്നിട്ട് പറയുകയാണെങ്കിൽ ആസ് യു ക്യാൻ സീ എന്താണ്, ഐ ആം വിറ്റ്നസിങ് എ വെരി ഹിസ്റ്റോറിക് മൂവ്മെൻറ്റ്, ആ ഒരു രീതിയിൽ പറയാം. ആൻഡ് ജസ്റ്റ് ലൈക്ക് യു ഓൾ ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ് ടു വാച്ച് ഡയറക്ട്ലി ദിസ് ഈവൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ എക്സൈറ്റ്മെൻറ്റും
ഇമോഷൻസും ലൈവ് ടി വി റിപ്പോർട്ടിലെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാനായിട്ട് നോക്കണം. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലൈവ് ടി വി റിപ്പോർട്ട് ആൻഡ് ഓൾസോ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, അറബിക് ക്ലാസ് ഉണ്ടാകുക ഫ്ലോ ഇല്ല. വിനായക്, ഓക്കെ, വിനായകിൻ്റെ ഹാർട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. മിൻഹാജ് അല്ലേ, ഹായ്, ഹലോ. അഭി ചോദിച്ചിട്ടുണ്ട്, മിസ് പബ്ലിക് എക്സാം മോഡൽ പോലെ ആവുമോ അതോ ഡിഫിക്കൽട്ട് ആകുമോ? മോഡൽ എക്സാം എന്തിനാണ്? ബിക്കോസ് യു ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ ഇറ്റ്സ് ഗോൺ ബി അല്ലേ. പബ്ലിക് എക്സാമിന് അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് കറക്റ്റ് ഐഡിയ തരുന്ന പേപ്പർ ആയിരിക്കും ഈ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ മോഡൽ എക്സാം പോലെ തന്നെ സിമിലർ ആയിരിക്കും. നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ പോകുന്നത്. സോ ഡോണ്ട് വറി. മിസ് മലയാളം ക്ലാസ് ഉണ്ടോ? ഇപ്പം മലയാളം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. ഐഷു ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഐഷു ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നില്ലേ? ജാക്സ്പൈ ഞാൻ കാണുന്നുണ്ട്. മിസ്സേന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഫോണിൽ ചാർജും തീർന്നു പോയി. അക്കൗണ്ട് ഓക്കെ. വിനായക് എന്ന് പറയുന്നത് ഐ എം കൃത്തിക്. അക്കൗണ്ട് മാറിയതാ, ഫോണിൽ ചാർജ് തീർന്നു പോയി അതാ. ഓക്കെ വിനായക്. ഓക്കെ അല്ല, ഓക്കെ കൃത്തിക്. ഓക്കെ, പേര് മാറിപ്പോയി. കൃത്തിക് അല്ലേ? ഓക്കെ. നെറ്റ് ശരിയായോ? ദെൻ മിസ് ഞാനും പോയി. എവിടെ പോയി? അപ്പോൾ ഇതേ ന്യൂസ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ്, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഇത് കഴിയാറായിട്ടോ. അതാ പെട്ടെന്ന് 10 ലൈക്സ് കൂടിയിട്ടുണ്ട്, 81 ആയിട്ടുണ്ട്. അതൊന്ന് 100 ആക്കിക്കേ, വേഗം ആക്കിക്കേ, ഒന്ന് കാണട്ടെ, മനസ്സറിഞ്ഞൊന്ന് പഠിപ്പിക്കട്ടെ ഞാൻ. ഓക്കെ, യെസ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് മിസ് ഇവിടെ തന്നേക്കുന്നത് കണ്ടോ. ലേ ഹൊർല ബലൂൺ ടേക്സ് ഓഫ് ഇൻ സ്പെക്ടാക്കുലർ ഷോ. ഇവിടെ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് എത്രത്തോളം ആക്റ്റീവ് ആണല്ലേ, എത്ര ക്രിസ്പായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ക്യാച്ചിയാണ്. ഇത് വായിക്കുമ്പോൾ സ്പെക്ടാക്കുലർ ഷോയോ, എന്നാൽ പിന്നെ ഒന്ന് വായിച്ചിരിക്കാം എന്ന് വായിക്കുന്നവന് തോന്നിപ്പോവും. ആ ഒരു രീതിയിൽ വേണം എന്ത് ഹെഡിങ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിനായക്, വണ്ടിപ്രാന്തൻ, അഖിൽ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഹാപ്പി ടു നോ ദാറ്റ്. സോ മിസ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഹെഡിങ് തന്നു, പിന്നെ ആരാണ് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള കാര്യം പറഞ്ഞു, ഡേറ്റ് ആൻഡ് പ്ലേസ് പറഞ്ഞു. ദെൻ ദ ലേ ഹൊർല ബലൂൺ took off today in delighting everyone with its vibrant colors. Families and friends gathered to watch as the balloon gracefully soared into the sky. The event went smoothly and people captured the magical moment on their cameras. It was a fun and safe day for the community, leaving everyone looking forward to more adventures in the future. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഹൊർലയിലാണ്, ട്രിപ്പാണ്, ബലൂൺ ടേക്ക് ഓഫ് ആണ്. എവ്രി വൺ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ച് ദിസ്. ഇറ്റ് വാസ് ആക്ച്വലി എ സ്പെക്ടാക്കുലർ ഫീസ് ഫോർ ഓൾ ദ വ്യൂവേഴ്സ് ഹു വെയർ വാച്ചിങ് ഇറ്റ് ഡയറക്ട്ലി എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ ഡയറക്റ്റായിട്ട്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ ആൻസർ. സോ ഇങ്ങനെ വേണം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഹെഡിങ്ങിൻ്റെ കാര്യം മറക്കരുതേ, അത് മാത്രം ഓർക്കുക. മിസ് ഞാൻ 4 അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഐ സീ ദാറ്റ് ഡിറ്റർമിനേഷൻ ഡാ. ഓക്കെ, യെസ്. ഗിൽഗൽ, മലയാളം ക്ലാസ് ഉണ്ടോ? മലയാളം ക്ലാസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, യെസ്. നാസർ, ഹായ്, ഹലോ. എല്ലാവരുടെ മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, യാ. അപ്പം ട്രാവൽ എസ്സേ നമുക്ക് വരുന്നതാണ്. കാരണം ഒരുപാട് യാത്ര ചെയ്തില്ലേ, ട്രിപ്പ് ഓഫ് ലേ ഹൊർല കഴിഞ്ഞു, ഫിജിയൻ ലെജൻഡായിട്ട് നമ്മൾ ഇതാ കണ്ടാ ഐലൻഡിൽ പോയിട്ട് ടേർട്ടിൽ കോളിംഗ് ഒക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താണ്, ട്രാവൽ എസ്സേയും പോസിബിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ ആൻഡ് എ ട്രാവൽ എസ്സേ? അശ്വിൻ മിസ് ഞാൻ കാണുന്നുണ്ട്. അധീൻ ഹായ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. വണ്ടിപ്രാന്തൻ ലൈക്ക് 83 ആയോ? അടിപൊളി. ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇനി ഇങ്ങോട്ട് വന്നേ, ശ്രദ്ധിച്ചിട്ട് പോയിക്കോ. ടീച്ചർ ഫുഡിയോ? ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡുന്നത് കണ്ടോ? ഇല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സെറ്റാക്കാനായിട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ ആൻഡ് എ ട്രാവൽ എസ്സേ? എസ്സേ എന്ന് പറയുന്നത് ഒരു ജനറൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്തും ചോദിക്കാം. ഡിസാസ്റ്റർ വേണോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണോ, കൾച്ചറിനെ കുറിച്ച് വേണോ, ഹിസ്റ്ററിയെക്കുറിച്ച് വേണോ, ഏത് ബേസിക് ആയിട്ടുള്ള ജനറൽ കാര്യങ്ങളും എസ്സേയിൽ പറയാം. പക്ഷേ ട്രാവൽ എസ്സേയിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫസ്റ്റ് പേഴ്സൺ നറേഷനിലായിരിക്കും. പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. നമ്മൾ പോകും, അല്ലെങ്കിൽ ഞാൻ ഈ വെക്കേഷൻ ഇവിടെ പോകും, ഫ്യൂച്ചർ അല്ല പറയുന്നത്. ഓൾറെഡി പോയി കഴിഞ്ഞ കാര്യത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയിരിക്കും, പാസ്റ്റ് ടെൻസിലായിരിക്കും. ഏറ്റവും യുണീക്കായിട്ട് വരുന്ന ഫീച്ചർ എന്താണ്? ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, യാത്ര പോയി വന്നതിൻ്റെ ആ
ആ ഒരു ഇതെന്നൊക്കെ പറയില്ലേ, അത് ആ ട്രാവൽ എസ്സേയിൽ ഉണ്ടാവണം. വായിക്കുന്നവന് തോന്നണം ഓക്കെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഷുഡ് ബി ദാറ്റ് പ്ലേസ് എന്ന് വായിക്കുന്ന ആൾക്ക് തോന്നുന്ന രീതിയിൽ വേണം ഒരു ട്രാവൽ എസ്സേയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ജനൽ ജോമി പവർ വരട്ടെ, അത് തന്നെ എനിക്കും പറയാനുള്ള, പവർ വരട്ടെ. ചിപ്സ് കൊണ്ട് വെച്ചേക്ക്, ഇടയ്ക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ വല്ല സാറുമാരുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചായ എങ്കിലും കൊണ്ടുത്തരുമായിരുന്നു അല്ലേ. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സൊക്കെ എവിടെ മിസ്സിനൊരു ചൂട് ചായ കൊണ്ടുത്തരാൻ ആർക്കും തോന്നില്ലേ? ഒറ്റയ്ക്കിരുന്ന് പറയല്ലേ. നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലൈവാണ് ഇപ്പോഴും നല്ല ഫുൾ പവറിൽ പോകുന്നത്. സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. എന്നാൽ കുറച്ച് വെള്ളം കുടിച്ചേക്കാം അല്ലേ. നിങ്ങളൊക്കെ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഷെയർ ചെയ്യ്, അപ്പോൾ പവർ വരും. ശരിയാണ്, 100% ഞാൻ യോജിക്കുന്നു. ഷെയർ ചെയ്തോളൂ, പവർ വരും. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, സെറ്റ് അല്ലേ? 86 ലൈക്ക് 86ലേക്ക് എത്തിയിരിക്കുകയാണ്. ദാ കടന്നിരിക്കുകയാണ്, 86ലേക്ക് എത്തിയിരിക്കുകയാണ്. കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, മുഹമ്മദ് അൻഷിഫ് ഹലോ. നാളെ തീരുമാനം, ടീച്ചർ ലൊക്കേഷൻ വിടും, ഞാൻ ചായ കൊണ്ടുതരാം. വേണ്ടടാ, ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ മൈൻഡ്. ട്രാവൽ എസ്സേ മസനഗുഡി വഴി ഊട്ടിക്ക് പോയപ്പോൾ ഷിഫൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഷിഫൻ, അടിപൊളിയായിരുന്നു. നമുക്ക് മസനഗുഡി വഴി ഊട്ടിക്ക് പോവാം അല്ലേ. പക്ഷെ നീ മസനഗുഡി വഴി ഊട്ടിക്ക് പോയി മടുത്തില്ലേ? ഞാൻ വരെ പോയി, അയ്യോ മടുത്തു ഞാൻ. ഹൃത്തിക് ഹലോ ഹൃത്തിക്, ഹൗ ആർ യു? യെസ്, അതെ ലൈക്കൊക്കെ 100 ആക്കൂ, പവർ വരട്ടെ. നമ്മുടെ ജനൽ ജോമി പറഞ്ഞില്ലേ, പവർ വരട്ടെ, വന്നുകൊണ്ടേ ഇരിക്കട്ടെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസനഗുഡി വഴി ഊട്ടിക്ക് പോകാൻ റെഡിയാണോ? ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് അതിഗംഭീരമാക്കിയിട്ട് നമുക്കും പോവാം അല്ലേ മസനഗുഡി വഴി ഊട്ടിക്ക്. മടുത്താലും എന്താ, മാർക്കിന് കുറവ് വരുമല്ലോ. പോയിന്റ് അതാണ് പോയിന്റ്. ആ പോയിന്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എത്ര മടുത്താലും എന്താ, നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക അല്ലേ. എന്നിട്ട് വേണം, ഇതുവരെ പോയതിനേക്കാൾ ഉഷാറാക്കണം നമുക്ക് നെക്സ്റ്റ്. അതാ ലൈക്ക് കൂടുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. ബ്ലഷിങ്. ഓക്കെ, യെസ്. അപ്പം ബ്രേക്ക് മതിയല്ലോ അല്ലേ. നമുക്കിനി കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ ആൻഡ് ട്രാവൽ എസ്സേ പറഞ്ഞു. പേഴ്സണൽ നറേഷനാണ്, ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്, പാസ്റ്റിലെ കാര്യമാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ട്രാവൽ എസ്സേയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ്, ഇൻട്രൊഡ്യൂസ് ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വരാം. ഓക്കെ, എന്താണ്, ഒരു മിനിറ്റ്, എന്താണ്, എവിടെയോ ഒന്ന് പോയി. മസനഗുഡി വഴി ഊട്ടിക്ക് പോയതാ, തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടില്ല ലൈവ് ക്ലാസ്സിലേക്ക്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ്, ഇൻട്രൊഡ്യൂസ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇവിടെ നമുവാന വില്ലേജിലെ ടേർട്ടിൽ കോളിംഗ്, നമുവാന വില്ലേജിലെ ടേർട്ടിൽ ഗൈഡാണ് നിങ്ങൾ. അതുകൊണ്ട് ആ ഒരു പ്ലേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ട്രാവൽ എസ്സേ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഫേമസ് സ്പോട്ടിനെ കുറിച്ച് ട്രാവൽ ഗൈഡ് പറയുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതുമല്ലെങ്കിൽ ഒരു ട്രാവൽ എസ്സേ ആയിട്ട് വരാം. ട്രാവൽ റിലേറ്റഡ് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ, ലോക്കൽ ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ എസ്സേ ആയിട്ട്, ഈ ഒരു രീതിയിൽ എന്താണ് ജേർണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരിക. ജേർണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. കാരണം നമ്മൾ എല്ലാ ട്രിപ്പ് ഓഫ് ലേഹോറിലെയും ഫിജിയൻ ലെജൻഡും ഒക്കെ കേട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് നമ്മൾ. ഓക്കെ, 9 ലൈക്ക് വേണം, 10 ലൈക്സ് വേണം. ഇത്രയുമായോ? ഓക്കെ 9 more ലൈക്സ് അല്ലേ ഉണ്ടെങ്കിൽ 100 ആക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് സെറ്റാക്കാൻ. ആ സർപ്രൈസ് എന്താണെന്ന് കൂടെ തീരുമാനിച്ചോട്ടോ. നമുക്ക് സെറ്റാക്കാം, എല്ലാം സെറ്റാക്കാം. കാണുന്നുണ്ട് ആവോ സോണിയ? പ്രൊഫൈൽ പറഞ്ഞു തരുമോ? പ്രൊഫൈൽ ഷിഫാൻ അല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പ്രൊഫൈൽ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ പ്രൊഫൈൽ നിങ്ങൾക്കൊരു ബോക്സിൽ അഡിക്വേറ്റ് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടാകും ഒരു ഫേമസ് പേഴ്സണാലിറ്റിയെക്കുറിച്ച്. ഒന്നും വേണ്ട, ആരാണ്, സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത്, കാരണം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ്, എന്തൊക്കെയാണ് ലൈക്ക് ഹിസ് കോൺട്രിബ്യൂഷൻസ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ എന്താണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഇമ്പോർട്ടൻറ്റ്, ബർത്ത്, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ, അത്രയും കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം അഡീഷണൽ പോയിന്റ്സ് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് ബ്യൂട്ടിഫുൾ ലാംഗ്വേജിൽ അതിനെ എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി പ്രൊഫൈൽ റൈറ്റിംഗ്, ഇത് ഞാൻ എത്രാമത്തെ വട്ടം ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊഫൈൽ റൈറ്റിംഗ് പറയുന്നത്? 100 ലൈക്കിൽ മിസ്സിൻ്റെ ഒരു സോങ്, അത് പറയരുത്.
അങ്ങനെ മാത്രം പറയരുത്. ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, മനസ്സിൽ വിഷമം ഉണ്ടിട്ടോ, ഇനി പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിച്ചാൽ മനസ്സിൽ വിഷമം ഉണ്ടിട്ടോ. യെസ്, എന്താണ് ഓക്കെ ഷിഫൺ, പ്രൊഫൈലിൻ്റെ കാര്യം ഓക്കെ ആയല്ലോ അല്ലേ? മിസ്സിൻ്റെ ഒരു സോങ് അത് പറയരുത് കേട്ടോ. ദെൻ 100 എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എന്ത് മിസ്സേ ഒന്നുമില്ല. ഓക്കെ, സോ ട്രാവൽ എസ്സേ നോക്കിക്കേ. ഇവിടെ ഞാൻ വയനാട് മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നതിൻ്റെ മസനഗുഡിയുടെ കുറച്ച് ഇപ്പുറത്തായിട്ട് വയനാട് വരെ പോയതിൻ്റെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സോങ് വേണ്ട, ഡാൻസ് മതി. അടിപൊളി എന്തൊക്കെയാ അല്ലേ സർപ്രൈസ് വരുന്നത്. ഇങ്ങനത്തെ സർപ്രൈസ് മാറ്റി പിടിക്കുക. നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സർപ്രൈസ് ആക്ക്. 99 നിൽക്കാണ്. ഒരു ലൈക്ക് അല്ലേ, ഒരു ലൈക്കും കൂടെ വരികയാണെങ്കിൽ ഇത് ചരിത്ര നിമിഷം കണ്ടോളൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലേ. പോരട്ടെ, ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, ഞാൻ ആ ഒരു ഹിസ്റ്റോറിക് മൂമെൻറ്റ് അല്ലേ വാച്ച് ചെയ്യണോ? 100 ആയാലും എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണേ. ഓക്കെ, ഗീവ് അവേ ആണോ നിങ്ങൾക്ക് വേണ്ടത്? 100 ലൈക്ക് മോർണിംഗ് ബൂസ്റ്റർ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മോർണിംഗ് ബൂസ്റ്റർ പബ്ലിക് എക്സാമിനാണ് കേട്ടോ, സെറ്റാക്കുക. അതൊന്നോർത്താണേ. പബ്ലിക് എക്സാമിനാണ്, നാളെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവില്ല. പക്ഷെ പബ്ലിക് എക്സാമിന് ഉറപ്പ്, ദാറ്റ്സ് മൈ വേർഡ്, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ യെസ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. 100 ലൈക്ക് വരുമ്പോഴത്തേക്ക് 100 ആയോ? ഓ മൈ ഗോഡ് അയ്യോ, 100 വെയിറ്റ് ഇരുന്നാൽ ഞാൻ 105 ലൈക്സ് കണ്ടു. അടിപൊളി. ഇതെൻ്റെ സന്തോഷമാണ് മക്കളെ, സന്തോഷം. ഓക്കെ, ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു മൈ ഹാർട്ട് ടു യു ഓൾ. ആൻഡ് ഇപ്പോൾ ഒരു ഹാർട്ട് കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഞാൻ തരുന്ന ഹാർട്ടാണേ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ കോൺട്രിബ്യൂഷൻ. 105 ലൈക്സ്. താങ്ക് യു മൈ ഡിയേഴ്സ്. അടിപൊളി. ഈ ഹാർട്ടെല്ലാം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഞാൻ നിങ്ങൾക്ക് തന്നതാണ് കേട്ടോ, ഫോർ യുവർ ലവ്ലി കോൺട്രിബ്യൂഷൻസ്. സോങ് ഇല്ല, സോങ് വേണം. സൗണ്ട് നേരെ ആയിട്ട് എടുക്കുക. എപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ഈ പറയാനായിട്ട്? 6:30 സ്റ്റാർട്ട് ചെയ്തതല്ലേ. కొంచెం റെസ്റ്റ് താ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കുണ്ട്. ചെലവ് തരാലോ, സെറ്റാക്കാം. യെസ്, ഇനി ഇതൊന്നും നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. 100 ലൈക്ക് കഴിഞ്ഞു. പൂ ചോദിച്ചു, പൂക്കാലം തന്ന പോലെ. 99 നിന്നിട്ട് 100 പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പെട്ടെന്നായിരുന്നു 105 വന്നത്. അടിപൊളി, പൊളിച്ചടുക്കി. അടിപൊളി. യെസ്, so Wayanad wonders, nature's melody, Asian tales and panoramic peaks എന്നാണ് പറയുന്നത്. ഹായ് മിസ്, സുഖാണോ? ഡബിൾ റേഞ്ച് ഫുട്ബോൾ വളരെ അധികം സുഖം, ഭയങ്കര അധികം സന്തോഷം. കാരണം നമ്മുടെ വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അല്ലേ. അതാണ് നമ്മുടെ ലൈവ് ക്ലാസ്സും കമൻറ്റ് സെക്ഷനും. കുട്ടികൾ ഇത്രയും ലേറ്റായിട്ട് ഇപ്പോൾ 2.5 hours 3 hours കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത്രയും ആക്റ്റീവായിട്ട് കൂടെയുള്ളപ്പം വളരെയധികം സന്തോഷം കേട്ടോ. അടിപൊളി. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയാലോ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അത് മാത്രമല്ല വൈൽഡ് ആനിമൽസും കൂടി ഉണ്ട്. നമുക്ക് നാളെ എക്സാം അല്ലേ, അതുകൊണ്ട് നമുക്ക് തൽക്കാലം വയനാട്ടിൽ വെച്ച് നിർത്താം. നോക്കിക്കേ, വയനാടിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? എക്സ്പ്ലോറിങ് വയനാട് വാസ് എ ട്രീറ്റ് ഫോർ മൈ സെൻസസ്. എൻ്റെ സെൻസസിന് വേണ്ടിയിട്ട് ഞാൻ നൽകിയിട്ടുള്ള വിഷ്വൽ ഓഡിറ്ററി ആയിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരുന്നു വയനാട് ജേർണി എന്ന് പറയുന്നത്. The journey began with a visit to the mesmerizing Sujipara Falls, where the cascading water created a soothing melody. Trekking through the lush greenery, marveled at the breathtaking views. Exploring the Idakal caves was like stepping back in time with Asian inscriptions telling tales of the past. The journey continued to Pukod Lake, a tranquil spot surrounded by evergreen forests. A peaceful boat ride allowed me to soak in the beauty of the surroundings. Wayanad Wildlife Sanctuary offered a glimpse into the vibrant wildlife with elephants and deer wandering freely. The heart of my adventure was a hike to Chembra Peak, where the panoramic view from the top left me in awe. The journey concluded with a visit to Banasura Sagar Dam, surrounded by hills and lush greenery. Wayanad with its natural wonders and warm hospitality made for an unforgettable escape into the lap of nature. ഇതാണ് ശരിക്കും ഒരു ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. കാരണം എവിടെയാണ് പോയതെന്ന് പറഞ്ഞു, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഹിസ്റ്റോറിക്കായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കണ്ടോ വെള്ളം എത്തിക്കഴിഞ്ഞു മക്കളെ. കണ്ടോ? ലൈവ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം എനിക്കിതാ വെള്ളം എത്തിക്കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, എന്താണ്
മിസ് ചാനൽ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ചാനൽ സപ്പോർട്ട് ചെയ്യാലോ. ടീച്ചർ നെയിം എന്താ? ലൂക്ക് ആൻ്റണി. പേര് പറഞ്ഞു കൊടുക്കടാ, വേഗം പറഞ്ഞു കൊടുക്കൂ. എം കെ മാളവിക. കണ്ടോ വരുന്നുണ്ടോ? കുറിച്ച് എന്താണ്? നാളെ ഇംഗ്ലീഷിന് 100 out of 100. ഐ എം ഹാപ്പി ടു നോ ദാറ്റ്. സന്തോഷം. കണ്ടോ എൻ്റെ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? മൈ നെയിം ഇസ് മാളവിക എം കെ ആണ്. മൈ ലിറ്റിൽ ജെംസ് അല്ലേ, എൻ്റെ ജെംസ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എം കെ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റി ഷാജി, ഹലോ ക്രിസ്റ്റി. യെസ്, എവിടെ എത്തി? ലൈക്ക് 106 എത്തിയിരിക്കുകയാണ്. വെൽ ഡൺ, അടിപൊളി. പോരട്ടെ. മൈക്ക് കുറച്ച് എന്താണ് പറയുന്നത്? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓക്കെ ആണോ? യെസ്, അപ്പം ഇങ്ങനെ വേണം ഒരു എന്താണ് ട്രാവൽ എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെഡിങ് പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു സ്ഥലത്തെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിൻ്റെ ഹിസ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ ചില സ്ഥലത്ത് ചില ഫുഡ് ഐറ്റംസ് ആയിരിക്കും അല്ലേ. ഇപ്പം മൈസൂർ പോയാൽ മൈസൂർ പാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഓരോ സ്ഥലത്തും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, കൾച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ സെലിബ്രേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിക്കായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ സൈറ്റ് സീയിങ് ആയിട്ടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ എഴുതാൻ. ഏറ്റവും കൂടുതൽ ട്രാവൽ എസ്സേയിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് പേഴ്സൺ നറേഷൻ പാസ്റ്റ് ടെൻസിൽ വേണം. കാരണം നിങ്ങൾ ഓൾറെഡി പോയി വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ എന്താണ് എക്സൈറ്റ്മെൻറ്റ് അല്ലേ, നിങ്ങൾ പോയി അനുഭവിച്ചറിഞ്ഞ കാര്യം എക്സൈറ്റ്മെൻറ്റോടു കൂടി പറയാൻ വായിക്കുന്ന ആൾക്ക് എവിടേക്ക് പോകണം എന്ന് തോന്നിക്കുന്ന രീതിയിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വന്നായിരുന്നു ക്രിസ്റ്റി ഷാജി, ഞാൻ റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിന് വന്നായിരുന്നു കാലിക്കറ്റ്. ഓക്കെ, അടിപൊളി. എന്നെ കണ്ടിരുന്നോ? ഓക്കെ. ദെൻ മിസ് നോട്ട് കിട്ടുമോ? യെസ്, നോട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആദ്യം തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ വേണ്ടുന്ന മെറ്റീരിയൽസും നെക്സ്റ്റ് ലെവലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. നോട്ട്സ് ഉറപ്പാണ്. യെസ്, നോട്ട്സ് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത്. കണ്ടോ, ഫുൾ ക്രൂ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. നോട്ട് കിട്ടും, ഡബിൾ റേഞ്ചർ ഉറപ്പായിട്ടും നോട്ട് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് സിമ്പിളാണ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ മാർക്ക് കൊണ്ടുപോയി കളയുന്ന കാര്യവുമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ. ഗ്രാമറിൽ മാം യു ലുക്ക് സോ പ്രിറ്റി ആൻഡ് ക്യൂട്ട്. ഓഹോ, ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ മിസ്? ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുമല്ലേ? ഇല്ലേ? ഉണ്ടോ? നോട്ട് വേണം അല്ലേ? നോട്ട് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ മുനീറെ, ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്ന് പഠിച്ചാലോ. Add a reporting verb clause, change the pronouns, backshift the tenses. These are the 3 rules that you have to remember before attempting a reported speech question. എന്തൊക്കെയാണ്? റിപ്പോർട്ടിംഗ് verb clause ആഡ് ചെയ്യുക, പ്രോനൗൺസ് ചേഞ്ച് ചെയ്യുക, അതേപോലെ ടെൻസസ് മാറ്റുക. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. മിസ് അപ്പോൾ പ്ലേസ് വയനാടാണോ? ഞാൻ വയനാട് പോയ കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? വരണോ? ഓക്കെ. ഡിബേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഐഷ, ഞാൻ ഡിബേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഡിബേറ്റ് നിങ്ങൾക്ക് അതേപോലെ ഫുൾ ഫ്ലഷ് ഫോമിൽ എഴുതാനായിട്ടില്ല. ചോദിക്കുക, ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇത് യു സേ ഫോർ ഓർ എഗൻസ്റ്റ് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് 4 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കാനോ, ഫോർ അല്ലെങ്കിൽ എഗൻസ്റ്റ് ആയിട്ട് 4 പോയിന്റ്സ് എഴുതാനായിരിക്കും മെയിൻലി ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും ഡിബേറ്റ് വരിക. നോട്ട് എപ്പോൾ തരും? ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ് അബി, ഓക്കെ അല്ലേ? ഇവിടെ ചേഞ്ച് ദ പ്രൊനൗൺസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ആഡ് എ റിപ്പോർട്ടിംഗ് വർക്ക് ക്ലോസ് എന്നുള്ള ഫസ്റ്റ് റൂൾ കണ്ടോ. അതായത് ഇന്ന ആൾ പറഞ്ഞു, ഹി സെഡ് ദാറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ദാറ്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് verb clause എന്ന് പറയുന്നത്. ദാറ്റ് മാത്രമല്ല, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് അല്ലെങ്കിൽ വെദർ
if തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യില്ലേ ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതിന് മുന്നേ, അതിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ് എന്ന് പറയുക. പിന്നെ പ്രോനൗൺസ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു റൂൾസ് അതേപോലെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഐ എന്നുള്ളത് എന്തായി മാറും? ഹി ഓർ ഷീ ആയി മാറും. യു എന്നുള്ളത് ഹി ഷീ ദേ ആയി മാറും. വി എന്നുള്ളത് ദേ ആയി മാറും. അവർ ദെയർ. മൈ എന്നുള്ളത് ഹിസ് ഓർ ഹെർ ആകും. ടുഡേ ദാറ്റ് ഡേ. ടുമോറോ ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. നൗ എന്നുള്ളത് ദെൻ ആയി മാറും. ദിസ് എന്നുള്ളത് ദാറ്റ് ആയി മാറും. ഹിയർ എന്നുള്ളത് ദെയർ ആയി മാറും. ദീസ് എന്നുള്ളത് ദോസ് ആയി മാറും. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ഇത് ഓർത്താലാണ് നമ്മുടെ 100 കിട്ടിയില്ലേ. എന്തൊക്കെ കാണുന്നുണ്ട്. ഹായ് മിസ് ബോബോ. അന്ന് വന്നിട്ടുള്ള ബോബോ അല്ലേ ഈ ബോബോ അല്ലേ? ആണോ? ഒരു ബോബോ വന്നിരുന്നില്ലേ? മൈ നെയിം ഇസ് മാലവിക ആൻഡ് മൈ ലിറ്റിൽ കിഡ്സ്, മൈ ലിറ്റിൽ ജെംസ് കോൾ മീ MK. ഇത് എത്ര വട്ടം ഞാൻ പറഞ്ഞു അല്ലേ? ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പ്രൊനൗൺസ് വരുന്ന ചേഞ്ച്, ഈ കാര്യങ്ങളാണ്. ഇത് ഓർത്ത് വെക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേ മതിയാവുള്ളൂ. കാരണം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഓർത്ത് വെച്ചില്ലെങ്കിൽ അവിടെ മാർക്ക് പോവുകയും ചെയ്യും. ദെൻ അടുത്തത് ഓർക്കേണ്ട എന്താണ്? പാസ്റ്റ് ടെൻസിൽ ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസസ് എന്നുള്ള തേർഡ് റൂൾ നിങ്ങൾ കണ്ടിരുന്നോ? എന്താണ്? പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് ആക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക. എന്താണോ എന്താണ് ടെൻസ് ആയിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ബാക്ക് ഷിഫ്റ്റഡ്. ഓക്കെ, ഇസ് എന്നുള്ളത് എന്തായി മാറും? വാസ് ആകും. ആർ, വെയർ, ഡു ഓർ ഡസ് എന്തായി മാറും? ഡിഡ് ആകും. ഹാസ് ഓർ ഹാവ് ഹാഡ് ആയി മാറും. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, can, could, may, might, must, had to, did, had ആകും. was or were had been ആകും. should എന്നുള്ളത് should have ആകും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ഓർത്ത് വെക്കില്ലേ? ഉറപ്പായിട്ടും വെക്കില്ലേ? MK എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, MK എന്ന് വിളിച്ചാൽ മതി. അങ്ങനെയാണ് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വാലന്റൈൻസ് ഡേ കിട്ടിയോ? എനിക്ക് വാലന്റൈൻസ് ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഐ എം വെരി മച്ച് ഡെഡിക്കേറ്റഡ് ടു യു പീപ്പിൾ. എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? ഞാൻ ആ കാര്യം ഓർത്ത് പോലുമില്ല. ഇന്ന് മാരത്തോൺ ഡേ ആയിട്ടാണ് ഞാൻ ആഘോഷിക്കുന്നത്. നിങ്ങളോ? ഓക്കെ. ദെൻ ടെൻസിൻ്റെ കാര്യം, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമ്പിൾ നോക്കിക്കേ. ലൂസി സെഡ് ഐ വോണ്ട് ടു ബൈ എ കാർ. ലൂസി സെഡ് എന്നുള്ളത് അതേപോലെ എഴുതി. ആൻഡ് റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ്, ആഡിങ് ക്ലോസ് ഏതാണ്? ദാറ്റ് എന്നുള്ളതാണ് ഇവിടെ ആഡിങ് ക്ലോസ്, വെർബ് ക്ലോസ് ആയിട്ട് വന്നത്. ഐ എന്തായി മാറും? ലൂസി എന്ന് പറയുന്നത് എന്താണ്? ഗേൾ ആണ്. സോ ഐ ഷീ ആയി മാറി. ഷീ want to buy, want to buy എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആക്കണം. ഷീ wanted to buy a car. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓൾറെഡി നമ്മുടെ ലോങ് വീഡിയോ സെഷനിലുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക്, നമ്മൾ ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല, ഡൗട്ട്സ് ഉള്ളവർക്ക് ഇതൊന്ന് കണ്ടാൽ മതി കേട്ടോ. യെസ്, എൻ്റെ ടിം ഡോങ് ബോബോ ഇവിടെ ശ്രദ്ധിക്കൂ. സിംഗിൾ ആണോ? അയ്യടാ, മിസ്സിൻ്റെ തഗ് അടിപൊളിയാണ്. എന്തല്ലേ സിലി പീപ്പിൾ. ഇൻസ്റ്റാഗ്രാം നെയിം എന്താണെന്ന് ചോദിച്ചാൽ, അതേപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ച ആളില്ലേ? നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു കണ്ടീഷനും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ എക്സാമിൻ്റെ മാർക്കും കൂടെ പറ. ഇത് അറ്റൻഡ് ചെയ്തിട്ട് നാളെ കിട്ടുന്ന എക്സാമിൻ്റെ മാർക്കും കൂടെ പറഞ്ഞാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ. അതേപോലെ എക്സാമ്പിൾ നോക്കിക്കേ. മദർ സെഡ് ഐ നീഡഡ് ഹെൽപ്പ്. മദർ സെഡ് ഫസ്റ്റ് റൂൾ ആഡ് എ റിപ്പോർട്ടിംഗ് ക്ലോസ്. എന്താണ്? ദാറ്റ്. ഐ എന്നുള്ളത് ചേഞ്ച് ദ പ്രോനൗൺ, ഷീ ആയി മാറി. ചേഞ്ച് ദ പാസ്റ്റ് ടെൻസ്, അതായത് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. നീഡ് എന്നുള്ളത് നീഡഡ് ആയി. ഐ നീഡ് ഹെൽപ്പ്, ഷീ നീഡഡ് ഹെൽപ്പ് ആയി. വി ലൈക്ക് ഹർ കൺട്രി, ദേ സെഡ് ദാറ്റ് ദേ ലൈക്ഡ് ദെയർ കൺട്രി. ഇതേപോലെ വേണം റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാൻ. ഞാൻ തന്നിരിക്കുന്ന ആ 2 ബോക്സ് ഓർത്ത് വെക്കുക. 3 റൂൾസും ഓർത്ത് വെക്കുക. ഇത്രയും ഓർത്ത് വെച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ച് സിമ്പിൾ. Okay? Yes. 80 out of 80. Pinnalla. Elaborate the idea in the following lines from the poem To Sleep. Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. സ്ലീപ്പിൽ പഠിച്ചിട്ടുള്ള പോയാണ്. സ്ലീപ്പിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലേ? ലൈക്ക് 117 ആയോ? ഓക്കെ, ഞാനത് കണ്ടില്ല. ഇതിലായിപ്പോയി, പഠിപ്പിക്കുന്നതിലായിപ്പോയി. അപ്രിസിയേഷൻ വരൂ എക്സാമിന്. നവീൻ, എക്സാമിന് അപ്രിസിയേഷൻ ഉണ്ടാകും കേട്ടോ. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. സിമ്പിളായിട്ടുള്ള ഒരു പോയം ആയിരിക്കും. ചിലപ്പോൾ ഒരു പോയം തന്നിട്ട് അത് അപ്രിസിയേഷൻ എഴുതാനായിട്ടും ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയത്തിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പോയം തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പം ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ അപ്രിസിയേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്രിസിയേഷനിൽ എഴുതേണ്ട കാര്യം എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പോയറ്റ് എന്താണ്, തീം എന്താണ്, ദെൻ വാട്ട് ആർ ദ തിങ്സ്
that you like the most in the poem and also the things like the figures of speech that you know. അതായത് അറിയാമെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ വളരെ കൃത്യമായിട്ട് ലോങ് വീഡിയോ സെഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഡബിൾ റേഞ്ച് ഫുട്ബോളും മുനീറും ഇങ്ങോട്ടൊന്ന് വന്നേ, ക്ലാസ്സിലോട്ട് ഒന്ന് ശ്രദ്ധിച്ച സ്ലീപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഈ ലൈൻസിൽ പറഞ്ഞേക്കുന്ന മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്ലീപ്പ് ഇസ് ലൈക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡേയ്സ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ കെയറിങ് മദർ. സ്ലീപ്പ് എന്ന് പറഞ്ഞത് ഇന്ന് ഇത്രയും പഠിച്ചു, ഓക്കെ സെറ്റാണ്, ഇനി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ ഫ്രഷ് തോട്ട്സ്, നല്ല ഷുവറായിട്ട് ഈ കൃത്യങ്ങളെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിലുള്ള അവസ്ഥയോ, ബാടിക്കൊഴിഞ്ഞ് എന്തൊക്കെയോ ഓർമ്മ ഉണ്ട്, എന്തൊക്കെയോ ഓർമ്മയില്ല, എൻ്റെ MK എന്നുള്ളത് ഓർക്കും, ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് നോക്കും, ആ ഒരു രീതിയിലാവില്ലേ ഉറങ്ങിയില്ലെങ്കിലുള്ള അവസ്ഥ. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പിനെ കാണിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇത് മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, എല്ലാ മെസ്സേജും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഐ എം ഹാപ്പി യു ഗൈസ് ആർ റിയലി ആക്റ്റീവ്. താങ്ക് യു ഡിയർ. മിൻഹാജിൻ്റെ ഹായ് ഞാൻ കണ്ടു. ഐഷു, നവീൻ, ഓക്കെ യെസ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഐ എം ഹാപ്പി. ഓക്കെ, സ്ലീപ്പ് ഇസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡേയ്സ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ കെയറിങ് മദർ. എങ്ങനെയാണോ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു മദറിനെ പോലെയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് എസ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ഗുഡ് ഹെൽത്ത് ടു പീപ്പിൾ. ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റൽ വൈസ് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ദ പോയിറ്റ് ഇസ് ഇൻവൈറ്റിംഗ് സ്ലീപ്പ് ടു കം ആൻഡ് ഹെൽപ്പ് ഇൻ ദിസ് റെജുവിനേഷൻ പ്രോസസ്. ആണ് മൊത്തത്തിൽ നിന്ന് റെജുവിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ് ഫോർ ദ past 2 to 3 days. So he is inviting or requesting the sleep, please come to me, don't go away from me എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്ന പോയിറ്റിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, which actually depicts the importance of sleep in the life of human beings. Okay? Yes, double range of football. I told you, if you get full marks for your English exam, I will definitely follow you. Okay? Yes. Okay. We haven't created a perfect society on earth and we won't have one in cyberspace either. But at least we can have individual choice and individual responsibility. Based on this statement from Esther Dyson's The Cyberspace, prepare a speech to be delivered on the topic Cyberspace, a world of unlimited scope and hidden danger. Speech വരുമെന്ന് ചോദിച്ചിട്ടുള്ള ആളില്ലേ? MK Miss Power. Okay. Thank you. പോരട്ടെ. സ്പീച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സൈബർ സ്പേസ് ലാസ്റ്റ് യൂണിറ്റിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സ്പീച്ച് ചോദിക്കാനും ചാൻസ് ഉള്ളത്. ഓക്കെ, ടെക്നോളജി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സൈബർ സ്പേസ് പഠിച്ചതാണ്, അതേപോലെ കൺസെപ്ച്വൽ ഫ്രൂട്ട് പഠിച്ചതാണ്. ദെൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. മിസ് 9:30 ആയല്ലേ, നമുക്ക് വേഗം സെറ്റാക്കാം. ലേ ഹൊർലയുടെ ചാപ്റ്ററിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക? ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗൈഡ് എന്നുള്ളൊരു രീതിയിൽ ടേർട്ടിൽ കോളിംഗ് റിച്വലിനെ കുറിച്ച് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതറിയാത്ത ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ടൈപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. യെസ്, MK പവർ എന്ന് പറഞ്ഞ് ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു. അപ്പം ഒരു സ്പീച്ച് ചോദിക്കുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു റിമെമ്പർ ഇസ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അഡ്രസ് ദി ഓഡിയൻസ്, റെസ്പെക്റ്റഡ് ഡിഗ്നറ്ററീസ് ഓൺ ദ ഡയസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു ഷെഡ് ലൈറ്റ് ഓൺ ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം, അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഒരെണ്ണം ഇൻട്രൊഡ്യൂസ്, ഒരു ടോപ്പിക്ക് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണ് ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുക? ഇത് ബൈ സ്റ്റാർട്ടിങ് ഇറ്റ് ബൈ ഗിവിങ് എ പ്രോപ്പർ ഒരു കോട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ദി ഓഡിയൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ഒരു കോട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുന്നതിലൂടെയാണ് ഒരു സ്പീച്ചിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യണം ആൾക്കാരെ അല്ല, നിങ്ങളുടെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം. ദെൻ വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, അല്ലെങ്കിൽ വിച്ച് ടോപ്പിക് ആർ യു ഗോണ സ്പീക്ക് അബൌട്ട്, ആ ഒരു സാധനം പറയുക. ദെൻ ബോഡി ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഒരു 1 പേജോളം വരുന്ന സാധനമല്ലേ ഇൻട്രൊഡക്ഷൻ, എന്താണ് ടോപ്പിക്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഇൻ ദി കണ്ടംപററി സൊസൈറ്റി, അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുക. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറ്റ് ദി പ്രസൻറ്റ് സൊസൈറ്റി എന്താണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ബോഡി ആയിട്ട് വരും. ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് വരുമ്പോഴോ ലൈക്ക് അതൊരു ജനറൽ ആയിട്ട് നിങ്ങൾ സമ്മപ്പ് ചെയ്യുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് സമ്മപ്പ് ചെയ്ത് വരുന്നതിനെയാണ് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ,
ലൈക്ക് ആ ഒരു രീതിയിൽ വേണം കൺക്ലൂഡ് ചെയ്യാൻ. ഇതാണ് സ്പീച്ചിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ലൂക്ക് ആൻ്റണി ഇൻസ്റ്റ ഐ ഡി. ലൂക്കേ, എൻ്റെ ലൂക്ക, ഇംഗ്ലീഷിന് മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വാ, നമുക്ക് എല്ലാ ഇൻസ്റ്റയും സെറ്റാക്കാം. മാളു, ഹലോ മാളു ടി. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാം കേട്ടോ. എന്താണ് മിസ് എക്സാം ജയിച്ച എത്തിലേക്കാണ് ഇട്ട് തരേണ്ടത്. എന്ത് മിസ് സൂപ്പർ പ്രൊനൗൺസിയേഷൻ. താങ്ക് യു ജനൽ ജോമി, താങ്ക് യു. Yes, today I want to shed light on the vast and enduring realm of cyberspace, a world of unlimited scope. ഇതൊരു എക്സാമ്പിൾ മാത്രം തന്നിരിക്കുന്നതാണ്. Initially a haven for computer enthusiasts, cyberspace has now become an integral part of our lives, offering services like email, information, entertainment, and virtual communities. While cyberspace provides us with incredible opportunities, allowing us to read, gain information, and connect with others, it also harbors hidden dangers, cybercrimes, explicit content, and the allure of addictive games pose risk, especially for our children. Vigilance and responsible usage are paramount in navigating cyberspace. We wield the power of choice, but this comes with individual responsibility. It's a double-edged tool akin to a knife. Just as a surgeon uses a knife to heal, we must use cyberspace wisely, recognizing its potential for both positive and harmful effects. എന്താണ് ഈ പറയുന്നത്? സൈബർ സ്പേസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസിനോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇഫ് യു ഹാവ് ഡിസഡ്വാൻറ്റേജസ് or if you have problems related to that particular topic, what are the possible solutions that we can make to sort out those problems തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ടോപ്പിക് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ പ്ലസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്, ഹൗ യു ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ദെൻ പറഞ്ഞ ഫുൾ കാര്യത്തെ ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് താങ്ക് യു പറഞ്ഞാൽ സ്പീച്ചും സെറ്റാണ്. ഓക്കെ ആണല്ലോ. അൻവർ ചുങ്കത്ത്, മിസ് ഹായ്, ഹലോ മിസ് സൂപ്പർ വോയിസ് എന്ന് മാളു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരും മാളു എന്ന് തന്നെയാണ്, മാളു ടി. ഓക്കെ അൻവർ, ഞാൻ കാണുന്നുണ്ട്. മിസ് ക്ലാസ് പൊളിയാ, ബട്ട് ഞാൻ അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഈ 6:30 വന്നതാണ്. അവിടെ ബൈഠോ കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. Greta in the story Conceptual Fruit reminds us that everything we do, every therapy, encouraging words, smile or care will make a difference in the life of differently able children. What type of schooling do you think is good for such children? Mainstream schools or special schools? Imagine that you want to communicate your views about this to the public. Draft an email to the editor of a leading newspaper. So email question already discussed ചെയ്തതാണ്. ഇവിടെ ഫോർമാറ്റ് ഒന്നും ഞാൻ വരച്ച് കാണിക്കുന്നില്ല, ബിക്കോസ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. ഇതല്ലാതെ ലോങ് വീഡിയോ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. ദെൻ അപ്പം കൺസെപ്ച്വൽ ഫ്രൂട്ടിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ളതാണെന്നുള്ളത് വി ആർ സെൻഡിങ് ആൻ ഇമെയിൽ ടു ഹൂം, ആർക്കാണ്? എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് പേപ്പർ. സോ റിമെമ്പർ, ലാംഗ്വേജ് വളരെയധികം ഫോമൽ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലോ, കാര്യം മനസ്സിലായല്ലോ, ലൈക്ക് ഫോമാറ്റ് മനസ്സിലായതാണ്. ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഐ ഹോപ്പ് യു ആർ വെൽ. ആഫ്റ്റർ റീഡിംഗ് കൺസെപ്ച്വൽ ഫ്രൂട്ട്, ഐ ഫീൽ സ്ട്രോങ്ലി അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. എനിക്ക് യെസ്, in these schools, kids with different abilities can learn and play alongside their non-disabled peers, breaking down barriers and creating a more accepting society. It's not just beneficial for them, but also for everyone, fostering understanding and kindness. I understand there are challenges, but the long-term gains in preparing these kids for the real world and changing perceptions are worth it. I hope you can share these thoughts in your newspaper to raise awareness about the significance of inclusive education. Thank you for your time. So here, what's the specialty? What's the difference with that informal email? ഇവിടെ എന്ന് പറയുന്നത് ലാംഗ്വേജ് വളരെ ഫോർമൽ ആയിട്ടാണല്ലേ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ടിനാണോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഫോർമൽ സിറ്റുവേഷൻ ആണോ എന്ന് യൂസ് ചെയ്തിട്ട് ലാംഗ്വേജിൽ അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് വരുത്തുക. പക്ഷേ സെയിം ഇവിടെ ടോപ്പിക് അല്ലെങ്കിൽ ഫോമാറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ. അതേപോലെ ഇതിപ്പം ഇമെയിൽ ചോദിച്ചെങ്കിൽ സെയിം ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ ചോദിക്കാം. ഫോർമൽ ലെറ്റർ ചോദിക്കുകയാണെങ്കിൽ ഫ്രം ഡേറ്റ് ടു സബ്ജക്റ്റ്, പിന്നെ ഈ കാര്യങ്ങൾ അതേപോലെ എഴുതുകയാണെങ്കിൽ അതൊരു ഫോർമൽ ലെറ്ററായി മാറും. ഓക്കെ. ഇമെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ലെറ്റർ സർവീസ് ആണല്ലോ ഇമെയിൽ എന്ന് പറയുന്നത്. കോണ്ടന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആ ഒരു സിറ്റുവേഷൻ, അത് ഫോമാറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. സോ
Then attempt a character appraisal of Mr. Gupta. Mr. Guptയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താലേ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലേ നോക്കിക്കേ. Mr. Gupta is the main character and narration in Price of Flowers by Prabhat Kumar Mukhopadhyay. He is a London. The story is told from Gupta's perspective and he plays a central role. Despite Western stereotypes, he challenges preconceived notions by admitting he is not a strict vegetarian and has a scientific mindset. Mr. Gupta's curiosity leads him to Maggie, a girl from a poor family, and he willingly engages with her and her family. He appears to be a genuine and kind-hearted person. അതായത് ഇവിടെ എന്തൊക്കെ പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത ഏത് ചാപ്റ്ററിലാണ് വരുന്നത്, ആ ചാപ്റ്റർ എഴുതിയത് ആരാണ്, ഇറ്റ്സ് എ സ്റ്റോറി റിട്ടൺ ബൈ എന്നുള്ളത് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ഹിസ് സ്പെഷ്യാലിറ്റി, വാട്ട് ഈസ് സോ യുണീക്ക് ടു ഹിം തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഹസൻ പോലുള്ള ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ ഹസൻ്റെ ഫീച്ചർ എന്താണ്, ഫിസിക്കൽ ഫീച്ചർ ഉണ്ടല്ലേ, വിച്ച് മേക്സ് ഹിം യുണീക്ക്. ബാക്കി ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഹസനെ കുറച്ച് യുണീക്ക് ആക്കുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ ഹസൻ. ഇവിടെ നമ്മുടെ മിസ്റ്റർ ഗുപ്തയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം എങ്ങനെ പെരുമാറി, കാര്യങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് സെൽഫ്ലെസ് ആയിട്ട് കള്ളം പറയാൻ റെഡി ആയിരുന്നു ഫോർ ദ വെൽബീങ് ഓഫ് എ വിഡോഡ് മദർ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കള്ളത്തരം പറയുന്നത്. ഒട്ടും അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും മിസ്റ്റർ ഗുപ്തയ്ക്കില്ല. ബട്ട് സ്റ്റിൽ ഹി ഈസ് എ കൈൻഡ് ഹാർട്ടഡ് മാൻ, ഹി ഈസ് എ ജെനുവൻ പേഴ്സൺ. ദാറ്റ്സ് ദ റീസൺ വൈ ഹി വാസ് റെഡി ടു സ്പെൻഡ് ടൈം വിത്ത് മാഗി ആൻഡ് ഹെർ മദർ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനറലായിട്ട് ആൻസർ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. സോ ചാപ്റ്റേഴ്സ് എല്ലാം മോഡൽ എക്സാമിന് വേണ്ടുന്ന ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നലെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രാമർ പോർഷൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യാതെ ആയിട്ടുള്ളൂ. ബാക്കി ഇന്നലത്തേതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഉണ്ട്, അതെല്ലാം റെഫർ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് പബ്ലിക് എക്സാം. നാളത്തെ എക്സാം അടിച്ചു പൊളിക്കുക. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ മെയിൻ എക്സാമിന് ഉറപ്പായിട്ടും എന്തുണ്ട്, ബൂസ്റ്റർ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് മിസ്സേ സിഗ്മ ഫീമെയിൽ ആണോ മിസ്, ക്ലാസ് ഒക്കെ ക്ലിയർ ആയി. താങ്ക് യു നവീൻ, താങ്ക് യു മിസ് എന്ന് വണ്ടിപ്രാന്തം പറഞ്ഞിട്ടുണ്ട്. അഖിൽ, അഷ്മൽ, മാളു, ജനിൽ, ജോമി എല്ലാവരെയും കണ്ടു. താങ്ക് യു സോ മച്ച് മിസ്സേ ഫോർ ദിസ് സെഷൻ, ഗ്രേറ്റ് എഫേർട്ട്. താങ്ക് യു ഡിയർ, താങ്ക് യു ലച്ചു. ഓക്കെ ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ നിൽക്കൂ എല്ലാവരും ഇവിടെ നിൽക്കൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ചിലവരുടെ കമൻറ്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ആഫ്റ്റർ ദിസ് ലൈവ് സെഷൻ കമൻറ്റ് സെക്ഷനിൽ, വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഡു ലെറ്റ് മീ നോ അബൌട്ട് യുവർ വാല്യുബിൾ കമൻറ്റ്സ് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളെല്ലാം പഠിപ്പിച്ച് വിട്ടിട്ട് റിലാക്സ് ചെയ്തിട്ട് എനിക്ക് എല്ലാം ഒന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. സോ ആഫ്റ്റർ ദിസ് ലൈവ് ക്ലാസ് ഗോ ബാക്ക് ടു ദാറ്റ് കമൻറ്റ് സെക്ഷൻ ആൻഡ് ലെറ്റ് മീ നോ അബൌട്ട് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് മക്കളെ. നാളെയാണ് നിങ്ങളുടെ മോഡൽ എക്സാം. പോയി അടിച്ച് പൊളിച്ച് തിമിർത്ത് തകർത്തിട്ട് വാ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അറിയിക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റിൽ കൂടെ തന്നെ വീണ്ടും നിങ്ങളുടെ വാല്യുബിൾ ഹൗ വാസ് യുവർ എക്സാം എന്നുള്ളതും കൂടെ അറിയിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. സോ ഗോ ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. ഓൾ ദ ബെസ്റ്റ്. ബൈ.